എത്രയും ആദരണീയനും ബഹുമാന്യനും ആയിട്ടുള്ള ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിരുന്ന എന്നെ ഇവിടെ കൊണ്ടുവരാൻ മുൻകൈയെടുത്ത സാബിൽ ഗ്രൂപ്പിൻ്റെ സംഘാടക നേതാവും ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനുമായിരുന്ന ബഹുമാനപ്പെട്ട വാഹിദ് സാർ അവർകൾ, വാഹിദ് മയ്യേരി, ഇപ്പോൾ അധ്യക്ഷപദം അലങ്കരിക്കുന്ന മദനി സാർ, എനിക്ക് മുമ്പ് ഞാൻ ജാഫർ സാറിനോട് സോറി ചോദിക്കുന്നു, എനിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമയം അപഹരിച്ച് അല്ലെങ്കിൽ കുറച്ച് എനിക്കിവിടെ തന്നു. ബാക്കി എന്നെക്കാൾ എത്രയോ ഉയരങ്ങളിലിരിക്കുന്ന, അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും സ്ഥാനങ്ങൾ കൊണ്ടും എന്നെക്കാൾ വളരെ ഉയരങ്ങളിലിരിക്കുന്ന, അതുപോലെ തന്നെ ഈ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഉദ്ഘാടനം നടത്തിയ സാറ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എത്രയും ആദരണീയരായ ബഹുമാന്യരായ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുമക്കളെ, ഇത്രയും നേരം പലതും പറഞ്ഞത്, അല്ലെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞത് അവർ മനസ്സിലാക്കിയതും അവരറിഞ്ഞതുമാണ്. ഞാൻ അറിഞ്ഞതും മനസ്സിലാക്കിയതും നിങ്ങളോടൊപ്പം കുറച്ചു നേരം ഷെയർ ചെയ്യാം. ഇതിനകത്ത് നേരത്തെ ഞാൻ കണ്ട ഗംഭീരമായ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരുതരം റിസർച്ച് നടത്തിയിട്ട് ചെയ്ത ഒരു റിപ്പോർട്ടാണ് ഇവിടെ ഒരു സഹോദരൻ വായിച്ചത്. അത് ഒരു തല വർക്ക് ചെയ്തതല്ല, ഒരുപാട് തലകൾ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തു. ആര് തന്നെയായാലും അദ്ദേഹം 100 മാർക്കും അർഹിക്കുന്നു. ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അത് പരത്തുക എന്നുള്ള കോൺസെപ്റ്റിലൂടെയാണ് ഇവിടെ എത്തിയത്. മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ അടുത്ത് പിടിച്ചിരുത്താൻ പറഞ്ഞത് ശബ്ദമുണ്ടാകുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ശക്തമായി ശാസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നെങ്കിൽ 3 വേദങ്ങളിലൂടെയും ഞാൻ കടന്നു പോകും. ഇവിടെ സേവനത്തിൻ്റെ 3 പേര് അല്ലെങ്കിൽ സഹോദരന്മാരുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ, ആ ഗുരു പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്: ഓരോ മീറ്റിങ്ങുകളും ഗുസ്തി കൂടാനും വാദപ്രതിവാദങ്ങൾ നടത്താനും അടിച്ചു പിടിച്ച് ജയിക്കാനും ഒന്നുള്ള വേദികളല്ല, മറിച്ച് അറിയാനും അറിയിക്കാനും ഉള്ള വേദികളാണ് എന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ വരെ അറിഞ്ഞ കുറേ കാര്യങ്ങളും ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നാളെ ഇതിൻ്റെ ബേസ് ചെയ്ത് ഒരു സയൻസ് അധ്യാപകൻ എന്നുള്ള നിലയിൽ, ഒരു മൈക്രോബയോളജിയിലെ ഡോക്ടറേറ്റ് ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, സൈക്കോതെറാപ്പി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ, വേദങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ, ഉൾക്കാഴ്ചാദായകമായ ഖുർആന്റെ ആശയം കിട്ടിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ കഴിയും എന്ന ആ സൂക്തം എന്നെ ഏറെ സ്വാധീനിച്ചതുകൊണ്ട് വരാൻ പോകുന്ന പ്രോബ്ലംസ് നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഇൻറ്റൻഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ കളയാം, എനിക്കൊരു നിർബന്ധവുമില്ല. പക്ഷേ ശ്രദ്ധയോടെ കേൾക്കുക. 2 മക്കളും അതിലധികവും ഉള്ളവരൊന്ന് കൈപൊക്കുക. മക്കളെ സൃഷ്ടിച്ചപ്പോൾ 2ഓ അതിലധികമോ കുഞ്ഞുങ്ങളായവർ. ഒറ്റ കുട്ടി മാത്രമേ ഉള്ളൂവെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ഒരു അവസരത്തിന് ചാൻസ് ഉണ്ട്. കാരണം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അത് പിന്നെ പറയാം. 2ഉം അതിലധികം. ഓക്കെ, വളരെ സന്തോഷം. ദെൻ കണ്ണാടി വെച്ച കുട്ടികളെല്ലാം ഒന്ന് എണീക്കുക. 23, 22 വയസ്സിന് താഴെയുള്ള കണ്ണാടി വെച്ച കുട്ടികളെല്ലാം എണീക്കൂ. 22 വയസ്സിന് താഴെ എന്ന് പറഞ്ഞാൽ എന്തിനാ തിരിച്ചു നോക്കുന്നത്? മോള് എണീക്ക്. അവിടെയുണ്ട് ആൺകുട്ടികളെ, ഞാൻ ചിലരെ കണ്ടു കഴിഞ്ഞു. യെസ്, ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ആര് എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒറ്റ ചോദ്യം: ഈ എണീച്ച് നിൽക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളിൽ പലരും കണ്ണാടി വെച്ചിട്ടുണ്ടാവില്ല. പക്ഷേ സ്നേഹം വാരിക്കോരി കൊടുത്ത് ഈ ചെറുപ്പത്തിലെ ഈ കുട്ടികളെ നിങ്ങൾ പലരും അന്ധരാക്കി. ഇരിക്കും മക്കളെ. ഇതിൻ്റെ ഫലം എന്താ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ, വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇവർക്ക് മക്കളുണ്ടാകുമ്പോൾ ഫുൾ ബ്ലൈൻഡ് ഓർ ഹാഫ് ബ്ലൈൻഡ് ആയിട്ട് ജനിക്കും. കണ്ണില്ലാത്ത, കാഴ്ചയില്ലാത്ത ചെറുമക്കളെ ചുമക്കാൻ നിങ്ങൾക്ക് പടച്ചോൻ അവസരം തരും. മറക്കണ്ട, ഇന്നത്തെ ദിവസവും എൻ്റെ പേരും. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ തിരുവനന്തപുരമാണ് എൻ്റെ സ്ഥലം, ആറ്റിങ്ങക്കാരനാണ്. അവിടെ വന്ന് നിങ്ങൾക്ക് എന്നെ വെടിവെച്ച് കൊല്ലാം. അതല്ല എങ്കിൽ ഇന്നു മുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. മറക്കണ്ട. അപ്പം നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് ഞാൻ ചിലടത്ത് പറയാറുണ്ട്, ഒരു ഇസ്ലാം സഹോദരൻ്റെയോ സഹോദരിയുടെയോ, ഒരു നല്ല ഇസ്ലാം സഹോദരൻ്റെയോ സഹോദരിയുടെയോ മനസ്സിനകത്തേക്ക് ഹൃദയത്തിൽ സ്ഥാനം കിട്ടണമെങ്കിൽ പടച്ചോൻ്റെ അനുഗ്രഹം വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആ സഹോദരങ്ങൾ തന്നെ സ്നേഹം വാരിക്കോരി കൊടുത്ത്, സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മരിച്ച് സ്നേഹിക്കുന്നവരാണ്, സ്നേഹം വാരിക്കോരി കൊടുത്ത് തൻ്റെ സ്വന്തം മക്കളെ നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് എനിക്ക് പലയിടത്തും കാണേണ്ടി വന്നത്. ഇതെന്തുകൊണ്ട് തുറന്നു പറയുന്നു എന്ന് പറഞ്ഞാൽ, തുറന്നു പറയലാണ് എൻ്റെ പണി. ഞാനിവിടെ വന്നത് നിങ്ങളെ സുഖിപ്പിക്കാനൊന്നുമല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അപ്രിയങ്ങളാണെങ്കിലും സത്യം സത്യമായി തന്നെ നീ പറയണം. സത്യം പറയുകയും സത്യം അനുഷ്ഠിക്കുകയും സത്യത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നവനാണ് സത്യവിശ്വാസി. അതാരായാലും, ഈ ലോകത്ത് ആരായാലും സത്യത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവൻ്റെ പേരാണ് സത്യവിശ്വാസി. അങ്ങനെ പറയുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ തന്നെ പറയാം,
എൻ്റെ തിരിച്ചറിവില്ലാത്ത കാലത്തിൽ ഞാൻ അസത്യത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പല പണികളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മുമ്പ് പറഞ്ഞവരെന്ത്, പിന്നെ പറഞ്ഞവരെന്ത്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ പറയുന്നു, നിങ്ങൾക്കുള്ള പണി ഇവിടെ തന്നെ കിട്ടും. നീ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി നന്മ നിനക്ക് ഇവിടെ തന്നെ കിട്ടും. ആദ്യം നീ തിന്മയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി തിന്മ നിനക്ക് ഇവിടെ തന്നെ കിട്ടും. അത് യാതൊരു സംശയമില്ല. ബാക്കിയുള്ളത് അവിടെ. നമുക്കാദ്യം ഇവിടെക്കുറിച്ച് ചർച്ച ചെയ്യാം. അവിടെ എന്നുള്ളത് രണ്ടാമത്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒന്നുണ്ട്, നന്മ ചെയ്യുക, നല്ലവരായിരിക്കുക. ദൈവം ഉണ്ടെങ്കിൽ എന്ത് ലഭിക്കും? സ്വർഗം ലഭിക്കും. ആണല്ലോ. തിന്മ ചെയ്ത് മോശപ്പെട്ട പ്രവൃത്തിയോട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ദൈവം ഉണ്ടെങ്കിൽ എന്ത് ലഭിക്കും? നരകം ലഭിക്കും. ഈ കാര്യം ഉറപ്പാണ്. അപ്പൊ എന്ത് തന്നെയായാലും നന്മ ചെയ്യുകയും നല്ലവരായിരിക്കുകയും ചെയ്യുന്നതല്ലേ നല്ലത്? സ്വർഗം ലഭിക്കുമല്ലോ. അപ്പൊ സ്വർഗത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ രണ്ടാമത്. ആദ്യം നമുക്ക് ഇവിടത്തെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവാം. ഞാൻ കേരളത്തിൽ നിന്ന് വന്നാണ്. കേരളത്തെക്കുറിച്ച് ഒരു ഉത്കണ്ഠയും വേണ്ട. ഏറ്റവും നല്ല സംസ്ഥാനമാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്, നല്ല ഗവൺമെൻറ്റാണ്. അതിനേക്കാൾ എല്ലാം ഉപരി നല്ല പോലീസിങ് സംവിധാനമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ അടുത്ത കാലത്തുണ്ടായ ചില മോഷണങ്ങളും പലരെയും പറ്റിച്ച് നടന്നിട്ടുള്ള ചില കള്ളനെയൊക്കെ നമ്മുടെ പോലീസ് ഈസി ആയിട്ട് പോയി പിടിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്തു. ഭയങ്കര മിടുക്കരാണ്, ഭയങ്കര സ്മാർട്ടാണ്, യാതൊരു സംശയമില്ല. അവിടെയൊന്നും ഒരു പ്രോബ്ലവും വലുതായിട്ടില്ല. അപ്പൊ സാമൂഹ്യ സുരക്ഷ എന്നിവിടെ പറഞ്ഞു, മൂല്യബോധം എന്ന് പറഞ്ഞു. ഇതാണ് വിഷയം. സാമൂഹ്യ സുരക്ഷയ്ക്ക് ഗവൺമെന്റിന്റെ നയങ്ങൾ വരട്ടെ, കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമം വരട്ടെ, പോലീസിന്റെ നിയമം വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ആദ്യം നമുക്ക് നമ്മുടെ മക്കളെ, നമുക്ക് നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തിരിച്ചറിവാണ് ആവശ്യം. ഇന്റർനാഷണലും ഗ്ലോബലൈസേഷനും അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എൻ്റെ ക്ലാസ്സുകൾ വളരെ സിമ്പിളാണ്, വളരെ ചെറുതാണ്. പാവപ്പെട്ട സാധാ മനുഷ്യന് മനസ്സിലാകണം എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രഭാഷണങ്ങൾ നടത്തുന്നത്. സാധാരണ അത് റിയാലിറ്റി ഷോ ആണ്. ഇവിടെ റിയാലിറ്റി ഷോ ആയിരിക്കും എന്ന് വെച്ചാണ് ഞാൻ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നത്, CD-യും സാധനമൊക്കെ കൊണ്ടുവന്നത്. പിന്നെ മനസ്സിലായത് ജസ്റ്റ് കുറച്ച് സമയമുള്ള പ്രഭാഷണം മാത്രമേ ഉള്ളൂ. റിയാലിറ്റി ഷോകളിൽ അത്ഭുതങ്ങൾ നടക്കുന്നു, പ്രഭാഷണങ്ങളിൽ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതം നടക്കും. നടത്തുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ഒരാൾ വരുമെന്ന് പറഞ്ഞു, അദ്ദേഹം വന്നു കഴിഞ്ഞു, അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം എത്തിച്ചേർന്നു എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുന്ന ആൾക്കാർ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കാറിൻ്റെ ഇടയിൽ പോയി ചാടിച്ചെത്തേനെ. അദ്ദേഹത്തിൻ്റെ പേരാണ് പടച്ചോൻ, ദൈവം എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മളോടൊപ്പം തന്നെയുണ്ട്. പക്ഷെ ആരിലേക്ക് അദ്ദേഹം കയറും എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല മനസ്സ്, സത്യസന്ധത, നന്മ. ഈ കുട്ടികൾക്ക് കണ്ണിന്റെ കാഴ്ച ഇല്ലാതാക്കിയത് എങ്ങനെയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭൗതിക വസ്തുക്കളുടെ അമിതമായ ഉപഭോഗം. മൊബൈൽ ഫോണുകൾ വേണം, വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ആ മൊബൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിക്കുകയും പലരും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നത് എന്ത് തന്നെ ആവട്ടെ, അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തും വലിയ പവർഫുൾ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ റേഡിയേഷൻ അടിച്ചും മൊബൈലിൻ്റെ റേഡിയേഷൻ അടിച്ചും ഈ കുഞ്ഞു കണ്ണുകളിലെ റെറ്റിനയിലെ റോഡ്സും കോൺസും എന്ന് പറയുന്ന ബയോളജി സയൻസ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഇതെല്ലാം അടിച്ച് നമ്മുടെ ഈച്ച് ആൻഡ് എവരി ക്യാരക്ടർ എന്ന് പറയുന്നതിനെ കൺട്രോൾ ചെയ്യുന്നത് ജീൻസാണ്. ഇട്ടേക്കുന്ന ജീൻസ് അല്ല, ക്രോമസോമും ജീനും. അതുകൊണ്ടാണ് അമേരിക്ക ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് 35,000 ജീനുകൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ടെന്ന് കണ്ടുപിടിക്കുകയും റിപ്പോർട്ട് ചെയ്തത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. ഏത് ജീൻ കൊണ്ടാണ് തൊലിയിലെ സോറിയാസിസ് വരുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോബ്ലം വരുന്നത്, അല്ലെങ്കിൽ ക്യാൻസർ വരുന്നത്, ഇങ്ങനെയുള്ള ഓരോ രോഗങ്ങൾ കണ്ടെത്തിയിട്ട് അത് കട്ട് ചെയ്ത് ദൂരെ കളയാൻ വേണ്ടിയാണ് ആ പ്രോഗ്രാം കണ്ടുപിടിച്ചത്. അപ്പം നമ്മളിതെല്ലാം ഇന്ന് കുറച്ച് ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകും. ഞാൻ നിങ്ങളുടെ ബുദ്ധിയെ ക്ഷണിക്കുന്നു, ഞാൻ നിങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും ക്ഷണിക്കുന്നു. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. എന്നിട്ട് അവനവൻ സ്വന്തം മനസ്സും സ്വന്തം ബുദ്ധിയും കൊണ്ട് ആലോചിക്കുക. ശരി എന്ന് തോന്നുകയാണെങ്കിൽ നീ എടുക്കുക, ഇല്ലെങ്കിൽ ഇവിടെ കളഞ്ഞിട്ട് പോവുക. നിനക്ക് ഒരു നഷ്ടവും സംഭവിക്കത്തില്ല. പക്ഷെ ശ്രദ്ധാപൂർവം ഇരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അത് ലഭിക്കൂ. ഈ കുഞ്ഞുമക്കളെ, ഇവിടെയുള്ള കുഞ്ഞുമക്കളെ ജീൻസ് ഇട്ടുകൊണ്ട് വന്ന, അല്ലെങ്കിൽ ജീൻസുകൾ ഇടിപ്പിച്ചുകൊണ്ട് വന്ന ഉമ്മമാരും വാപ്പമാരുടെയും കൈയൊന്നും എനിക്ക് കാണണ്ട. പക്ഷേ നിങ്ങൾ അറിയുന്നില്ല, വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ കുഞ്ഞുമക്കൾക്ക് മക്കളുണ്ടാകുമെന്ന് വിചാരിക്കേണ്ട. ഞാനിത് പറയുന്നത് ജനറലൈസേഷനാണ്. ചിലർ എന്നോടൊപ്പം ചാനലിൽ വന്ന ഒരു സഹോദരി ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ലൈഫ് ലോങ് ആണ് ജീൻസ് ഇട്ടത്, രാജസ്ഥാനിലാണ്, രാജസ്ഥാൻ മരുഭൂമിയിലല്ല അവർ ഇറങ്ങി നിന്നത്, അവർ AC റൂമിനകത്താണ് ഇരിക്കുന്നത്. അപ്പം ലൈഫ് ലോങ് ജീൻസ് ആണ് ഇട്ടത്, എനിക്ക് പ്രോബ്ലം ഒന്നും വന്നില്ല. പ്രോബ്ലം വന്നില്ല എങ്കിൽ വരാൻ പോകുന്ന വളർന്നു വരുന്ന അവരുടെ മക്കളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും. ക്വാളിറ്റി എങ്ങനെയെന്ന് 2ലും 3ലും പഠിക്കുമ്പോൾ അറിയാൻ പറ്റില്ല, കുറച്ചുകൂടെ പഠിച്ചു കഴിയുമ്പോൾ ബാക്കി മനസ്സിലാവും എങ്ങനെ എന്ന്. അപ്പോൾ ഭൗതിക വസ്തുക്കളുടെ അമിതമായ ആസക്തിയും ഉപയോഗത്തിൻ്റെ ഫലമായി തന്നെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മക്കളുണ്ടാകാൻ ചാൻസ് കുറയും. അതുപോലെ തന്നെ ക്യാൻസർ, ധാരാളം പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്തു പോകാം. അത് ശ്രദ്ധയോടെ ഇരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ എന്തെങ്കിലും കുറച്ച് കിട്ടൂ.
അതുകൊണ്ടാണ് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗം ഭഗവാൻ, ആ പടച്ചവൻ സ്രഷ്ടാവ് ശ്രീകൃഷ്ണനിലൂടെ അർജുനന് കൊടുത്തത്. എന്താ കൊടുത്തത്? സത്യം അറിയണം എന്നാഗ്രഹിക്കുന്ന, ആത്മജ്ഞാനം നേടണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ മാത്രമേ പ്രഭാഷണം നടത്താവൂ. അല്ലാതെ ലൗകിക സുഖഭോഗികളുടെ മുമ്പിൽ പ്രഭാഷണം നടത്താൻ പോകരുത്. അവർക്ക് ചെറിയ മൊബൈലിന് പകരം വലിയ മൊബൈൽ, ചെറിയ കാറിന് പകരം വലിയ കാർ, ചെറിയ ഫ്രിഡ്ജിന് പകരം വലിയ ഫ്രിഡ്ജ്, ഇങ്ങനെ ഓരോ വസ്തുക്കളുടെയും പുറകെ പൊക്കൊണ്ട് ആസക്തമായി നടക്കുന്ന ആ മനസ്സിന് ഒരിക്കലും ശാന്തിയില്ലാതെ അവസാനം നരകത്തിൽ പതിക്കും എന്ന്. ഞാൻ 3 നരകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, 3 സ്വർഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അത് നമുക്ക് വരുന്ന വഴിയിൽ തമ്പുരാൻ തരുന്നതിനനുസരിച്ച് പറയാം. എന്നാൽ അറിവ് തേടണം എന്നാഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ പറയണം എന്ന് ബൈബിളിലൂടെ കടന്നുപോയി. ആ ബൈബിളിൽ ആ തമ്പുരാന്റെ സ്രഷ്ടാവിന്റെ വചനങ്ങൾ ജീസസ് ക്രൈസ്റ്റിലൂടെ എത്തിച്ചേർന്നു. എന്താ ബൈബിളിൽ സുഭാഷിതങ്ങൾ പറഞ്ഞിരിക്കുന്നത്? ആ പറഞ്ഞിരിക്കുന്ന വചനം ഇത് തന്നെയാണ്. പരിഹാസകന്റെ മുമ്പിലും വിഡ്ഢികളുടെ മുമ്പിലും ഭോഷന്റെ മുമ്പിലും പ്രസംഗിക്കാൻ പോകരുത്, ജ്ഞാനം കൊടുക്കാൻ പോകരുത്. നീ പറയുന്നതിലെ ജ്ഞാനം എന്താണെന്ന് അവർക്ക് മനസ്സിലാകില്ല. അവർ നിന്നെ പരിഹസിക്കും, വേണമെങ്കിൽ ക്ഷതവും ഏൽപ്പിക്കുമെന്ന്. അതാണ് ഈ മൂല്യബോധന ജാഥയിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ എത്തിയപ്പോൾ ലാസ്റ്റിൽ എനിക്കൊരു കൂക്കായിട്ട് ഒരു പെൺകുട്ടിയിൽ നിന്ന് കിട്ടിയത്. പക്ഷേ അതൊരു വലിയ ഗിഫ്റ്റായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു. ആ ഒരു കൂക്ക് കിട്ടിയത് കൊണ്ട് എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റി. യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. കാരണം അവിടെ ഞാൻ വിശുദ്ധ ഖുർആൻ വായിച്ചു വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നിന്റെ നന്മകളെ വളച്ചൊടിച്ച് തിന്മകളാക്കി മാറ്റിക്കാൻ വേണ്ടി കുറെ പേർ പരിശ്രമിച്ചാൽ അവരിലൂടെ തന്നെ നിന്റെ യശസ്, നിന്റെ കീർത്തി ഞാൻ വർദ്ധിപ്പിക്കുമെന്ന്. അതിൻ്റെ അർത്ഥം എനിക്ക് അനുഭവം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പഠിച്ചത്, മനസ്സിലാക്കിയത്. അപ്പൊ ചിന്തിക്കുമ്പോൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിനകത്തുണ്ടാകും. അത് കഴിഞ്ഞ് വിശുദ്ധ ഖുർആൻ വായിച്ച് പഠിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അദ്ദേഹം പറയുന്നു, ദൈവം പറയുന്നു, സ്രഷ്ടാവ് പറയുന്നു, ഓരോ അറിവുള്ളവനും മനസ്സിലാക്കുക, അവനേക്കാൾ അറിവുള്ളവൻ അവന് മുകളിലുണ്ട് എന്ന്. ഇന്നലെ വരെ ഒരു തുള്ളി അറിവും കിട്ടിക്കൊണ്ടാണ് നമ്മളെല്ലാവരും ഗ്യാസ് പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ എന്തൊക്കെയാണ്, ഞാൻ ആരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു. കിട്ടിയതൊരു തുള്ളി അറിവ് മാത്രമാണ്. അതുപോലും നേരെ ചൊവ്വയില്ല. നീ അറിവ് തേടി നടക്കുമ്പോൾ നിനക്ക് സ്വർഗത്തിലേക്കുള്ള ദൂരം ഞാൻ കുറച്ചു തരും എന്ന വചനം ആലോചിക്കണം. ഇന്ന് എന്താ സംഭവിക്കുന്നത്? അമ്മ എന്ന് പറയുന്ന സഹോദരി ഭർത്താവിനോട് വലിയ വലിയ നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഹസ്ബൻഡായിട്ടുള്ള ഭർത്താവായിട്ടുള്ള പുള്ളിക്കാരൻ പറയും, നീ എവിടെ മിണ്ടാണ്ടിരിക്കും, നിനക്കൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞോളാം, എനിക്കെല്ലാം അറിയാം എന്ന്. ഭർത്താവ് എന്ന് പറയുന്ന മഹത് വ്യക്തി വെളിയിലിറങ്ങി പല കാര്യങ്ങളും അറിഞ്ഞിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറയാൻ ഭാര്യയുടെ മുമ്പ് വരുമ്പോൾ ഭാര്യ എവിടെ പറയും, നീ എവിടെ മിണ്ടാണ്ടിരി. ഇന്നലെ ഞാൻ കണ്ടു, ലുലുവിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഒരു ഭർത്താവ് ഒരു വലിയ കാര്യം പറയാൻ വേണ്ടി ഭാര്യയുടെ അടുത്തേക്ക് വരുമ്പം ഭാര്യ കൈ ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെയാണ്. അതോടുകൂടി അദ്ദേഹം മിണ്ടാതെ നിൽക്കുന്ന ഒരു കാഴ്ച കാണും. അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി അദ്ദേഹം വരുമ്പോൾ ഭാര്യ പറയും, നിങ്ങളവിടെ മിണ്ടാണ്ടിരിക്കും, നിങ്ങൾക്കൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞോളാം എന്ന് പറയും. എന്തു തന്നെയായാലും വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ന് LP സ്കൂളിലും UP സ്കൂളിലും ഹൈസ്കൂളിലും പഠിക്കുന്ന നിങ്ങളുടെ മക്കൾ ഇപ്പം പറഞ്ഞ് ഇത് കേട്ട് പറഞ്ഞു തുടങ്ങി, ഉമ്മയും ബാപ്പയോടെ മിണ്ടായിരിക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഉണ്ണാക്കും അറിയില്ല, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ചെയ്തോളാം. ഇതിന്ന് ഓരോ കുടുംബങ്ങളിലും അരങ്ങേറി കഴിഞ്ഞു. പുതിയ പുതിയ തലമുറയിലെ ന്യൂ ജനറേഷൻ കുട്ടികളിൽ പലർക്കും അമ്മയുടെ ഉമ്മയുടെയും വാപ്പയുടെയും ഉപ്പുപ്പയുടെയും ഉമ്മുമ്മയുടെയും അമ്മുമ്മയുടെയും അപ്പുപ്പൻ്റെയും ഒന്നും ഒരു അനുഭവജ്ഞാനവും വേണ്ട. ന്യൂ ജനറേഷൻ്റെ കലാപരിപാടി മതി. ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ബുദ്ധിയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? അവർ ഓൾഡ് ജനറേഷൻ്റെ അനുഭവജ്ഞാനം കരസ്ഥമാക്കാൻ ശ്രമിക്കും. അങ്ങനെ ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ ആയിരുന്ന സമയങ്ങളിൽ അവർക്കുണ്ടായിരുന്ന പരാജയങ്ങൾ, അവർക്ക് അനുഭവപ്പെട്ട പരാജയങ്ങൾ, അവിടെ പരാജയപ്പെടാതെ ന്യൂ ജനറേഷന് അതിജീവിച്ച് പോകാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ്. അതിലൂടെയാണ് വേദങ്ങളിൽ എത്തിച്ചേർന്നപ്പോൾ, വേദങ്ങൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇതെനിക്ക് നേരത്തെ 10-25 വർഷം മുമ്പേ കിട്ടിയിരുന്നുവെങ്കിൽ, ഈ അറിവ് എനിക്ക് നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്റർനാഷണൽ ഫേമസ് ആയനെ, അല്ലെങ്കിൽ എനിക്ക് സമൂഹത്തിൽ അന്നേ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്ന് കേരളത്തിൽ എനിക്ക് 10 ലക്ഷത്തോളം സഹോദരങ്ങളെ ഉള്ളൂ. ഈ ഒരു വിഷയം വന്നതോടുകൂടി 1 കോടിയിലധികം ജനങ്ങൾ എന്നെ അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ അറിവ് തേടി നീ നടക്കണം. അറിവാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പക്ഷെ നമ്മളിൽ പലരും ഓടുന്നതിനാ കോടികൾക്ക് പുറകെയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തരാം, നിന്റെ ബാങ്കിലേക്ക് ഞാൻ 1 കോടി രൂപ കൊണ്ടിട്ട് തരാം. നിനക്ക് ഈ ജീവിതകാലം മുഴുവൻ സന്തോഷം വരുമോ? ഇല്ല. നിനക്ക് കാറില്ലാത്തതാണ് പ്രോബ്ലം എങ്കിൽ ഒരു കാഡിലാ കാറോ BMW മെഴ്സിഡസ് ബെൻസോ അല്ലെങ്കിൽ അതിനേക്കാൾ വില കൂടിയ ഒരു കാർ ഞാൻ വാങ്ങിച്ചു തരാം. നിനക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം വരുമോ? ഇല്ല. എന്നാൽ ആ പടച്ചവന്റെ ദൈവത്തിന്റെ കൃപാകടാക്ഷം, അനുഗ്രഹം എന്ന് പറയുന്ന അദൃശ്യ കരങ്ങളുടെ സ്പർശനം നിനക്ക് എക്കാലവും ഒന്ന് കിട്ടിത്തുടങ്ങിയാൽ പിന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും, അത് വിട്ടുപോകില്ല. കിട്ടാനാണ് പ്രയാസം.
ഈ ഇരിക്കുന്ന നിങ്ങൾ മെജോറിറ്റിയും സത്യവിശ്വാസികളായ സഹോദരങ്ങളാണ്. നിങ്ങൾ എത്രയോ വർഷം കൊണ്ട് നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. പക്ഷേ നിങ്ങളിൽ 80% പേരുടെ കുടുംബങ്ങളിലും ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും മനപ്രയാസവും പ്രശ്നങ്ങളേ ഉള്ളൂ. എന്താ കാരണം? കാരണം അവിടെ പടച്ചവനില്ല എന്നുള്ളതാണ് സത്യം. ആ സത്യം നമ്മൾ തിരിച്ചറിയാൻ ആദ്യം പരിശ്രമിക്കണം. എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ പടച്ചവൻ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഇല്ല? ബാക്കിയെല്ലാം പ്രകടിപ്പിക്കുകയാണ്, പ്രദർശിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ദൈവമില്ല? ദൈവത്തിനെ കിട്ടാനുള്ള വഴിയാണ് പറയുന്നത്. അതിലൂടെ നമുക്ക് സാമൂഹിക സുരക്ഷയിൽ എത്തിച്ചേരാം. എനിക്ക് ദൈവത്തിനെ കിട്ടിയ ഒരു വഴി എൻ്റെ അനുഭവമുണ്ട്, അത് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. അപ്പോൾ ആ ദൈവത്തിനെ കിട്ടാനുള്ള ഒരു വഴി എന്തുകൊണ്ട് കിട്ടിയില്ല ഞാൻ ഇന്ന് ഇത്ര ബോൾഡായിട്ട് ഞാൻ പറയുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ മാറ്റങ്ങളുണ്ടാവും. ഞാൻ ജനറലിയാണ് പറയുന്നത്, എക്സെപ്ഷൻസ് എടുക്കരുതെന്ന് അപേക്ഷിക്കുന്നു. ഒരു മുക്കു കുടിലിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന പ്രഗത്ഭനായ വ്യക്തി ഉണ്ടായെങ്കിൽ എല്ലാ മുക്കു കുടിലുകളിലും APJമാരുണ്ടാകുന്നില്ല. ഉണ്ടാകുന്നോ? ഇല്ല. ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിന്റെയും കൗൺസിലറാണ്. എക്സൈസിന് ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഒരിടത്തുനിന്ന് എനിക്ക് കിട്ടി, ഒരു പയ്യൻ പറഞ്ഞു, എൻ്റെ വാപ്പ എൻ്റെ അച്ഛൻ കഴിഞ്ഞ 25 വർഷം കൊണ്ട് ചാരായം കുടിക്കുന്നു, അദ്ദേഹത്തിന്റെ ലിവറിന് ഒരു പ്രോബ്ലവും ഇല്ലല്ലോ സാർ എന്ന്. അപ്പോൾ ഒരിടത്ത് ഒരച്ഛൻ 25 വർഷം കൊണ്ട് ചാരായം കുടിച്ചപ്പോൾ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് നാളെ രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ, എല്ലാവരും ചാരായം കുടിച്ചോളൂ എന്ന്. അപ്പോൾ എക്സെപ്ഷൻസ് എടുക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എബോവ് 90% വരുന്ന ജനറൽ കാര്യങ്ങളാണ്. ഇവിടെ സത്യമായി തന്നെ പറയണം. തല പോയാലും സത്യമായി പറയുന്നവനാണ് സത്യവിശ്വാസി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 24 വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്ന് കൈപൊക്കിയേ. 5 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള കുട്ടികൾ കൈപൊക്കിയേ. നേരെ പൊക്കിയേ. ഓക്കെ, സന്തോഷം, കാത്തിട്ടോളൂ. നിങ്ങൾ ആരാണ്? ഞാൻ NCERTയുടെയും കൗൺസിലറാണ്. CBSE NCERT WHO NCERT നിങ്ങൾക്ക് ഇട്ടേക്കുന്ന പേരെന്തെന്നറിയാമോ? യു ആർ ദി ഫ്യൂച്ചർ പാരൻസ് എന്നാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിലെ ഹസ്ബൻഡും വൈഫും വാപ്പയും ഉമ്മയും ആകാൻ പോകേണ്ടവരാണ് നിങ്ങൾ. യെസ് ഓർ നോ? ലൗഡർ. നിങ്ങൾ അനക്കം കൂടെ വെക്കണം. യെസ് ആണല്ലോ. അപ്പോൾ ഒരു ഉൾക്കാഴ്ച ആദ്യത്തെ നമ്മുടെ കണ്ണിലേക്ക് എത്താൻ പോവാണ്. ഈ കണ്ണുകൊണ്ടല്ല. നിങ്ങൾ എന്നെ നോക്കരുത്, എൻ്റെ താടി നോക്കരുത്, ഞാൻ ആരും നോക്കുകയരുത്. അതുകൊണ്ടാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു തന്നത്. ആര് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പറയുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കേരളം സംസ്ഥാനത്തിൽ പലപ്പോഴും എന്ത് പറയുന്നു എന്നുള്ളതല്ല നോക്കുക, ആര് പറയുന്നു എന്നാണ് നോക്കുന്ന ഗതികെട്ട അവസ്ഥയിലെത്തിയത്. പലരും ഞാൻ പലതും പറഞ്ഞപ്പോൾ നോക്കി ഇവൻ ആരാണ്, ആരുടെ കൂടെയാണ് ഇവൻ നിൽക്കുന്നത് എന്ന്. ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ചിലർ എനിക്കെതിരെ അല്ലെങ്കിൽ പ്രവർത്തിച്ചു അല്ലെങ്കിൽ പ്രതികരിക്കുന്നു. എനിക്കതിൽ വിഷയമില്ല, ദൈവം നോക്കിക്കൊള്ളു. ഞാൻ പൂർണ്ണമായി കോൺഫിഡൻ്റ് ആണ്. ഈ കൈപൊക്കിയ കുട്ടികൾ വരാൻ പോകുന്ന ഭാവിയിലെ പാരൻസാണ്. ബാക്കിയുള്ള പാരൻസ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പെട്ടിയിലാവാൻ പോകുന്നവരാണ്. അധികകാലമൊന്നും പോവില്ല, ഉറപ്പാണ്. ഞാൻ പേടിപ്പിക്കുന്നു എന്ന് വിചാരിക്കരുത്. ഐ വിൽ ഷോ യു ദി സോളിഡ് എവിഡൻസ്. ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം സംസാരിക്കുന്ന ആളാണ്. എനിക്ക് ആരെയും സോപ്പിടേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ കാണുന്നവരെയും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മനസ്സിൽ വാക്കുകൾ തങ്ങി നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. ഈ കൈപൊക്കിയ എൻ്റെ സുന്ദരികളും സുന്ദരന്മാരുമായ കുഞ്ഞുമക്കളെ, സത്യമായി തന്നെ പറയുക, കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് 2012 എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം, ഒരു വർഷത്തിനകത്ത് നിന്റെ സ്വന്തം ഉമ്മയോടും വാപ്പയോടും അച്ഛനോടും അമ്മയോടും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു തരത്തിലും ഒരു കള്ളത്തരവും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു കുട്ടിയെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന്റെ നാമത്തിൽ സത്യമായെന്ന് കൈപൊക്കുകയും ഇല്ല. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഇല്ലാത്തതിൻ്റെ കാര്യം. ഇത് ഞാൻ ഒരിടത്ത് പറഞ്ഞപ്പോൾ ഒരു മഹാനായ ഒരു വാപ്പയല്ല ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ, കള്ളം പറയില്ലേ കുട്ടികളാവുമ്പോൾ? അതെ, അതുകൊണ്ട് അതുപോലെയുള്ള കോപ്പിയാണ് ഇപ്പോൾ ഉണ്ടായത്, മാറ്റമൊന്നുമില്ല. അപ്പൊ കള്ളം പറഞ്ഞിരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, പറഞ്ഞിരുന്നുവെങ്കിൽ അതിൽ നിന്ന് മാറി സത്യസന്ധത പുലർത്താൻ ശ്രമിക്കുക. ഞാൻ എന്താ ചോദിച്ചത്? സ്വന്തം മാതാപിതാക്കളോട് കള്ളം പറയാത്തവർ കൈപൊക്കാനാണ് പറഞ്ഞത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 10 മാസം നിന്നെ ഗർഭപാത്രത്തിൽ, ഇത് പറയുമ്പോൾ ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാർ, സഹോദരിമാർ സ്വന്തം വാപ്പയും ഉമ്മയും കൂടെ ഓർക്കണം. സ്വന്തം അമ്മയും അച്ഛനെയും അവരെ നിങ്ങൾ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരോട് നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെ നിങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലിശ സഹിതം തിരിച്ചടിച്ചിരിക്കും സഹോദരങ്ങളെ. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന ന്യൂട്ടന്റെ 3rd ലോ വെറും ലോ ഒന്നുമല്ല, അതാണ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. അത് വന്നിരിക്കും. നീ ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പലിശ സഹിതം ചേർത്ത് നിനക്ക് തിരിച്ചു വരും. ഇവിടുത്തെ ബാങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ബാങ്കിൽ.
നീ ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചടിച്ചിരിക്കും. അല്പം താമസിച്ചാണെങ്കിൽ പലിശ കൂടെ ചേർന്ന് കൊണ്ടുവരും, യാതൊരു സംശയവുമില്ല. അപ്പം നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ തുറന്ന് കാണുക. ഈ കണ്ണല്ല, അകക്കണ്ണെന്ന് പറയുന്നൊരു കണ്ണുണ്ടെങ്കിൽ തുറന്ന് കാണുക. നീ കുഞ്ഞു മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എത്രയോ കാലം കൊണ്ട് നിസ്കരിച്ചും പ്രാർത്ഥിച്ചും നോമ്പനുഷ്ഠിച്ചും ഒക്കെ ജീവിച്ചിട്ട് സ്വന്തം ഉമ്മയെയും വാപ്പയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. ആലോചിക്കും, ശക്തമായി ആലോചിക്കും. അല്ല, ഇതിനു വേണ്ടി വാങ്കുവിളിക്കുന്നതിനനുസരിച്ച് നിർത്താൻ വേണ്ടിയാണെങ്കിൽ 24 മണിക്കൂറിൽ ഒരു പണിയും നടക്കില്ല. അത് മാത്രം. കാരണം ലോകം മുഴുവൻ ഓരോ സെക്കൻഡിലും കണ്ടിന്യൂസ് ആയി ചെയിനായി നടക്കുന്ന ഒരേ ഒരു സംഭവം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ണുള്ളവർ തുറന്നു കാണും. ഇത്രയും മനോഹരമായ മിനുക്കങ്ങൾ വെച്ച ഡ്രസ്സുകളും ഇട്ടുകൊണ്ട്, ഇത്രയും മനോഹരമായിട്ടുള്ള ചുരിദാറുകളും ഡ്രസ്സുകളും ഇട്ടുകൊണ്ട്, ഇത് വാങ്ങിച്ചു തന്ന വാപ്പ ഇരുട്ട വെളുക്ക കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ പട്ടിണിക്ക് കിടന്നുകൊണ്ട് കൂലിപ്പണിയും ചെയ്തുകൊണ്ട് വെയിലും അടിച്ചുകൊണ്ട് ഈ വാപ്പ കുടുംബത്തിന് വേണ്ടി ഓടി നടന്ന് പണം ഉണ്ടാക്കി കൊണ്ടുവന്ന് നിനക്ക് എല്ലാ വസ്ത്രങ്ങളും വാങ്ങിച്ചു തന്നപ്പോൾ നിനക്ക് നിന്റെ വാപ്പയോട് കള്ളത്തരം പറയാൻ ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല. ഒരു സെക്കൻഡ് വേണ്ടി വന്നില്ല എൻ്റെ മക്കളെ അച്ഛനെ പറ്റിക്കാൻ, വാപ്പയെ പറ്റിക്കാൻ. നിന്നെ തിരിച്ചടിക്കുന്ന 2 മക്കൾ നിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമെന്നുള്ളത് വരാൻ പോകുന്ന മറ്റൊരു സത്യം. നിന്നെ 10 മാസക്കാലം ഗർഭപാത്രത്തിൽ ചുമന്നുകൊണ്ട് നടന്ന് നേരെ ചൊവ്വേ ആഹാരം കഴിക്കാതെ, നേരെ ചൊവ്വേ കുടിക്കാതെ, ഇരിക്കാൻ പറ്റാതെ, കിടക്കാൻ പറ്റാതെ, നടക്കാൻ പറ്റാതെ, ടോയ്ലറ്റിൽ പോലും പോയി ഇരിക്കാൻ പറ്റാതെ, നേരെ ചൊവ്വേ എങ്ങനെ സ്വസ്ഥത ഒന്ന് അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും കഠിനമായി വിഷമം അനുഭവിച്ച്, പീഡനം അനുഭവിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉമ്മമാർ നിങ്ങളെ നൊന്ത് പ്രസവിച്ച് 24 മാസം അല്ലെങ്കിൽ 3 വർഷം, 2.5 വർഷക്കാലം ആ രക്തം പാലാക്കി മാറ്റി ആ പാല് തന്ന് നിങ്ങളെ തടിപ്പിച്ച് കൊഴുപ്പിച്ച് നല്ല ശരീരത്തിൽ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം വാപ്പയും ഉമ്മയും അച്ഛനെയും അമ്മയും പറ്റിക്കാൻ നിങ്ങൾക്ക് ഒരു മടിയും തോന്നിയില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള നിങ്ങളെ പടച്ചോൻ അനുഗ്രഹിക്കണം, അല്ലേ? നാട്ടുകാരോട് കള്ളം പറയാം, കാരണം മിക്കവാറും നാട്ടുകാരെല്ലാവരും കള്ളന്മാരാണ്. കൂട്ടുകാരന്മാരോടും കുറെ കള്ളം പറയാം, കൂട്ടുകാർ മിക്കവരും കള്ളരാണ്. അവരോടൊന്നും ഞാൻ ചോദിക്കില്ല. പക്ഷേ നിനക്ക് വേണ്ടി ജീവിച്ചു മരിക്കുന്ന, നിനക്ക് വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സ്വന്തം അമ്മയും അച്ഛനെയും ഉമ്മയും വാപ്പയും അതിന് നീ ഏതെങ്കിലും നെഗറ്റീവ് തരത്തിൽ പെരുമാറിയാൽ പടച്ചോൻ വളരെ പെട്ടെന്ന് കണക്ക് നോക്കുന്നവനാണ്. നിനക്ക് തിരിച്ചടി കിട്ടിയിരിക്കും, ഉറപ്പായി കിട്ടിയിരിക്കും. നീ നെഞ്ചിലിട്ട് വളർത്തുന്നതും അല്ലാതെ രീതിയിൽ വളർത്തുന്നതും ആടെ ആഭരണങ്ങൾ കൊടുത്ത് വളർത്തുന്നവരും എല്ലാം ഒളിച്ചോടാനും, അല്ലെങ്കിൽ കഴുകൻ ഒരു തള്ളക്കോഴിയുടെ അടുത്ത് നിന്ന് കുഞ്ഞൻ കോഴി അകന്നു കഴിയുമ്പോൾ കഴുകന്മാർ പൊക്കിക്കൊണ്ട് പോകുന്ന കണക്ക് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ പൊക്കിക്കൊണ്ട് പോകാനും, പൊക്കിക്കൊണ്ട് പോവുകയല്ല പൊക്കിക്കൊണ്ട് പൊക്കോളണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ പുറകെ ഓടാനും ആസക്തി മൂത്ത് വെപ്രാളം കൊണ്ട് നിൽക്കുന്ന നമ്മുടെ യുവ തലമുറയിലെ പെൺകുട്ടികൾ, 1ാം ക്ലാസ് മുതലല്ല 4ാം ക്ലാസ് മുതൽ ഡിഗ്രി ക്ലാസ് വരെയുള്ള പെൺകുട്ടികളും അതിനനുസരിച്ച് തന്നെയുള്ള പയ്യന്മാരും. എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അനുഭവം, മെനഞ്ഞാന്നിവിടെ ഡേ ടു ഡേ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ ചുമ്മാ ഞാൻ നടക്കാൻ പോയി കയറിയപ്പോൾ ഞാൻ ചിറയിൻകീഴ് സ്കൂളിൽ പഠിപ്പിച്ച ഒരു പയ്യൻ അവിടെയുണ്ട്. പേര് ഞാൻ പറയില്ല, ഒരു ഇസ്ലാം സഹോദരൻ അവനുണ്ട്. മറ്റൊരു പയ്യൻ ഓടി വന്ന് പറഞ്ഞു, സാറിൻ്റെ സ്റ്റുഡൻ്റ് ഒരെണ്ണം ഇതിനകത്തുണ്ട് എന്ന്. ഞാൻ അവനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോൾ അവൻ തിരിഞ്ഞു നിൽക്കുന്നു. വിളിച്ച് തിരിപ്പിച്ചപ്പോൾ ഈ പയ്യനാണ്. പലപ്പോഴും സാറുമാരെ ഇൻസൾട്ട് ചെയ്ത് അനുസരിക്കാതെ പഠിക്കാതെ പലപ്പോഴും പാരൻസിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞയച്ചപ്പോൾ ഇന്ന് അവൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന അവസ്ഥയിലെത്തി. നാട്ടിൽ പണി ചെയ്താൽ നാണക്കേടാവുന്നു. പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല, ഏത് പണിക്കും അതിൻ്റെതായ മഹനീയതയുണ്ട്. പക്ഷെ ഇരിക്കുന്ന പല ചെറുപ്പക്കാരെ ഞാൻ പല പ്രാവശ്യം നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളിൽ പലരും എഞ്ചിനീയർമാരും IAS, IPS, ജഡ്ജിയും കേരളത്തിൽ നാട്ടിൽ തന്നെ ഒരുപാട് വലിയ പൊസിഷനിൽ എത്തിച്ചേരേണ്ട ചുണക്കുട്ടന്മാർ ഇതിനകത്ത് ഉണ്ട്. പക്ഷെ അവസരം പോയി. സമയം ജീവിതമാണ്. നമ്മൾ ഇന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ സമയവും ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ ഈ പയ്യൻ ഇന്നലെ പറഞ്ഞ സെന്റൻസ് ആണ്, സാർ ഞങ്ങൾ 4 പേരായിരുന്നല്ലോ കൂട്ട്, അതിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ പയ്യൻ ഇപ്പോൾ ഓട്ടോ ഡ്രൈവറാണ്. അവൻ മറ്റേ ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോയി. +2 പഠിക്കുമ്പോൾ തന്നെ അവർ വിളിച്ചോണ്ട് പോയി, ഒളിച്ചോടി. കൊള്ളാം. ഞാനപ്പോൾ ഇപ്പം പറയുന്നൊരു സെന്റൻസ് ഉണ്ട് എൻ്റെ സഹോദരങ്ങളെ, ജോലി കിട്ടാൻ എളുപ്പമാണ്, ഒരു പ്രോബ്ലം ഇല്ല. എന്ത് ജോലിക്കും എളുപ്പമാണ്. കേരളം ഒരു ഗൾഫാണ്, അറിയാമോ? അന്യസംസ്ഥാന തൊഴിലാളികൾ 20 ലക്ഷമാണ് ലാൻഡ് ചെയ്തേക്കുന്നത്. കാരണം അവിടെയുള്ള പലരും ഇവിടെ വന്ന് പണി ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് 20 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളി. ഒരു പണി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 600 രൂപയാണ് രാവിലെ തൊട്ട് ഉച്ചവരെ നിന്ന് കിളയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പണി ചെയ്താൽ കേരളത്തിൽ കിട്ടുന്നത്. 2, ഒരു കല്യാണം കഴിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുത്തിയെ വിളിച്ചോണ്ട് ഓടിയാൽ മതി. ഓടാൻ മുട്ടി നിൽക്കുന്ന പെൺകുട്ടികളുടെ എണ്ണവും കൂടുന്നു, വിളിച്ചോണ്ട് ഓടാൻ നിൽക്കുന്ന പയ്യന്മാരുടെ എണ്ണവും കൂടുന്നു. പ്രായം ഒരു പ്രശ്നമേ അല്ലാത്ത അവസ്ഥയിൽ കാര്യം പോകുന്നു. എൻ്റെ ഒരു സംശയം നിങ്ങൾ തീർത്തു തരണം.
നമ്മുടെ നാട്ടിൻപുറത്ത് തെങ്ങും തൈ നടാൻ വേണ്ടി എടുക്കുമ്പം മൂത്ത തേങ്ങ എടുക്കുവോ വെള്ളയ്ക്ക കരിക്കെടുത്ത് കുഴിച്ചു വയ്ക്കുവോ? ഏതെടുക്കും? മൂത്ത തേങ്ങ എടുക്കും. ഈ +2-നും ഡിഗ്രിക്കും പഠിക്കുമ്പോൾ ഒളിച്ചോടുമ്പോൾ ഇവർ കരിക്കിന്റെ പ്രായമല്ലേ? ഇവരിൽ നിന്നുണ്ടാകുന്ന മക്കൾ എങ്ങനെയായിരിക്കും? നാറിയതായിരിക്കും, അഴുകിപ്പോയതായിരിക്കും. മറക്കണ്ട, അത് സയൻസ്, ജനറ്റിക്സ്, അതവിടെ നിൽക്കട്ടെ. ആലോചിക്കും, നന്നായിട്ട് അകക്കണ്ണ് തുറന്ന് ആലോചിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയും, നല്ല ഒരു ജോലി കിട്ടാൻ ഹരിതയെ പോലെ 4 വർഷക്കാലം കഠിനമായി പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ആ പെൺകുട്ടിയെ നമ്മൾ തൊഴണം, ആ പെൺകുട്ടിയെ ആദരിക്കണം, ബഹുമാനിക്കണം. 4 വർഷക്കാലമുള്ള കഠിനമായ പരിശ്രമത്തിന്റെ ഫലമാണ് കേരളം ഇന്ന് ഇന്ത്യയുടെ സിവിൽ സർവീസിൽ IAS ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച കേരളത്തിന്റെ അഭിമാനം ഹരിത. ആലോചിക്കണം. അപ്പൊ നല്ല ഒരു പൊസിഷൻ കിട്ടാൻ, നല്ലൊരു ഡോക്ടർ ആവാൻ, നല്ലൊരു എഞ്ചിനീയർ ആവാൻ, നല്ലൊരു ജഡ്ജി ആവാൻ, നല്ലൊരു CA കാരനാവാൻ, നല്ല ഒരു പൊസിഷനിൽ എത്തിച്ചേരാൻ നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യമാണ്. അതുപോലെ തന്നെ നല്ലൊരു ഭാര്യയെ കിട്ടാനും നല്ലൊരു ഭർത്താവിനെ കിട്ടാനും കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അവിടെ ദൈവം ഇടപെട്ട് നിനക്ക് അനുയോജ്യനായ ഏറ്റവും നല്ല ഭർത്താവിനെയും ഏറ്റവും നല്ല ഭാര്യയും തരും എന്ന തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ ദൈവം ഇടപെട്ട് തന്നവരാണ് നിങ്ങളോടൊപ്പം ഇരിക്കുന്ന ഈ സഹോദരിമാരും നിങ്ങളോടൊപ്പം ഇരിക്കുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരായ എൻ്റെ സഹോദരന്മാരും. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ അതല്ല സംഭവം. കാണുക, വളയ്ക്കുക, ഓടുക. ഈ തലത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ കണക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. മൂല്യബോധം ഇല്ലാത്തതിൻ്റെ, മൂല്യങ്ങൾ വീട്ടിലില്ലാത്തതിൻ്റെ അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ ഈ അധപ്പതനത്തിൻ്റെ അവസ്ഥ. നമുക്ക് കണക്കിലേക്കൊക്കെ കയറാം. പക്ഷെ എൻ്റെ കുഞ്ഞുമക്കളൊന്ന് കണ്ണു തുറന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം വാപ്പയും ഉമ്മയും പറ്റിക്കാൻ നിനക്കൊരു മടിയും തോന്നില്ല. എന്നാൽ ഇവരെ അനുമോദിച്ചേ പറ്റൂ കേട്ടോ. ഫ്രണ്ട്സിനോട് സത്യമേ പറയും. ഫ്രണ്ട്സിനോട് പലരോടും സത്യം പറയും. എന്നാൽ സ്വന്തം ജനിപ്പിച്ച ഉമ്മയോടും വാപ്പയോടും കള്ളം പറയും. എവിടെയാ അപ്പൊ പിന്നെ മൂല്യബോധ, സാമൂഹ്യ സുരക്ഷ തുടങ്ങേണ്ടത്? നമ്മൾ പട്ടാളത്തിന്റെ പുറകെ പോകുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, പട്ടാളക്കാർ വിചാരിച്ചാൽ സദാചാരബോധം മക്കളിലും ജനങ്ങളിലും ഉണ്ടാവുമോ? ഇല്ല. പോലീസ് വിചാരിച്ചാൽ ഉണ്ടാവുമോ? അധ്യാപകർ വിചാരിച്ചാൽ ഉണ്ടാവുമോ? മാതാപിതാക്കൾ വിചാരിച്ചാൽ ഒരല്പം ഉണ്ടാകും. അവനവൻ വിചാരിക്കണം, അവനവൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നത്, പടച്ചോൻ പഠിപ്പിച്ചു തന്നത്. വിശുദ്ധ ഖുർആൻ എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ആശയം അനുസരിച്ച് ജീവിക്കാത്തവൻ കഴുത വിഴുപ്പ് ചുമക്കുന്നതിന് തുല്യമാണെന്ന് ജുമുഅ 5 പ്രതിപാദിച്ചിട്ടുണ്ട്. വായിക്കണം. അടിച്ചു പൊളിച്ച് റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ പോണ്ടാന്നൊന്നും ഞാൻ പറയില്ല. എല്ലാം വേണം. ഖുർആന്റെ ആശയം പഠിക്കുകയും അതിൽ നിന്ന് ആ ആശയങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ നന്മയിലേക്ക് വരുത്തുന്നവനാണ് ഏറ്റവും വലിയ ഉത്തമൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഉത്തമനായ പുരുഷനായി മാറാനുള്ള പരിശ്രമം നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ എത്ര പേർക്കുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, മക്കൾ കണ്ടുപഠിക്കുന്നത് വീട്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങളും കൂടെ ചേർത്താണ് എന്നുള്ളത് മറക്കണ്ട. ആലോചിക്കണം, കണ്ണു തുറന്ന് ആലോചിക്കണം. ഇപ്പൊ ഏകദേശം 100 കണക്കിന് പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. തുറന്നു തന്നെ ആലോചിക്കണം. എൻ്റെ സഹോദരിമാരോടൊരു ചോദ്യം, സഹോദരന്മാരോടൊരു ചോദ്യം, കല്യാണം കഴിഞ്ഞവരോട്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ, ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തവരൊന്നും ഒന്നും പറയണ്ട, അവർ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള ബന്ധം എന്ത് ബന്ധമാണ് എന്ന് പറഞ്ഞാൽ, ഹിന്ദുക്കളായിട്ടുള്ള സഹോദരങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ മുറച്ചെറുക്കനെ കെട്ടി എന്ന് പറയും, അത് രക്തബന്ധമാണ്, റിലേറ്റീവ്സ്. രക്തബന്ധമല്ലാത്ത അന്യരായിട്ടുള്ള 2 പേർ തമ്മിൽ കെട്ടിയപ്പോൾ നമ്മൾ ശാരീരിക ബന്ധമാണ് തുടക്കം ഉള്ളത് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ശാരീരിക ബന്ധമാണെന്ന് പറയും. അപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിന് നിങ്ങൾ എന്ത് പേര് കൊടുക്കുന്നു? സഹോദരി, നീയും നിന്റെ ഹസ്ബൻഡും തമ്മിലുള്ള ബന്ധത്തിന് എന്ത് പേര് കൊടുക്കുന്നു? ഏതെങ്കിലും ഒരു പേര് കൊടുക്കൂ. എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? സ്നേഹബന്ധം. റൈറ്റ്, വളരെ കറക്റ്റാണ്. എന്ത് പറയുന്നു? എന്ത് ബന്ധമാണ്? പറഞ്ഞോളൂ. അവിടെ ഏതാ? സ്നേഹബന്ധം. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, സാക്ഷരതയിൽ 1-ാം സ്ഥാനം നിൽക്കുന്ന കേരളം ഏറ്റവും നല്ല സംസ്ഥാനമാണ്. ഇന്ത്യയിൽ മാതൃകയാകണം, ലോകത്തിന് മാതൃകയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനം കൂടെയാണ് ഞാൻ. നമ്മൾ മോഡലാവണം, നമ്മുടെ സംസ്ഥാനം. പക്ഷേ ആ കേരളത്തിൽ ഇന്ന് കാണുന്ന ചെറിയ കുറച്ച് വിഷങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ, മദ്യാസക്തിയിൽ, ചാരായം കുടിക്കുന്നതിൽ ലോകത്ത് തന്നെ 1-ാം സ്ഥാനം, ഇന്ത്യയിൽ 1-ാം സ്ഥാനം കേരളമാണ്. അപ്പൊ സമൂഹത്തിൽ പല
ചെറുപ്പക്കാരന്മാരും ലഹരി മൂത്ത് ചാരായം മൂത്ത് കിടക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ ആലോചനയ്ക്ക് വിടുന്നു. മക്കൾ സുരക്ഷിതമാവണോ വേണ്ടേ എന്നുള്ള കാര്യം. 2, ഇന്ന് കേരളം ഡൈവേഴ്സിൽ 1-ാം സ്ഥാനത്താണ്. എന്താ സഹോദരന്മാരെ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ സ്നേഹബന്ധത്തിലും ചിലർ ഹൃദയബന്ധത്തിൽ എന്നൊക്കെ പറയും, ആ ബന്ധത്തിലും ഒക്കെ രക്തബന്ധവും ശാരീരിക ബന്ധവും ഒക്കെ ആയിട്ടും നിങ്ങൾ 2 പേർ ഡൈവേഴ്സിലെത്തുന്നു. ആത്മഹത്യയിൽ ഇന്ന് കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. സ്ത്രീകളും പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്ന കാര്യത്തിൽ. ഇവിടെ പുരുഷന്മാരും തുടങ്ങിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ കേൾക്കാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ മറ്റൊരു വാക്ക് പറയാം. നിങ്ങൾ തമ്മിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് ഞാൻ മറ്റൊരു വാക്ക് പറയാം. അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ നിരന്തരം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉത്തരം അറിയാം, ഒരാൾ ഇവിടെ നിന്ന് വിളിച്ച് പറയുകയും ചെയ്തു. പക്ഷെ ഞാൻ ആ വാക്ക് പറയാം. ശരിയെങ്കിൽ തോന്നുമെങ്കിൽ നിങ്ങൾ എടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങളങ്ങ് കൂക്കിട്ടോളൂ. എനിക്കിപ്പോൾ ഒരു കൂക്കാണ് ആവേശം പലപ്പോഴും. ഒരു ഭാര്യയായ സഹോദരി പറയുകയാണ്, സർ, ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള ബന്ധം ആത്മബന്ധമാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു പെണ്ണിനെ, ഒരു സ്ത്രീക്ക്, ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനെ ഡൈവേഴ്സ് ചെയ്യാൻ കഴിയുമോ? എന്തുകൊണ്ട് നീ ആ വാക്ക് പറഞ്ഞില്ല? ഒരു ഭർത്താവ് പറയാണ്, ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം ആത്മബന്ധമാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയെ കുനിച്ചീർത്ത് ഇടിക്കാൻ പറ്റുമോ? ഡൈവേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് നിങ്ങൾ ആത്മബന്ധത്തിൻ്റെ കാര്യം മറന്നുപോകുന്നു? എന്താ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്? ഞാൻ എന്ന് പറയുന്ന വ്യക്തി റൂഹാണെന്നും അതിന് സഞ്ചരിക്കാനുള്ള ഒരു വീട് അല്ലെങ്കിൽ ഒരു വാഹനം മാത്രമാണ് ഈ ശരീരമെന്നും നമ്മൾ പലരും ഈ വാഹനത്തിനെ പെയിന്റ് അടിച്ച് ഭംഗിയാക്കി ത്രെഡിങ് നടത്തി പ്ലക്കിങ് നടത്തി ക്രീമും അടിച്ച് ജീൻസും ഇട്ട് ഷർട്ടും ഇട്ട് മിനുക്കങ്ങളും കെട്ടി നടക്കുമ്പോൾ നമ്മുടെ അകം കൊണ്ട് തരികിട, കള്ളത്തരം, വഞ്ചന ആ രീതിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ദുരിതം എന്ന വേദവാക്യം ബൈബിൾ ആലോചിക്കണം. അകം കൊണ്ടാണ് നമ്മൾ നന്മയാകേണ്ടത്. അകം കൊണ്ട് നന്മയാകണം. അകം നിറയെ വിശുദ്ധമായിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പൂർണ്ണമായ പരിശുദ്ധിയും ക്ഷമയും സഹനതയും ഹാർഡ് വർക്കും ആത്മാർത്ഥമായ പ്രവർത്തനവും യഥാർത്ഥ പ്രേമവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് സ്വർഗീയമായി ഏറ്റവും നല്ല ഉയരങ്ങളിൽ തന്നെ നിൽക്കും. പക്ഷേ എവിടെയോ എന്തൊക്കെയോ ചോരുന്നില്ലേ എന്നാലോചിക്കണം. എന്താണ് ചോർന്നത് എന്ന് ഞാൻ പറയാം. എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ പറയാം. വിശുദ്ധ ഖുർആനിൽ ഞാൻ പഠിച്ചു, മനസ്സിലാക്കി, ആരും പഠിപ്പിച്ചു തരാതെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു, വായിച്ച് പഠിക്കാൻ കഴിഞ്ഞു. അതിൽ ഞാൻ മനസ്സിലാക്കിയതുണ്ട്, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് 15 വയസ്സിന് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആന്റെ ആശയം മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കണം എന്ന്. നിങ്ങൾ ചിക്കൻ, മട്ടൻ, ബർഗർ കഴിക്കുന്നു, അല്ലെങ്കിൽ ഷവർമ കഴിക്കുന്നു, എനിക്ക് പേരറിഞ്ഞൂടാത്ത ഒരുപാട് സാധനങ്ങൾ അറേബ്യൻ ഫുഡുകൾ ഇവിടെ കഴിക്കുന്നു, നിങ്ങൾ റിയാലിറ്റി ഷോകൾ കാണുന്നു, പഠിക്കുന്നു, പണം ഉണ്ടാക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്ത് കുട്ടികളുടെ കയ്യിൽ അവർക്ക് ക്യാൻസർ ഉണ്ടാക്കി കൊടുക്കാൻ തക്ക രീതിയിലുള്ള ഫാഡ് ഡയറ്റ് എന്ന് പറയുന്ന പാക്കറ്റും ടിന്നുകളും വാങ്ങിച്ച് കയ്യിൽ കൊടുത്ത് 6 മാസവും 1 വർഷവും പഴക്കമുള്ളത് തീറ്റിച്ച് കയറ്റി അതിൻ്റെ ഹാർട്ടിൻ്റെ വാൽവുകളിലും ബ്ലഡിൻ്റെ ആർട്ടറികളുടെയും ആ തിക്നെസ് കൂട്ടി അതിന് ഹാർട്ട് അറ്റാക്കിനെ കൊണ്ട് എത്തിക്കുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഇരിക്കുന്ന നമ്മുടെ മക്കൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ളതും ഇവിടെയുള്ളതുമായ എവിടെയുള്ളതുമായ മക്കൾക്ക് അവരുടെ ആത്മാവിന് ശക്തി പകരാൻ തക്ക രീതിയിൽ എന്ത് ആഹാരമാണ് നൽകുന്നത്? എല്ലാ ദിവസവും 24 മണിക്കൂറുണ്ടെങ്കിൽ 23 മണിക്കൂറും നിങ്ങൾ അടിച്ചു പൊളിച്ചു ബഹളം വെച്ചോളൂ. 23 മണിക്കൂർ. ഞാൻ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കേരളത്തിൽ നടത്തി. എൻ്റെ എല്ലാ ഷോകളിലും സാത്താനും വരാറുണ്ട്. ഒന്നുകിൽ കറണ്ട് പോകും, അല്ലെങ്കിൽ മൈക്ക് സിസ്റ്റം പ്രോബ്ലം ആവും, അല്ലെങ്കിൽ ലാപ്ടോപ്പ് പ്രോബ്ലം ആവും. എന്തെങ്കിലും ഉണ്ടാക്കി അവൻ്റെ പണി നന്നായി നടത്തുന്നുണ്ട്. പക്ഷേ അല്പസമയത്തേക്കേ ഉള്ളൂ. പടച്ചോൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ തിരിച്ചറിവിലേക്ക് എത്തുന്നു, വ്യക്തികൾ തിരിച്ചറിവിലേക്ക് എത്തുന്നു. അവർ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുന്നു. കണ്ണുനീരാണ് നീ തുടച്ചതെങ്കിൽ നിന്നെ പടച്ചോൻ സ്പർശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പുരുഷനെ നോക്കിയാണത് പറഞ്ഞത്. അപ്പോൾ ഓർക്കുക, നമ്മൾ ഇന്ന് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ, ഇന്ന് നമ്മൾ കുഞ്ഞിനെ പോലെ ആകുന്നില്ല എങ്കിൽ, നമ്മളെല്ലാം അങ്ങ് ഭയങ്കര വലിയവരാ, എല്ലാവരും ഭയങ്കര വലിയവരാ. എന്താ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നത്? കുഞ്ഞിനോടൊപ്പം കൂടുമ്പോൾ കുഞ്ഞിന്റെ തലത്തിൽ നിന്ന് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊണ്ടുവരണം. അതിനനുസരിച്ച് നമ്മൾ ഉയരണം. അവരുടെ മനസ്സിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ കൊടുക്കാൻ മടിക്കുന്നതും അവർക്ക് കൊടുക്കാത്തതുമായ എല്ലാ സാധനങ്ങളും ഇന്ന് സമൂഹത്തിൽ നിന്നും, സ്കൂളിൽ നിന്നും, കോളേജിൽ നിന്നും കിട്ടും. നീ മൊബൈൽ കൊടുത്തില്ലെങ്കിൽ കൂട്ടുകാരൻ കൊടുക്കും. ഒളിക്കേണ്ട സ്ഥലങ്ങളും ഒളിക്കുന്ന സ്ഥലങ്ങളും എവിടെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല.
അപ്പം മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കാൻ മടിക്കുന്നതും കൊടുക്കാത്തതുമായ പല കാര്യങ്ങളും പുറത്തു നിന്ന് സമൂഹത്തിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടാൻ തുടങ്ങുമ്പോൾ നോ എന്ന് പറയാൻ അവർക്ക് ശക്തി വരണമെങ്കിൽ അവരുടെ ശരീരത്തിനല്ല ശക്തി വരേണ്ടത്, ആത്മാവിനാണ് ശക്തി വരേണ്ടത്. അവർ തൊട്ട് കളിച്ചോട്ടെ, മിക്സ് ചെയ്തിരുന്നോട്ടെ. അപ്പൊ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എന്നെ പഴഞ്ചനായിട്ട് പറയും, വേണ്ട എല്ലാം ആയിക്കോട്ടെ. പക്ഷേ ആത്മാവിൽ നോളജ് ഇല്ലാതെ, ആത്മാവിന് ശക്തി പകരാതെ എങ്ങനെ നിങ്ങളുടെ മക്കൾ ഒരു ഹരിതയാവും, ഒരു ശ്രീറാം വെങ്കിട്ടരാമനാവും, എങ്ങനെ ഡോക്ടർ സലീം IAS കോഴിക്കോട് ഡിസ്ട്രിക്ട് കളക്ടറിനെ പോലെയാകും? പറ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, എല്ലാ ദിവസവും അരമണിക്കൂർ നേരമെങ്കിലും നിങ്ങൾ ഇസ്ലാം സഹോദരങ്ങളാണ്, ഞാൻ എൻ്റെ പേര് കേട്ടപ്പോഴേ അറിയാം ഹിന്ദുവാണ്, നിങ്ങൾ ജന്മം കൊണ്ട് ഇസ്ലാം ആയിരിക്കാം. ഇസ്ലാം എന്ന് ഞാൻ മനസ്സിലാക്കിയത് അനുസരണ എന്നും മുസ്ലിം എന്ന സിംഗുലർ വചനം അനുസരിക്കുന്നവൻ എന്നുമാണ്. പടച്ചോനെ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ ആദരിക്കേണ്ടവരെയും ബഹുമാനിക്കേണ്ടവരെയും. നിങ്ങൾ ജന്മം കൊണ്ട് പലരും ഇസ്ലാം ആണെങ്കിൽ കർമ്മം കൊണ്ട് ഇസ്ലാം എന്ന് പറയാൻ തക്ക രീതിയിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കർമ്മം കൊണ്ട് ഞാനത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളോടുള്ള ചോദ്യം. അരമണിക്കൂർ നേരം എൻ്റെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം വരുന്നവർക്കൊന്നും ഒന്നും മനസ്സിലായെന്ന് വരില്ല. അപ്പൊ നേരത്തെ വന്നവർ അവർക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോ അരമണിക്കൂർ നേരം ഉമ്മയും വാപ്പയും മക്കളും എല്ലാം കൂടെ ഇരുന്നുകൊണ്ട്, സപ്പോസ് വാപ്പ ഇല്ലെങ്കിൽ തന്നെ ഉമ്മ ആ മക്കളെ പിടിച്ചടുത്തിരുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകളായി എടുത്ത് 114 സൂറത്തുള്ളതായി ഞാൻ കണ്ടു. ആ ഓരോ സൂറത്തുകളായിട്ട് എടുത്ത് അതിലെ കുറച്ച് സൂക്തങ്ങൾ വീതം ഡെയിലി മക്കളുമായി പഠിപ്പിച്ചു കൊടുത്ത് അത് അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറ്റി അതിൻ്റെ മെമ്മറി പവറിൽ ലോഡ് ചെയ്യാൻ തക്ക രീതിയിൽ ഡെയിലി മക്കളെ ഒരു അരമണിക്കൂർ നേരം കൂട്ടായി ഇരുന്നുകൊണ്ട്, ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഉമ്മയും മക്കളും എല്ലാം കൂടെ ചേർന്ന് മക്കളെ നിരന്തരം വീട്ടിൽ ഒരു അരമണിക്കൂർ നേരം ഡെയിലി വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ പഠിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ സത്യമായെന്ന് കൈപൊക്കിയ ദൈവത്തിന്റെ നാമത്തിൽ. ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് മക്കളും മാതാപിതാക്കളും കൂടെ ചേർന്നിരുന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് അവരുടെ മക്കളുടെ തലയിലേക്ക് കയറ്റി കൊടുക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ സത്യമായി കൈപൊക്കി. ഇൻഷാ അല്ലാഹ് നിന്റെ മക്കൾ വഴിതെറ്റില്ല ഒരിക്കലും. മറക്കണ്ട, നമ്മുടെ മക്കൾ വഴിതെറ്റി മൂല്യബോധവും പോയി സുരക്ഷിതത്വ മേഖലയും കടന്ന് കണ്ടവന്മാരുടെ കയ്യിൽ അകപ്പെട്ടതിന് കാരണം ആര് എന്ന് ഇനി സ്വന്തം ആത്മാവിനോട് പരിശോധിച്ച് നോക്കുക. എന്താണ് വേദഗ്രന്ഥം പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ നേരെ വിപരീതമായി നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്. റിയാലിറ്റി ഷോ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിരിക്കും, നമുക്ക് എൻജോയ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ അടിച്ചു പൊളിച്ചിരിക്കും. അതുകൊണ്ടാണ് വേദങ്ങളിൽ ഞാൻ കണ്ടത്, ഇന്ന് നിങ്ങൾ ചിരിച്ചുകൊണ്ട് അടിച്ചു പൊളിച്ചുകൊണ്ട് സന്തോഷിക്കുമ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങൾ നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾ നരകത്തിലായിരിക്കും എന്ന്. നരകം ഞാൻ കണ്ടെത്തി ഇവിടെ തന്നെയാണ്. 3 നരകങ്ങൾ, 3 സ്വർഗങ്ങളും ഇവിടെ തന്നെയാണ്. എന്താ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നത്? നീ അറിവ് തേടി നടക്കുമ്പോൾ നിനക്ക് സ്വർഗത്തിലേക്കുള്ള ദൂരം ഞാൻ കുറച്ചു തരും എന്ന വാക്കിന്റെ വചനത്തിന്റെ ആ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത്, ഏറെ അറിവ് ആത്മാവിലേക്ക് സമ്പാദിച്ചെടുക്കാൻ കഴിഞ്ഞാൽ, ഞാൻ ആ ഖുർആനിൽ കണ്ടു, വിശുദ്ധ ഖുർആനിൽ ഞാൻ ആ പടച്ചവന്റെ വചനങ്ങൾ കണ്ടു. എങ്ങനെ നിനക്ക് ഞാൻ ഒരു പ്രകാശവും സ്പഷ്ടമായ വേദഗ്രന്ഥവും അയച്ചു തന്നു എന്ന്. നിങ്ങളുടെ എല്ലാം വീടുകളിൽ പല സഹോദരങ്ങളെ, പലരുടെയും വീട്ടിൽ വേദഗ്രന്ഥം ഇരിപ്പുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പ്രകാശം വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ത് കൃത്യമായി സാറിന് പറഞ്ഞു എന്ന് പറഞ്ഞ് അനുമോദിക്കുന്ന സഹോദരങ്ങളാണ് നിങ്ങളിൽ പലരും. വേറെ പലയിടത്തും ഞാൻ സത്യങ്ങൾ പറയുമ്പോൾ ചിലർ എന്നെ ഇൻസൾട്ട് ചെയ്യാറാണ് പതിവ്. ഞാനിത് എന്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞാൽ, എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രകാശം മറ്റു പലർക്കും കിട്ടിക്കഴിഞ്ഞ പ്രകാശം അത് നിങ്ങൾക്ക് കിട്ടണമെന്നുള്ളതാണ്. ഈ പ്രകാശം ഈ ടോർച്ച് അടിച്ചു കൊണ്ടു കഴിഞ്ഞാൽ അകത്ത് കിട്ടില്ല. എന്താണ് പ്രകാശം? ജ്ഞാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന തെളിച്ച ആ സബ് കോൺഷ്യസ് മൈൻഡ് പ്രകാശപൂരിതമാകണം. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് പ്രകാശം കൊണ്ട് നിറയുമ്പോൾ നീ ആഗ്രഹിക്കുന്നത് നടക്കും, നീ ആഗ്രഹിക്കുന്നത് നടന്നിരിക്കും, നിന്റെ നന്മകളെല്ലാം നടന്നിരിക്കും, യാതൊരു സംശയവുമില്ല. അപ്പൊ അകം പ്രകാശമുണ്ടാകണം. ആ പ്രകാശമാണ് ഏറ്റവും പ്രധാനം. നേരത്തെ നിങ്ങളോട് ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു, നിങ്ങളുടെ പലരുടെയും വീടുകളിൽ നിങ്ങൾ എത്രയോ കാലം കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നു, നിസ്കരിക്കുന്നു ഒക്കെ ചെയ്യുന്നു, പക്ഷേ 80% 90% കുടുംബങ്ങളിലും പരാജയങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളെ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ കണ്ണുകളാണോ വലുത്, നിങ്ങളാണോ വലുത്? മോളെ ഉറച്ചു പറയൂ. നിങ്ങളുടെ കണ്ണുകളാണോ വലുത്, നിങ്ങളാണോ വലുത്? ഉറച്ചു പറയൂ, ഉറച്ചു പറയൂ. ഇനി ആരും ഒന്നും മിണ്ടൂല. എന്തെങ്കിലും ഉറച്ചൊന്ന് പറയൂ.
കണ്ട, ഉമ്മ മോളെടുത്ത് പറയണം, മോളടിച്ചോ, ഞാൻ ഇവിടെ മിണ്ടാതിരിക്കാം, ഇനി എനിക്ക് ചമ്മൽ വന്നെങ്കിലോ. ചുമ്മാ മനസ്സിൽ തോന്നി പറയുക. ഏതാ? കണ്ണുകൾ. ഓക്കെ, നിങ്ങളുടെ ചെവിയാണോ വലുത്, നിങ്ങളാണോ വലുത്? ചെവി. നിങ്ങളുടെ ഈ രോമമാണോ വലുത്, അതാ നിങ്ങളാണോ വലുത്? രോമം. ഇത് പറഞ്ഞ മക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടുത്തെ മരുഭൂമിയിൽ പോയി തപസ് ചെയ്ത് ചത്തേനെ. ഉണങ്ങി 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 ചാവട്ടെ എന്ന് വിചാരിക്കാം. എൻ്റെ മോളെ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചേ, നിങ്ങളെന്ന് പറയുന്ന ഈ വലിയ ശരീരമണ്ഡലത്തിലെ ഒരു അവയവം മാത്രമാകുന്നില്ലേ ഉള്ളൂ നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ മൂക്കും ചെവിയെല്ലാം. എന്തിനാ റംസാൻ നോമ്പെന്ന് പറയുന്ന 30 ദിവസം തന്ന് പഠിപ്പിച്ചിരിക്കുന്നത്? എന്തിനാ? നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളതാണ്. ആവി പറക്കുന്ന ചിക്കൻ ബിരിയാണി ഉൾപ്പെടെ എല്ലാ സാധനങ്ങൾ നിറഞ്ഞിരുന്നാൽ പോലും ഒരു തുള്ളി വെള്ളം പോലും വായിലൂറാതെ അവനവന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനും അതിൻ്റെതായ ആശയങ്ങളും എല്ലാം കിടക്കുമ്പോൾ, നിങ്ങളെന്ന് പറയുന്ന പല സഹോദരങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അവൻ വിചാരിച്ചിട്ട് കണ്ണ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ടീച്ചർ അടിപൊളിയായി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു, പക്ഷേ കുട്ടി എന്ത് ചെയ്യുന്നു? ജനലിൽ കൂടെ വെളിയിലോട്ട് വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. പെമ്പിള്ളേർ പോകുന്ന കാഴ്ചകളും ഒക്കെ ഉണ്ട് പല ക്ലാസ്സുകളിലും. ആലോചിക്കണം. അവൻ വിചാരിച്ചിട്ട് അവന്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നയൻതാരകളുടെയും കരീന കപൂർമാരുടെയും പോസ്റ്ററുകളുടെ പുറകെ ഓടുന്നു. ചെവി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പല പ്രാവശ്യം ഐ ലവ് യു ചെവിയിലേക്ക് കയറി കഴിയുമ്പോൾ അത് നമ്മളെ സ്വാധീനിക്കുന്നു. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്താ വേദം പഠിപ്പിച്ചത്? നിയന്ത്രണം. മെഴ്സിഡസ് ബെൻസ് ആണെങ്കിൽ പോലും നിയന്ത്രണമില്ലെങ്കിൽ അപകടം പറ്റും. സഹോദരങ്ങളെ, നിന്നെ പടച്ചവൻ സൃഷ്ടിച്ചത് ഏറെ നിയന്ത്രണങ്ങളോടെയാണ്. അത് നീ അറിയുന്നില്ല. നിയന്ത്രണങ്ങളോടെയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. എങ്ങനെയെന്നറിയാമോ? ഒരാന കരിമ്പിന്റെ കാട്ടിൽ കയറി മുഴുവൻ കരിമ്പ് തിന്ന് തീർത്താലും ആനയ്ക്ക് ഷുഗർ പിടിക്കാറില്ല. ഒരു സിംഹവും കടുവയുമുള്ള ഇറച്ചി മുഴുവൻ തിന്ന് തീർത്താലും, മാനിനെ മുഴുവൻ തിന്നാലും അതിന് കൊളസ്ട്രോൾ പിടിക്കാറില്ല. പക്ഷേ നീ ഒന്ന് കഴിച്ചു നോക്കിയേ, കഴിച്ചു നോക്ക്, നീ വിവരം അറിയും. അപ്പൊ നമുക്ക് കൊളസ്ട്രോൾ ആയിട്ടും ക്രിയാറ്റിൻ ആയിട്ടും യൂറിക് ആസിഡ് ആയിട്ടും അല്ലെങ്കിൽ ഷുഗർ ആയിട്ടും ഹാർട്ട് ബീറ്റ് ആയിട്ടും പൾസ് റേറ്റ് ആയിട്ടും എല്ലാം കൃത്യമായി നിയന്ത്രണം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇല്ലേ എന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് കാണാൻ കഴിയാത്ത. ആലോചിക്കണം ബുദ്ധി ഉപയോഗിച്ച്. അപ്പൊ എല്ലാ നിയന്ത്രണങ്ങളും വെക്കുമ്പോൾ നിങ്ങളിൽ പലരും പല രീതിയിലും കൊളസ്ട്രോൾ പേഷ്യന്റ് ആയിട്ടുണ്ടെങ്കിൽ ഓർക്കുക, അമിതമായ ആസക്തിയോടെ ചിക്കനും മട്ടനും ബർഗറും എല്ലാം നേരത്തെ തിന്നു തീർത്തതിന്റെ ഫലമായിട്ടാണ് ഇനി അങ്ങോട്ട് തിന്നാൻ പറ്റാത്ത രീതിയിൽ നിയന്ത്രിക്കപ്പെട്ടു, തടഞ്ഞു. എന്നാൽ ചെറുതിലെ തന്നെ നിയന്ത്രിച്ച് ഓരോന്നും കഴിച്ചു പോയിരുന്നെങ്കിലോ? അപ്പൊ നിന്റെ മക്കൾക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ടാങ്ക് കണക്കിനാണ് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പൊ മക്കളെ നിയന്ത്രണത്തിലൂടെ വളർത്താൻ നമ്മൾ പലപ്പോഴും പരിശ്രമിക്കുന്നില്ല. ആലോചിക്കണം. നമ്മൾ പ്രസവിച്ചു, അല്ലെങ്കിൽ അതൊക്കെ ആർക്കും പറ്റും. പക്ഷെ എന്താ ചെയ്യേണ്ടത്? അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നത്. മാതൃത്വം ദിവ്യമാണ്. എൻ്റെ ഹിന്ദു സഹോദര, അത് ഇസ്ലാമിൽ പറഞ്ഞാൽ എന്ത്, വേദത്തിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞാൽ എന്ത്, ബൈബിളിൽ പറഞ്ഞാൽ എന്ത്, ഭഗവത്ഗീതയിൽ പറഞ്ഞാൽ, ആരെ എവിടെ പറഞ്ഞാലും നല്ലതുകളെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കണം. അതിന് വിശുദ്ധ ഖുർആനും കൂടെ വായിക്കണം. എൻ്റെ തന്നെ വിശുദ്ധ ഖുർആൻ സന്ദേശമുണ്ട്, ഭഗവത്ഗീത സന്ദേശമുണ്ട്, ബൈബിൾ സന്ദേശമുണ്ട്. 8000 കോപ്പിയോളം പോയി കഴിഞ്ഞു ഓരോന്നും. ഈ 8000 കോപ്പി കേരളത്തിൽ പോയത് നിങ്ങൾക്കറിയാമോ? എൻ്റെ വിശുദ്ധ ഖുർആന്റെ സന്ദേശം 8000-ഓളം കോപ്പി പോയത്. അതിലേറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഒരു 6000-ത്തിലധികം കോപ്പി വാങ്ങിച്ചതും ഹിന്ദു സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും തന്നെയാണ്. ആ വിശുദ്ധ ഖുർആനിലെ സന്ദേശങ്ങൾ ജനകീയമാക്കാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ തിരിഞ്ഞു നോക്കൂ, യഥാർത്ഥത്തിൽ നിങ്ങളാണോ ഇസ്ലാം, ഞാനാണോ ഇസ്ലാം പറയുന്നത് അനുസരിക്കുന്നത്? ഇതെന്റെ വായിൽ നിന്ന് തെറ്റായി വീണെങ്കിൽ നിങ്ങൾക്ക് കൂവാം. പക്ഷേ പടച്ചവൻ എന്നോട് ചോദിക്കാൻ പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്റ്റേജിൽ കയറിയെന്ന്, ഇത്രയും മനോഹരമായ സ്റ്റേജിൽ കയറിയെന്ന് ഞാൻ ചോദിക്കുന്നു. ഇത് പറയാൻ കാരണം, എന്തുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളിൽ പലർക്കും വിജയങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളൂടെ നമുക്ക് തെളിയിക്കാം. കാരണം പല ചെറുപ്പക്കാരുടെ ഫേസും കാണുമ്പോൾ ഹൈ പൊട്ടൻഷ്യാലിറ്റിയാണ്. ഈ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ എനിക്ക് വേണ്ടി എത്ര ലക്ഷക്കണക്കിന് പയ്യന്മാരാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഞാൻ ഇന്നലെ പ്രസംഗിച്ച് KMCC പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈവ് ഷോ നെറ്റിലൂടെ കയറ്റിവിടുന്ന പയ്യന്മാർ, അത്രയ്ക്ക് പൊട്ടൻഷ്യാലിറ്റി ഉള്ളവർ. പക്ഷെ എന്ത് പറ്റി? പേരിൻ്റെ കൂടെ പറയാൻ MTech-ഉം MA MCA-യും BTech കമ്പ്യൂട്ടർ സയൻസും IT ഒന്നും ഈ പാവങ്ങളുടെ കയ്യിൽ ഇല്ലാതെ പോയി. ഡിഗ്രികളും കൂടെ വേണം കമ്പനികളിൽ കയറണമെങ്കിൽ. ഇത് രണ്ടും വേണം. അപ്പൊ എവിടെയാ പിഴച്ചത്? ഞാൻ എൻ്റെ സഹോദരന്മാരോടുള്ള ചോദ്യം, ഉത്തരം പറയണം. കേരളം ഉൾപ്പെടെ കാഴ്ചയിലാണ് നമ്മൾ ആ ഉത്തരം പറയേണ്ടത്. നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്ത് ചെയ്യും? കുറച്ച് പറയും. സ്വിച്ച് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ സൈലന്റ് ഇടും. ഓക്കെ, സന്തോഷത്തോടെ. ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കുനിച്ചീർത്തി ഇടിക്കാം, ആരും ചോദിക്കില്ല. പക്ഷെ ശരിയാണെങ്കിൽ നിങ്ങൾ അവാർഡോ അംഗീകരിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ അതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി.
ഇന്ന് കേരളത്തിലെ യുവതലമുറകളുടെ കയ്യിലെല്ലാം തന്നെ മിക്കവാറും ഒരു 5ാം ക്ലാസ് തൊട്ട് തന്നെ പല പയ്യന്മാരുടെ കയ്യിലും പല കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടെന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. റൈറ്റ്? സ്വന്തമായും കൂട്ടുകെട്ടിൻ്റെയും വീട്ടിൽ ആണല്ലോ. അപ്പം പിന്നെ ഹൈസ്കൂളും പ്ലസ് ടുവും പറയണ്ടല്ലോ മോനെ. ഓക്കെ, പല പയ്യന്മാരെ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവന് കൂലിപ്പണി ചെയ്തും ഗുണ്ട കൊട്ടേഷൻ ടീമിന്റെ കൂടെ പോയൊക്കെ പൈസ വാങ്ങിച്ച് അവൻ മൊബൈൽ വാങ്ങിച്ചിരിക്കും. അത് സാംസങ് ഗാലക്സിയോ അല്ലെങ്കിൽ വലിയ സ്ക്രീനുള്ളതോ തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. പോലീസിന്റെ കൗൺസിലർ ആയതുകൊണ്ട്, ഞാൻ എക്സൈസിന്റെ കൗൺസിലർ ആയതുകൊണ്ട് ഞാൻ പെൻ ഡ്രൈവുകളും CD-കളും കണ്ടിട്ടുണ്ട് മൊബൈൽ അവർ പിടിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ അതിനകത്ത് കിടക്കുന്നതല്ല. അകത്ത് കിടക്കുന്നതും ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറിനെ കാണിച്ചു തന്നു, സാർ ഇതാ നോക്ക് ഈ ഒരു സ്റ്റുഡന്റിന്റെ അവസ്ഥ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും, പല യുവതലമുറകളുടെ കൈകളിലെയും മൊബൈൽ ഫോണുകളിൽ അശ്ലീലമായിട്ടുള്ള ബിറ്റുകൾ, ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ഫിലിം പോലെയുള്ള അല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെസ്സേജുകളും പിക്ചറുകളും ഫോട്ടോകളും ഡൗൺലോഡ് ചെയ്തെടുത്തതുമായിട്ടുള്ള ഏത് നെറ്റ് കടയിൽ കൊണ്ടു കൊടുത്താലും ഇന്ന് നമുക്ക് സുലഭമാണ്. അത് ഓരോരുത്തന്മാർ കയറ്റിക്കൊടുക്കും, എങ്ങനെയും പൈസ ഉണ്ടാക്കുന്നു. അപ്പം മൊബൈൽ ഫോണുകളിൽ അശ്ലീലമായിട്ടുള്ള ദൃശ്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നതായി നിങ്ങൾ ചെറുപ്പക്കാരുടെ ഇടയിൽ കേട്ടിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ്. എന്റെ ചോദ്യം, ഇങ്ങനെ അശ്ലീലമായിട്ടുള്ള മെസ്സേജുകളും ചിത്രങ്ങളും പിക്ചറുകളും മൊബൈൽ ഫോണിനകത്ത് വെച്ചിട്ട് അത് സ്വിച്ച് ഓഫ് ചെയ്താലും സൈലന്റിലിട്ടാലും അത് അതിൽ നിന്ന് ഡിലീറ്റഡ് ആയി പോവോ? ഇല്ല. പരിപാവനവും പരിശുദ്ധമായ പടച്ചവനെ പ്രാർത്ഥിക്കുന്ന നിസ്കരിക്കുന്ന ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളായ പള്ളിക്കകത്ത് സൈലന്റിലിട്ടും സ്വിച്ച് ഓഫ് ചെയ്തും പോക്കറ്റിലിട്ടുകൊണ്ട്, ടാങ്കിലെ വെള്ളത്തിയിടൂലല്ലോ, പോക്കറ്റിലിട്ടുകൊണ്ട് നീ പോയിരുന്ന് നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പടച്ചോൻ നിന്നെ സ്പർശിക്കുമോ ഇല്ലയോ എന്നൊരു ആത്മപരിശോധന നടത്തി നോക്ക്. നിനക്കൊരു ഉത്തരം കിട്ടും. എവിടെയൊക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് ആലോചിച്ച്. അപ്പൊ ഉയർന്ന തലങ്ങളിലിരിക്കുന്ന പല വ്യക്തികളുടെയും കയ്യിൽ അങ്ങനെയുള്ള സംഗതികൾ ഇല്ലാത്തതുകൊണ്ട് പടച്ചോൻ അവരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് വൃത്തിയുണ്ട്. ഈ വൃത്തി എന്ന് പറഞ്ഞാൽ കുളിച്ചാൽ പോകുന്ന മാത്രം അല്ല വൃത്തി, ആത്മാവിന്റെ വൃത്തി, അകത്ത വൃത്തി. അപ്പൊ ഞാൻ നിങ്ങളായ സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, ഒരു സയന്റിഫിക് മെത്തേഡിൽ നിങ്ങളെല്ലാവരും മൊബൈൽ ഫോണുകളാണെന്ന് വിചാരിക്കൂ. വാഹനം, അതിനകത്തെ സിം കാർഡ് അല്ലേ നമ്മൾ റൂഹ്. അപ്പൊ നമ്മളുടെ അകം എന്ന് പറയുന്ന സാധനത്തിന് വിശുദ്ധി ഇല്ലാതെ കള്ളത്തരവും തരികിടയും ചതിയും വൃത്തികേടും കാമവും ക്രോധവും മോഹവും അഹങ്കാരവും ലോഭവും ഇങ്ങനെ നിറച്ചു വെച്ചുകൊണ്ട്, ഇതുപോലെ അമ്മയും ഉമ്മയും വാപ്പയും പറ്റിച്ചുകൊണ്ട്, അധ്യാപകരെ പറ്റിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ സാധനത്തിനകത്ത് വൃത്തിയില്ലാതെ ഈ ശരീരത്തിൽ ഈ ആത്മാവിൽ പടച്ചോൻ സ്പർശിക്കുമോ ഇല്ലയോ എന്ന് എൻ്റെ സഹോദരങ്ങൾ അകക്കണ്ണ് തുറന്നൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇനി ഒരാഴ്ചക്കാലം ഞാൻ ഈ പറഞ്ഞതുപോലെ അകമൊന്ന് ക്ലീനാക്കി വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചു നോക്ക്. ഒരാഴ്ച പോലും വേണ്ട പടച്ചോൻ നിന്നെ സ്പർശിക്കാനും നിനക്ക് പുതിയ പുതിയ സ്ഥാനങ്ങളും പുതിയ പുതിയ വിജയങ്ങളും പുതിയ പുതിയ സന്തോഷങ്ങളും പുതിയ പുതിയ അംഗീകാരങ്ങളും കിട്ടാൻ. അപ്പൊ വെറുതെ പ്രാർത്ഥിച്ചും നിസ്കരിച്ചും, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, വെറുതെ പ്രാർത്ഥിച്ചും നിസ്കരിച്ചും നോമ്പനുഷ്ഠിച്ചും നടക്കുകയും ആ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിൻ്റെ ആ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതെ പ്രാർത്ഥിച്ചും നിസ്കരിച്ചും നോമ്പനുഷ്ഠിച്ചും നടക്കുന്ന നിങ്ങൾ പലരും പിഴയായി നരകമെടുക്കേണ്ടി വരും എന്നൊരു സൂക്തം ഞാൻ കണ്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അപ്പൊ എൻ്റെ ഹിന്ദു സഹോദരങ്ങൾ ഓർക്കേണ്ടത്, അത്രയും ശക്തമായിട്ടാണ് ഇസ്ലാം സഹോദരങ്ങളായ വ്യക്തികൾ അവരെ ആ വിശുദ്ധ ഖുർആനിലൂടെ പാഠങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. പടച്ചോൻ ദൈവം ശക്തമാണ്. എനിക്കാ തിരിച്ചറിവ് വന്നു. ആലോചിക്കുക. എന്നിട്ട് ഞാൻ പറയും, ഞാൻ 90% 95% മാത്രമേ എനിക്ക് വൃത്തിയാകാൻ കഴിഞ്ഞിട്ടുണ്ടായിക്കൊള്ളൂ, വീണ്ടും കുറച്ചുകൂടെ ഉണ്ട്. അപ്പൊ അതുകൂടെ ക്ലിയർ ആക്കും. ഓരോ വ്യക്തികളും അവനവനെ ശുദ്ധീകരിക്കണം. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രേമം യഥാർത്ഥത്തിൽ പ്രേമിക്കണം. നിങ്ങൾ ആരാ? നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടം തൊട്ട് പ്രേമം തുടങ്ങണം. ഇത് കോളേജിലും സ്കൂളിലും പഠിക്കാൻ പോയിട്ട് കണ്ടവന്മാരെ പ്രേമിച്ച് നടക്കുക, എന്നിട്ട് അവന്മാരെ കളയുക, എന്നിട്ട് വേറൊരുത്തനെ കെട്ടുക, അവന്റെ കൂടെ പോവുക, എന്നിട്ട് അവന്റെ ജീവിതം കലക്കുക. ആലോചിക്കും. ഇതിനൊരു വിശുദ്ധിയുണ്ട്. ഇപ്പൊ പയ്യന്മാരും മിടുക്കന്മാരായി പെമ്പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി റെക്കോർഡും സാധനങ്ങളും കൂടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വസ്ഥമായി ജീവിക്കാൻ പോകാൻ പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ട. നമ്മളെ പയ്യന്മാരും മിടുക്കന്മാരാണ്, എല്ലാ ടെക്നോളജിയും അറിയാം. തിരിച്ചും പെൺകുട്ടികളും ആ ടൈപ്പിലുണ്ടെന്ന് എൻ്റെ ഫയലിൽ സാധനമുണ്ട്. അപ്പൊ നമ്മളുടെ കുടുംബം ആദ്യം സ്വർഗമാണ്. ഞാൻ കണ്ടെത്തിയ 3 സ്വർഗങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ ഇവിടെ കളയാം. ഞാൻ കണ്ടെത്തിയ 1ാമത്തെ സ്വർഗമാണ് മനസ്സിന്റെ ഉയർന്ന തലം.
നല്ല മനസ്സ്, നല്ല പെരുമാറ്റം, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അത് ഞാൻ ഏറെ കാണാറുണ്ട് ഇസ്ലാം സഹോദരങ്ങളിൽ നിന്ന്. കാരണം KMCC ചെയർമാൻ പ്രസിഡന്റ് ഇബ്രാഹിം സാറും വാഹി സാറും അതുപോലെ തന്നെ അൻവർ സാർ അവരൊക്കെ ഇന്നലെ പറഞ്ഞു, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പം നന്മ നിറഞ്ഞവരാകാം. ആ നന്മ അത് നിറഞ്ഞിരിക്കണം. അപ്പം ഞാൻ കണ്ട സ്വർഗം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉയർന്ന തലമാണ്. നല്ല മനസ്സ്, നല്ല പ്രവർത്തനം, സത്യസന്ധത. എവിടെ സത്യസന്ധത? സ്വന്തം ഭാര്യയോട്, സ്വന്തം ഭർത്താവിനോട്, സ്വന്തം അമ്മയോട്, സ്വന്തം അച്ഛനോട്, കുടുംബത്തിൽ. സമൂഹത്തിൽ മുറേ കള്ളന്മാർ നിറഞ്ഞു കിടന്നാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവന്മാരെന്തേ പറയും? കള്ളമാണെന്നേ പറയും. അതാണ് ധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ കള്ളന്മാരോട് കള്ളം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്വന്തം ഭർത്താവിനോട്, സ്വന്തം ഭാര്യയോട് അവിടെ ഒളിച്ചു വെച്ചുകൊണ്ട് എന്താ ഒരു ജീവിതം? എന്തിനാ നമ്മൾ അഭിനയിക്കുന്നത്? ആലോചിക്കൂ സഹോദരങ്ങളെ. ഒരു ദിവസമെങ്കിലും ആത്മബന്ധത്തിൽ നല്ല രീതിയിൽ നിങ്ങൾ ജീവിച്ച് മരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നരകത്തിന്റെ 7 അയലുമൊക്കെ തൂലെത്താൻ പറ്റില്ല. മണിത്തൂക്കം അഹങ്കാരം നിനക്കുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ 7 അയലുമൊക്കെ നിന്നെ കാണിക്കില്ല എന്നാണ് ഞാൻ വിശുദ്ധ ഖുർആനിൽ കണ്ടത്. മറക്കണ്ട. അപ്പൊ രണ്ടാമത് ഞാൻ കണ്ട സ്വർഗമാണ് കുടുംബം. കുടുംബങ്ങൾ സ്വർഗമാവണം. പക്ഷെ പല കുടുംബങ്ങളും നരകതുല്യമായി കംപ്ലീറ്റ് നിറഞ്ഞു കിടക്കുകയാണ്. നരകമായതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ പലർക്കും സംശയ രോഗങ്ങളാണ്. ഭർത്താവിന് ഭാര്യയെ സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, എന്നിട്ട് ആകുലത, വ്യാകുലത, ടെൻഷൻ, ഷുഗർ, കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക്. എൻ്റെ ചോദ്യം, എൻ്റെ സഹോദരി, ദയവ് ചെയ്ത് നീ നിന്റെ ഭർത്താവിനെ സംശയിക്കുകയേ അരുത്. സഹോദര, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, ദയവ് ചെയ്ത് നീ നിന്റെ ഭാര്യയെ സംശയിക്കുകയേ അരുത്. കാരണം ഈ സംശയങ്ങളുടെ ഇടയിലൂടെ ആര് ചാടി രക്ഷപ്പെട്ട് വഴിയാധാരമാകുമെന്നറിയാമോ? മക്കൾ. നീ നിന്റെ ഭാര്യയും ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവിനെയും മരിച്ച് സ്നേഹിക്കുക, ആത്മബന്ധത്തിലേർപ്പെടുക. നിങ്ങളുടെ സ്നേഹബന്ധം കണ്ട് മക്കൾ വളരട്ടെ. പക്ഷെ പലയിടത്തും ഇടിയും ഗുസ്തിയും വളർന്ന് നടക്കുമ്പോഴാണ് മക്കൾക്ക് വീട്ടിൽ വന്ന് പലതും പറയാൻ കഴിയാത്ത അവസ്ഥ. മക്കളെ മാത്രം മൊത്തം അങ്ങ് കുറ്റം പറഞ്ഞാൽ പോരാ, നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം. നീ നിന്റെ ഭർത്താവിനെ മരിച്ച് സ്നേഹിക്കും. നീ ഒരു സെക്കൻഡ് ആലോചിച്ച്, നാളെ രാവിലെ നീ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നിന്റെ ഭർത്താവ് മയ്യത്തായി കിടക്കുന്നു, മരിച്ചു കിടക്കുന്നു, നീ ഒന്ന് വിചാരിച്ചേ. എൻ്റെ മോളൊന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛനെ പോലെയുള്ള അല്ലെങ്കിൽ ആ വാപ്പമാരെ പോലെയുള്ള പണവും പ്രശസ്തിയും സമ്പത്തും അവർ കഷ്ടപ്പെട്ട് എത്രയോ വർഷം കൊണ്ട് ഉണ്ടാക്കിയത്, ഇതെല്ലാം ഉള്ളതുകൊണ്ട് എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ അച്ഛൻ മന്ത്രിയാണ്, എൻ്റെ അച്ഛൻ MLA ആണ്, അല്ലെങ്കിൽ ഷെയ്ഖാണ്, അല്ലെങ്കിൽ വലിയ വലിയ ആളാണ്, എൻ്റെ അമ്മ വലുതാണ്. ഈ ഗമയിൽ നീ വളരുകയും നാളെ എന്ന് പറയുന്ന സുപ്രഭാതത്തിൽ നിന്റെ അച്ഛൻ മരിച്ചു പോവുകയും ചെയ്തു എന്ന് നീ വിചാരിക്കും. ഇരിക്കുന്ന എൻ്റെ കുഞ്ഞു മക്കളെല്ലാം ഒന്ന് ആലോചിക്കുക. നാളെ നിന്റെ ഉപ്പ, നിന്റെ വാപ്പ മരിച്ചുപോയെന്ന് വിചാരിക്കും. അതിൻ്റെ അടുത്ത ദിവസം വാപ്പയോടുള്ള സ്നേഹം കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് ഉമ്മയും മരണപ്പെട്ടു എന്ന് വിചാരിക്കും, നിന്റെ അമ്മയും മരിച്ചു എന്ന് വിചാരിക്കും. നിങ്ങൾ ആ കാഴ്ചകളൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. റിയാലിറ്റി ഷോ ആയിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. അതോടെ അതിൻ്റെ അടുത്ത ദിവസം മുതൽ യു വിൽ ബി അലോൺ ഇൻ ദിസ് പ്ലാനറ്റ്. നീ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കായിരിക്കും എൻ്റെ സഹോദര. നമ്മുടെ അമ്മ പോയി കഴിഞ്ഞാൽ, നമ്മുടെ അച്ഛൻ പോയി കഴിഞ്ഞാൽ, എൻ്റെ ചോദ്യം, നിങ്ങൾ അടിച്ചു പൊളിച്ച് എല്ലാവരെയും വിളിക്കുന്നു, സന്തോഷിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം സ്വന്തം ഉമ്മയും വാപ്പയും എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മയും വാപ്പയും സ്വന്തം ഉമ്മയും വാപ്പയാണ്. ആ അമ്മാവി നിന്നെ കുനിച്ചീർത്തി ഇടിച്ചിട്ടുണ്ടെങ്കിലും നീ അവരെ സ്നേഹിക്കണം. അപ്പോൾ പടച്ചവന്റെ കരുണ നിനക്കുണ്ടാവും. ഞാൻ പലരോടും എന്നെ കൂക്കിടാൻ പറയും, എന്നെ ഇൻസൾട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ, സത്യം പറയുമ്പോൾ, നിങ്ങൾ എന്നെ പീഡിപ്പിക്കുമ്പോൾ ദൈവം എന്നെ ഏറെ സ്നേഹിക്കുമെന്ന പ്രിൻസിപ്പിൾ എനിക്കറിയാം. ഈ ഇരിക്കുന്ന സഹോദരങ്ങളോടുള്ള എൻ്റെ ചോദ്യം, കഴിഞ്ഞ ഒരാഴ്ചക്കകത്ത് സ്വന്തം അച്ഛനെയും അമ്മയെയും, ഭാര്യയുടെ അച്ഛനെയും അമ്മയും, ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയും, ഈ മാതാപിതാക്കളെ വിളിച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബവിശേഷങ്ങളും അന്വേഷിച്ച മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ സത്യമായെന്ന് കൈപൊക്കുകയും സന്തോഷം. നിങ്ങളുടെ കുടുംബം ബലപ്പെട്ടതായിരിക്കും. കാരണം നിങ്ങളുടെ അമ്മയും അച്ഛനെയും നിങ്ങൾ എത്ര സ്നേഹിക്കുന്നു എന്നുള്ളത് കണക്ക് തീർക്കാതെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, ഞാൻ വിശ്വസിക്കുന്നു. അത് മക്കളുടെ മുമ്പ് വെച്ച് തന്നെ ആയിരിക്കണം. മക്കളെ കാണിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഇരിക്കുന്ന പെൺമക്കളെ നിങ്ങൾ ഒരു ജോലി, ഞാൻ കേരളത്തിൽ കണ്ടുവരുന്ന ഒരെണ്ണം, ഇന്ന് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ശരിയാണല്ലോ? യെസ് ഓർ നോ? യെസ്. എന്നാൽ മക്കളിൽ 99% പേരും മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ തയ്യാറല്ല. ആലോചിച്ചു. ഞാൻ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഇപ്പം +2 ഡിഗ്രി ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെക്കുറിച്ചോ പറഞ്ഞതാണ്.
അവർ വീട് വിട്ട് സ്കൂളിലേക്കോ കോളേജിലേക്കോ പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഹൃദയം നിറയെ ഫ്രണ്ടന്മാരും ഫ്രണ്ടികളും മാത്രമേ ഉള്ളൂ. ഉമ്മയില്ല, വാപ്പയില്ല, ജനിപ്പിച്ച ആളില്ല, പടച്ചോനില്ല, ദൈവമില്ല. അവർക്ക് അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിച്ചോളൂ, ഞാൻ നോ എന്ന് പറയില്ല കേട്ടോ. ഞാൻ ഒരിക്കലും കണ്ണടച്ചു വെച്ച് നടക്കണമെന്ന് പറയുന്ന ആളല്ല. കണ്ണ് തുറന്നു വയ്ക്കും, എല്ലാം കാണും. എന്താ ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ കണക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ ഒരു ക്ലിപ്പിങ്ങിൽ കണ്ടു, ശ്വേതാ മേനോൻ്റെ, അല്ലെങ്കിൽ ഞാൻ ആൾക്കാരുടെ പേരൊന്നും പറയില്ല, എൻ്റെ പുറകെ ക്യാമറകളുണ്ട്, എൻ്റെ പുറകെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ പേര് തിരിച്ചു പിൻവലിച്ചു. ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് മുമ്പോട്ട് പോകുന്നത്. ആരുടെയും പേര് ഞാൻ പറയില്ല. എല്ലാവരും നല്ലവരാണ് കേട്ടോ, എല്ലാവരും നല്ലവരാണ്, എല്ലാവരും മഹത് വ്യക്തികളാണ് തീർച്ചയായും. കാരണം എനിക്ക് ജീവിക്കണം, അത്രേ ഉള്ളൂ. കാരണം എൻ്റെ പുറകിൽ ദൈവം മാത്രമേ ഉള്ളൂ, എൻ്റെ ഉടപ്പവും ദൈവമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് പണി കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വഴിതെറ്റി അതിലേക്ക് പോയി കണ്ടോ, വെറുതെ സാത്താൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് പടച്ചോൻ ദേഷ്യം വരുന്നത്. നമ്മൾ പോയ വഴിയെ പോയാൽ മതിയേ. അപ്പോൾ ഈ കണ്ണ് തുറന്നു വെച്ചോളൂ, നിങ്ങളെല്ലാം കണ്ടോളൂ. നിങ്ങൾ ചെവി തുറന്നു വയ്ക്കൂ, എല്ലാം കേൾക്കൂ. എന്നിട്ട് കൂടെ മനസ്സും കൂടെ തുറന്നു വയ്ക്കൂ. വേണമെന്നുള്ളതിനെ മാത്രം അകത്തേക്ക് പ്രവേശിപ്പിക്കുക, വേണ്ടാത്തതിനെ അവിടെ സ്ക്രീൻ ചെയ്യുക, തടയുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ നിന്റെ മക്കളെ നീ പ്രാപ്തമാക്കണം. നിന്റെ മക്കൾക്ക് നീ എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് ഒരു സഹോദരൻ അല്ലെങ്കിൽ ഈ ചില 3-4 സഹോദരന്മാർ 3-4 ക്ലാസ്സുകൾ എൻ്റെ പുറകെ നടക്കുന്നത്? വേറെ ഒന്നുമല്ല, അവർക്കൂടെ പഠിച്ചിട്ട് ട്രെയിനറാവാൻ വേണ്ടിയാണ്. ഓരോ വാപ്പമാരും ഓരോ ഉമ്മമാരും വീട്ടിൽ കൗൺസിലേഴ്സ് ആയിരിക്കണം, അയൽപക്കങ്ങളിൽ കൗൺസിലേഴ്സ് ആയിരിക്കണം, കുടുംബത്തിൽ സ്വന്തക്കാരുടെ വീട്ടിൽ കൗൺസിലേഴ്സ് ആയിരിക്കണം. അതെങ്ങനെയാവാൻ പറ്റൂ? വായിൽ നിന്ന് ജ്ഞാനം പൊഴിക്കുമ്പോൾ, വലിയ വലിയ വാക്കുകൾ വരുമ്പോൾ മാത്രമേ നീ ഉയർന്ന തലത്തിലേക്ക് എത്തൂ. നീ പോയി അന്വേഷിച്ചു ചോദിക്കൂ. നീ വേദങ്ങളിലെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് നീ പഠിപ്പിക്കാനിരിക്കുമ്പോൾ ഉയർന്ന തലത്തിലേക്ക്. അത് പക്ഷേ കേൾപ്പിക്കാർക്ക് മനസ്സിലാവണം. അതുകൂടെ ഞാൻ പറയാം. ചിലരുടെയൊക്കെ ചില പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഞാൻ പോയി നിൽക്കാറുണ്ട്. ഞാൻ ചെവിയിൽ പഞ്ഞിയും വെച്ചുകൊണ്ടാണ് അവിടെ നിൽക്കാറ്. ഇയർ ഡ്രം അടിച്ചു പോകുന്ന കണക്കാണ് പറഞ്ഞ് ഈ വരുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത് അവരുടെ കസർത്ത് കാണിച്ചിട്ട് പോകും. ഞാൻ ഇതിൽ എക്സ്പേർട്ടാണെന്ന് തെളിയിച്ചിട്ട് പോകും. എൻ്റെ ഇൻറ്റൻഷൻ, ഞാൻ പറയുന്നത് നിന്റെ ഹൃദയത്തിൽ കയറണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കുടുംബം, ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. കുടുംബമാണ് രണ്ടാമത്തെ സ്വർഗം. ദയവ് ചെയ്ത് ആ കുടുംബത്തിനെ, ഇപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അവസരം, ഈ കുടുംബത്തിനെ നരകമാക്കരുത്. മൂന്നാമത്തെ സ്വർഗം ഞാൻ കണ്ടെത്തിയത് ഇതിനകത്തുള്ള ആള് റൂഹ് പോകുന്ന സ്ഥലമാണ്. അത് ഉയർന്ന തലമാണ്. അത് നമുക്ക് പിന്നൊരവസരത്തിൽ ആത്മീയ ചർച്ചകളിൽ ചർച്ച ചെയ്യാം. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഞാനിപ്പം ഈ മൂല്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സാമൂഹ്യ സുരക്ഷയും എന്ന് പറഞ്ഞതിലേക്ക് എത്തുകയാണ്. പോലീസിലേക്കും പട്ടാളത്തിലേക്കും ഒക്കെ ചിലർ വന്ന് ബഹളം വയ്ക്കുന്ന കണ്ടു. ഞാൻ അതിലോട്ടല്ല പോകുന്നത്. ആദ്യം നമുക്കെങ്ങനെ നമ്മളെയും നമ്മുടെ മക്കളെയും സുരക്ഷിതരാക്കാം, അതിനാദ്യം വേണ്ട സംഗതിയാണ് ആ ഓരോ വ്യക്തികളുടെയും ആത്മാവിലേക്ക് ജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതാദ്യം മനസ്സിലാക്കണം. ഇവിടെ നിന്ന് എണീച്ചു പോകുന്ന ആൾക്കാർ എങ്ങും പോവില്ല. അവർ പോകുന്നത് ശാരീരികമായ അസ്വസ്ഥം കൊണ്ട് ചിലതൊന്ന് ഫ്രഷ് ആവാൻ പോകുന്നു. അങ്ങോട്ടൊന്നും നിങ്ങൾ നോക്കണ്ട, കുട്ടികളായാലും ആൾക്കാരായാലും. ഒരു മനുഷ്യനും സത്യത്തിൽ നിന്ന് വിട്ടുപോകില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പം എന്നെ എതിർക്കുന്നവരാരോ എന്ന് ചോദിച്ചാൽ ഒരു പിടി ബാച്ചിലേഴ്സാണ്, കല്യാണം കഴിക്കാത്ത ഒരു പിടി ആൺകുട്ടികളും ഒരു പിടി പെൺകുട്ടികളുമാണ്. ഇൻഷാ അല്ലാഹ് യാതൊരു സംശയമില്ല, വരാൻ പോകുന്ന ദിവസത്തിൽ അവളുമാർ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ഗ്രൂപ്പിൽ വന്നോളൂ. കാരണം അവൻ കെട്ടിയ ഈ സാധനത്തിനെ കൊണ്ട് അവന് നടക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പെട്ടുപോയി തിരിച്ചും. അപ്പോൾ നിങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ വില വരാൻ പോകുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കും. അപ്പോൾ ആത്മാവ് പോകുന്ന തലത്തിലേക്ക് ഞാൻ പറയുന്നില്ല. നമ്മുടെ കുടുംബജീവിതം സ്വർഗമാക്കണം. എൻ്റെ സഹോദരിമാരുടെ കൂടെയുള്ളൊരു ചോദ്യം, വീണ്ടും എനിക്ക് വളരെ വിഷമം തോന്നി. ഈ ഇരുന്ന കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ നല്ല കുഞ്ഞുങ്ങൾ മാലാഖമാരെ പോലെ ഇരിക്കുന്നു. പക്ഷേ ഈ 5 വയസ്സിൽ 4 വയസ്സിൽ കണ്ണിൻ്റെ കാഴ്ച പോയെങ്കിൽ 20ാമത്തെ വയസ്സ് വരുമ്പോൾ ഈ കുട്ടികൾക്ക് എത്രയോ കട്ടിയുള്ള ഫ്രെയിം വെക്കേണ്ടി വരും. കട്ടിയുള്ള ഫ്രെയിമല്ല, കട്ടിയുള്ള കണ്ണട ലെൻസ് വെക്കേണ്ടി വരും. ആലോചിക്കണം. മുമ്പ് ഞങ്ങൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ണാടി എന്ന് ഒരുത്തനെയാണ് വിളിക്കാറ്. ആരെങ്കിലും കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാമായിരിക്കും. ഇന്ന് ക്ലാസ്സിൽ കയറിയാൽ കണ്ണാടി ഇല്ലാത്തവനെ വേണം തപ്പിയെടുക്കേണ്ടി വരുന്നത്. കാരണം എന്താ? എല്ലാം ഇത് സൂക്ഷിച്ച് നോക്കി കണ്ണ് 5ലും 10ലും പഠിക്കുമ്പോഴേ ഇല്ലാതാവുമ്പോൾ 50 വർഷം 100 വർഷക്കാലം ജീവിക്കേണ്ട നിങ്ങളുടെ മക്കൾ പറഞ്ഞ പോലെ അത് എത്തൂല കേട്ടോ, ഒരിക്കലും എത്തൂല. കേട്ടോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മുമ്മമാരെയും നിങ്ങളുടെ ഉമ്മയുടെ ഉമ്മുമ്മയെ തൊട്ട് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ
ഉമ്മുമ്മാൻ്റെ ഉമ്മുമ്മ അല്ലെങ്കിൽ ഉമ്മുമ്മമാരെയും ഉപ്പുപ്പമാരെയും അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ അമ്മുമ്മമാരെ തൊട്ട് തുടങ്ങുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അവർ ഒരു 80-90 വയസ്സ് വരെ ഒരു രോഗവുമില്ലാതെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ജീവിച്ചിരുന്നതെന്ന്. യെസ് ഓർ നോ? യെസ്. നിങ്ങളുടെ ഉമ്മുമ്മമാരായ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒരു 70-80 വയസ്സ് വരെ രോഗങ്ങളില്ലാതെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ജീവിച്ചിരുന്നതെന്ന്. യെസ് ഓർ നോ? നിങ്ങളുടെ ഉമ്മമാരും ബാപ്പമാരും ഒരു 60-70 വയസ്സ് വരെ നല്ല സ്ട്രോങ് ആയിട്ടാണ് ജീവിച്ചിരുന്നത്. നിങ്ങളെന്ന് പറയുന്ന ഈ ഇരിക്കുന്ന പ്രായമുള്ള ഉമ്മമാരും ബാപ്പമാരും 50-60 വയസ്സ് വരെ നന്നായി ജീവിക്കൂ. ഈ ഇരിക്കുന്ന തലമുറയിലെ ചെറുപ്പക്കാരന്മാർ 40-50 വയസ്സ് വരെ ജീവിക്കൂ. അപ്പൊ പിന്നെ അതും കഴിഞ്ഞ് ഈ ഇരിക്കുന്ന പെൺകുട്ടി ഉൾപ്പെടെയുള്ള മോള് 30-40 വരെ ജീവിക്കൂ. ഈ തലങ്ങൾ 20 വയസ്സ് വരെ ജീവിക്കൂ. പിന്നെ മരിച്ചു പോകുന്നല്ല, പിന്നെ രോഗിയായിരിക്കും, പിന്നെ ക്രെയിൻ കെട്ടി വലിക്കേണ്ടി വരും, കട്ടിലിലായിരിക്കും, എണീക്കാൻ അവസരം കിട്ടില്ല. എന്തുകൊണ്ട്? അതിലേക്ക് നമുക്ക് കയറാം. അകക്കണ്ണുണ്ടെങ്കിൽ തുറന്ന് കാണുക, നിനക്ക് മനസ്സിലാകും. ജനറലി 90% പേരും രോഗികളായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും, ഇന്ന് ടെക്നോളജികളെല്ലാം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത്, ആണല്ലോ. പ്രത്യേകിച്ച് കേരളത്തിൽ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഫെസിലിറ്റി എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ആശുപത്രികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു. യെസ് ഓർ നോ? പുതിയ പുതിയ കല്യാണങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മക്കൾ പലയിടത്തും ഉണ്ടാകുന്നില്ല. പല ആൺകുട്ടികൾക്കും കൗണ്ടില്ല, പല പെൺകുട്ടികൾക്കും എഗ്ഗ് ശരിയല്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ പല ആശുപത്രിയുടെയും ബോർഡ് മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്, ഞങ്ങൾ 25,000 ടെസ്റ്റ് ട്യൂബ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്, വരൂ ഇവിടെ വരൂ, ഞങ്ങൾ ടെസ്റ്റ് ട്യൂബിലാക്കി കൊടുക്കുന്നതായിരിക്കും. ലക്ഷങ്ങൾ 3 മുതൽ 5 വരെ. ശരിയല്ലേ? ഇവിടെയും ഈ കഴിഞ്ഞ ദിവസങ്ങൾ ചില എന്നോട് പറഞ്ഞു, സാർ ഇവിടെയും അങ്ങനെ തന്നെയാണ്, ഇവിടെ ജനിച്ചു വളരുന്ന പല പെൺകുട്ടികൾക്കും ഗൈനിക് പ്രോബ്ലംസ് ഉണ്ടായി വരുന്നു. നിങ്ങൾ ഒരു സെക്കൻഡ് കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കേ. ഈ കണ്ണല്ല കേട്ടോ, അകക്കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കേ. നിങ്ങളുടെ ഉപ്പുപ്പമാര് ഉമ്മുമ്മമാരുടെ മുമ്പ് കൂടെ 4 വട്ടം നടന്നതേ ഉണ്ടായിരുന്നു പണ്ട്, മറക്കണ്ട. ഇന്ന് ഇവൻ എങ്ങനെയൊക്കെ ഓടിയിട്ടും വണ്ടി ഓടിച്ചിട്ടും ഒരു രക്ഷയില്ല. എന്താ കാരണം? നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിനെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഉറപ്പ്, മറക്കണ്ട. അപ്പൊ ഞാൻ നേരത്തെ വന്നതിലേക്ക് തന്നെ പോകുന്നു. എന്താണ് നമ്മളെ ഇങ്ങോട്ട് സൃഷ്ടിച്ചയച്ചതിൻ്റെ ലക്ഷ്യം? അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകും സഹോദരി? നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് 3 കാര്യങ്ങൾ മാത്രം. ഇന്നലെ വരെ നീ ഉണ്ടാക്കിയ നിസാൻ ടൊയോട്ട കാർ കൊണ്ടുപോവില്ല. നിന്റെ മൊബൈൽ ഫോണുകളും പത്രാസുകളും കാര്യങ്ങളും ഒന്നും നീ കൊണ്ടുപോവില്ല. നീ ഇന്നലെ വരെ നേടിയ ജ്ഞാനം, ഈ ജ്ഞാനം ആരോഗ്യമാസികൾ പോയിരുന്നു വായിച്ചാൽ കിട്ടുമോ? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വായിച്ചാൽ കിട്ടുമോ? ഇല്ല. ജ്ഞാനം വർദ്ധിപ്പിക്കണമെങ്കിൽ വേദഗ്രന്ഥങ്ങൾ വായിക്കണം, ആത്മാവിൽ നോളജ് കരസ്ഥമാക്കണം, ആത്മാവിനെ ശക്തിപ്പെടുത്തണം, ആത്മാവിനെ സമ്പുഷ്ടമാക്കണം, ആത്മീയ നോളജ് വർദ്ധിപ്പിക്കണം. അങ്ങനെ ഞാൻ ആരാണ് എന്ന തിരിച്ചറിവ് വരുമ്പോൾ നിന്റെ പെൺകുട്ടിയുടെ പുറത്ത് ഒരു പയ്യൻ കൈവയ്ക്കുമ്പോൾ അവൾ തട്ടിക്കളയും. നിന്റെ ആൺകുട്ടിയുടെ പുറത്ത് ഒരു പെൺകുട്ടി കൈവയ്ക്കുമ്പോൾ അവനും തട്ടിക്കളയും. പക്ഷെ ഇതാണോ നടക്കുന്നതെന്ന് ആലോചിക്കും. അപ്പൊ നമ്മൾ നേടേണ്ട ആത്മീയ നോളജ് എന്ന് പറയുന്ന ആത്മാവിന്റെ ഭക്ഷണം നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇത് പറയാൻ കാരണം ഇന്ന് വരെ നടന്നിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾ മുഴുവൻ, അത് 19 വയസ്സുകാരൻ 72 വയസ്സുള്ള അമ്മുമ്മയെ പീഡിപ്പിച്ചാലും മൂത്തവൻ 5 വയസ്സുള്ള പെൺകുച്ചിന്റെ സെക്സ് ഓർഗനിൽ കുപ്പിയും മറ്റ് സാധനങ്ങളും എല്ലാം അങ്ങനെയൊക്കെ പ്രവർത്തിച്ചുവെങ്കിൽ പറയാൻ തന്നെ നാണക്കേട് വരുന്നു. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചുവെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാം, അവന് ബോധം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ലായിരുന്നു. അവർ എല്ലാവരും ലഹരികൾക്ക് അടിമയായിരുന്നു. ഒരു കാര്യം ഒന്നുകൂടെ പറഞ്ഞാൽ, ഇന്ന് വരെ പീഡിപ്പിച്ചിട്ടുള്ളതിൽ 99.9% ആൾക്കാരുടെ അകത്തും ആത്മാവിൽ നോളജ് എന്ന ജ്ഞാനം ഇല്ലാത്ത വ്യക്തികളായിരുന്നു. അവർ മാത്രമേ വഴിതെറ്റൂ, ഉറപ്പ്. ആത്മാവിൽ നോളജ് ഉള്ള വ്യക്തി, അകത്ത് ജ്ഞാനമുള്ള വ്യക്തി ഒരിക്കലും വഴിതെറ്റില്ല. അവരുടെ ഹൃദയത്തിൽ ഉമ്മയും വാപ്പയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ ഉമ്മയും വാപ്പയും ഇല്ലാത്തതിന് കാരണം
നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ ആരാ നിങ്ങൾ എൻ്റെ സഹോദരങ്ങളെ? സത്യത്തിൽ ഞാൻ വിശുദ്ധ ഖുർആനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ 38 സൂറത്ത് 72 സൂക്തം, പല ആയത്തുകളിലും അതുണ്ട്. ഞാൻ കണ്ട ഒരു ആ നമ്പരാ പറയുന്നത്. ഇന്ന് വീട്ടിൽ പോയി വായിക്കുക. 38-72. ആ പടച്ചോൻ പറയുന്നു, എൻ്റെ ആത്മാവിൽ നിന്ന് ഒരംശം ഞാൻ അവനിലേക്ക് ഊതിക്കഴിഞ്ഞാൽ നിങ്ങളാകുന്ന മലക്കുകൾ, മാലാഖമാരും ചെകുത്താനും അവന് സാഷ്ടാംഗം പ്രണാമം അർപ്പിക്കണം എന്ന് ഞാൻ കണ്ടു. ആരായി അവൻ? ആദം. മിടുക്കി ആദം നബി, പടച്ചോന്റെ നേരിട്ടുള്ള സൃഷ്ടി. ആരായി ആദം നബി? നമ്മുടെ അപ്പൂപ്പൻ. എൻ്റെ അപ്പൂപ്പ എന്ന് വിളിച്ചുകൂടെ? എൻ്റെ അപ്പൂപ്പൻ എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഞാൻ ബയോളജിയാണ്, കൊരങ്ങനിൽ നിന്ന് വന്നു എന്നാണ് ഞാൻ ബുക്ക് എഴുതുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നില്ല. +1 +2 ബയോളജി പുസ്തകത്തിൻ്റെ ഓതറാണ്. എഴുതുമ്പോൾ സിലബസ് പ്രകാരം നമ്മൾ ഹ്യൂമൻ എബിലിറ്റി അല്ല ഗൊറില്ല അല്ലെങ്കിൽ ചിമ്പാൻസി ഇതിൽ നിന്നൊക്കെ കയറി വന്ന് ഹോമോ സാപ്പിയൻ ആയതിനു മുമ്പേ ഹോമോ ഹാബിലിസിനും ഹോമോ അങ്ങനെ കുറേ എറക്റ്റൻസ് എന്ന് പറഞ്ഞ ഇതെല്ലാം എഴുതി പിടിപ്പിച്ചാണ് പുസ്തകം എഴുതുന്നത്. ശുദ്ധമായ കള്ളത്തരമാണ് ഞാൻ പുസ്തകത്തിൽ എഴുതുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇത്രയും ഇന്റലക്ച്വലി തരികിടയായ ഒരു വ്യക്തി ഒരിക്കലും കുരങ്ങനിൽ നിന്ന് വരാൻ പറ്റില്ല. ആലോചിക്കണം. അതിവിദഗ്ധമാണ്. അപ്പം നമ്മളെ അത്രയും വളരെ ക്രിയേറ്റ് ചെയ്ത ഒരു മാസ്റ്റർ ക്രിയേറ്ററിന്റെ ക്രിയേഷന്റെ മുമ്പിൽ നമ്മൾ നമിക്കാതെ ഒരു നിവർത്തിയില്ല. ഏതൊരു നിരീശ്വരവാദിയും ഏതൊരു പുരോഗമന പ്രസ്ഥാനക്കാരനും ഒരു ദിവസം എത്തിച്ചേരും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ നമ്മുടെ ആത്മാവിൽ നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ നേരത്തെ ചോദിക്കാമെന്നൊരു ചോദ്യം അല്ലെ, എന്താ ചോദിച്ചിരുന്നത്? എന്താ ചോദിച്ചത്? കുറച്ച് പറയൂ. നമ്മൾ ആര് എന്ന് അല്ലെ? അപ്പൊ ആദം നബിയുടെ പിൻതലമുറക്കാരായ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നത് പടച്ചോന്റെ ആത്മാവിന്റെ പ്രതിരൂപം തന്നെയല്ലേ നമ്മളുടെ ഉള്ളിലിരിക്കുന്നത്? യെസ് ഓർ നോ? പറയില്ല. പഠിച്ചിട്ടില്ലേ? യെസ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും പടച്ചോന്റെ മക്കളും അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ സേവകരും ഒക്കെ തന്നെയല്ലേ? അദ്ദേഹത്തിന്റെ പണി ചെയ്യാൻ വേണ്ടി നമ്മളെ ഇങ്ങോട്ട് അയച്ചത് തന്നെ ആണോ അല്ലയോ? ഇനിയൊരു ആത്മപരിശോധന നടത്തിയേ. ഇന്നലെ വരെ നിങ്ങൾ പടച്ചോന്റെ പ്രവർത്തികളാണോ ചെയ്തുകൊണ്ടിരുന്നത്, അതാ ചെകുത്താന്റെ പ്രവർത്തികളാണോ ചെയ്തുകൊണ്ടിരുന്നത്? ആലോചിക്കും. നിന്റെ ആത്മാവിൽ തന്നെ നിനക്ക് ഉത്തരം കിട്ടും. മറക്കരുത്. നമ്മൾ പലപ്പോഴും ഇന്നലെ KMCC-ലോ അല്ലെങ്കിൽ എവിടെയോ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ചില സഹോദരിമാർ വാക്കിനകത്ത് ബബിൾഗം ഇട്ട് ചവയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ കൃത്യമായി ശക്തമായി ഞാൻ ചൂണ്ടിക്കാണിച്ചു. ബബിൾഗത്തിന്റെ മോളിക്യൂൾസ് വയറ്റിലെത്തിയതിന് ശേഷം അതിന് ഇൻഡസ്റ്റൈനൽ ക്യാൻസർ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഇന്ന് എനിക്കിവിടെ ചില ആണുങ്ങളിൽ സഹോദരന്മാരിൽ ബബിൾഗം കാണാൻ കഴിഞ്ഞു. ചവച്ചിരിക്കുമ്പോൾ നിഷേധാത്മകമായ പ്രവർത്തനമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഗ്രാജുവലി സ്പോണ്ടുലൈറ്റിസ് എന്ന് പറയുന്ന പെടലി വേദന അദ്ദേഹത്തെ തേടിയെത്തും. ഇവിടെ നമ്മുടെയൊക്കെ ഈ ചവയ്ക്കാൻ ദൈവം കണക്കെഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് പ്രായം കൊണ്ട് ഒരുപാട് ചവച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചവയ്ക്കില്ല. കാരണം അവസരം കഴിഞ്ഞേ. ഹാർട്ട് ഇത്രയും വർഷം കൊണ്ട് ഇത്രയും പ്രാവശ്യം അടിച്ചിരിക്കണമെന്ന് പടച്ചൊരു കണക്കുണ്ട്. അത് പെട്ടെന്ന് അടുപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തട്ടിയങ്ങ് പോവും. അപ്പം നിയന്ത്രിക്കപ്പെടണം. നന്നായി. ഈ ബബിൾ ഗം ചില സ്ത്രീകളും ചവയ്ക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചവച്ചിട്ട് മാട് പോകുന്ന കണക്ക് പോകാറുണ്ട്. എന്തിനാ? ചിലരുടെ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് വായ് നാറ്റം മാറ്റാൻ. ആദ്യം നിന്റെ ആത്മാവിന്റെ നാറ്റം മാറ്റി. വായ് നാറ്റമൊന്നും ഇവിടെ ഇല്ല. നന്നായി രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞാൽ വായ് നാറ്റം മാറാൻ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. ഓരോ അരമണിക്കൂറല്ല, 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ട് നല്ല പച്ചവെള്ളം വായിലേക്ക് കയറ്റി കഴുകി തുപ്പിക്കളഞ്ഞാൽ മാത്രം മതി. മറ്റതൊരു സൈക്കിക് ഡിസോർഡറാണ്. വാനാറുവെന്നു അവസാനം മൊത്തത്തിൽ നാറ്റം തന്നെയായിരിക്കും. പച്ചവെള്ളം കൊണ്ട് കഴുകിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഉറപ്പാണ്. അതാണ് സത്യം. രാവിലെ നന്നായി പല്ല് തേക്കുക, രാത്രി നന്നായി പല്ല് തേക്കുക. ദെൻ ആഹാരം കഴിഞ്ഞതിന് ശേഷം പറ്റുമെങ്കിൽ ബ്രഷ് ചെയ്യുക. ഇല്ലെങ്കിൽ 1 മണിക്കൂർ ഇടവിട്ട് അങ്ങനെ വാനാറ്റം ഉണ്ടെന്ന് തോന്നുന്നവർ പച്ചവെള്ളം കൊണ്ട് കഴുകിയാൽ മാത്രം മതി. ഇതൊന്നും ചവച്ച് കയറ്റി കുടലിൽ ക്യാൻസർ ഉണ്ടാക്കി വെക്കരുത്. ബബിൾഗം വാങ്ങിച്ച് ചവയ്ക്കുന്നതിന്റെ ഫലമായി വീർക്കുന്നതാരാ? ബബിൾഗം കമ്പനി. പണം കൊണ്ട് നമ്മളെ പണം പൊക്കോണ്ടേയിരിക്കും. ഒരു ബബിൾഗത്തിന് എത്രയാ? 1 ദിർഹം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ 1 രൂപ എന്ന് പറയും. 5 ബബിൾഗം ഡെയിലി കുട്ടി ചവച്ചാൽ 5 രൂപ. ഒരു മാസമായപ്പോൾ എത്ര രൂപയായി? ആലോചിച്ച് നോക്കാം. അങ്ങനെ എത്രയായിരം രൂപയാണ് കമ്പനിക്ക് കോടിക്കണക്കിന് കൊടുക്കുന്നത്.
പോട്ടെ, അതിലേക്ക് കയറണ്ട. ഞാനൊരു കാഴ്ച കണ്ടുകൊണ്ട് പറഞ്ഞു, ആളിനെ പറയില്ല, ആളിനത് മനസ്സിലായി കാണും. ഞാൻ ചൂണ്ടിക്കാണിച്ചത് സ്പർശിക്കണമെങ്കിൽ, അദ്ദേഹം സ്പർശിക്കണമെങ്കിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവണം, സത്യമുണ്ടാകണം. വരുന്നവർ ഒരാൾ പോലും നിരാശരായി പോകാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരിക്കലും. ഞാൻ നേരത്തെ ചോദിച്ചു, ഉമ്മയോടും ബാപ്പയോടും കള്ളം പറയാത്ത കുട്ടികളുണ്ടെങ്കിൽ കൈപൊക്കാൻ. 1 വർഷം. ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചത് 1 വർഷക്കാലത്തിനകത്ത് സ്വന്തം ഉമ്മയും ബാപ്പയോടും കള്ളം പറയാത്ത മക്കളുണ്ടെങ്കിൽ കൈപൊക്കാനാണ്. ഞാൻ സന്തോഷത്തോടെ തന്നെ പറയട്ടെ, വേദനയുണ്ട്, പക്ഷെ എനിക്ക് സന്തോഷത്തോടെ തന്നെ പറയാൻ പറ്റും, 1 വർഷമല്ല സഹോദരങ്ങളെ, നിങ്ങൾ 5 വർഷത്തിലധികമായി നിങ്ങളുടെ ഉമ്മയും ബാപ്പയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നിങ്ങളുടെ മാതാപിതാക്കളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ നിങ്ങൾ 5 വർഷം വേണ്ട, 40 ദിവസം ഒരു കാര്യം കണ്ടിന്യൂസ് ആയി ചെയ്തു കഴിഞ്ഞാൽ 15,000 ന്യൂറോൺ തലയിൽ കോർഡിനേറ്റ് ചെയ്യുകയും അതിൻ്റെ ജീനുകൾ ആക്ടിവേറ്റ് ആകുകയും അതൊരു ഹാബിറ്റായിട്ട് മാറുകയും ചെയ്യും. എന്തു പറ്റും? ഈ പറയുന്ന ക്യാരക്ടർ നിങ്ങളുടെ മക്കളിലേക്ക് എത്തിച്ചേരും. അതിലേക്ക് നമുക്ക് കയറാം. അടുത്ത ഞാൻ ഇതെല്ലാം നിർത്തുന്നു, സയൻസിലേക്ക് കയറാൻ പോവുകയാണ്. മറക്കണ്ട. അപ്പൊ 5 വർഷക്കാലമായി നിങ്ങൾ സ്വന്തം മാതാപിതാക്കളെ കള്ളം പറയുന്നുണ്ടെങ്കിൽ ഇന്ന് മാറ്റമുണ്ടാകണം. ഇന്ന് ആത്മാവിൽ സത്യം ചെയ്യണം, സ്വന്തം ഉമ്മയോടും വാപ്പയോടും ഈ ജന്മം ഒരക്ഷരം കള്ളം പറയില്ല എന്ന്. ആ ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അവിടെ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. ഇനി സയൻസിലേക്ക് കയറുന്നു. പറഞ്ഞു വന്നാൽ വിശുദ്ധ ഖുർആനിലൂടെ ഞാൻ കൂടുതൽ സഞ്ചരിച്ചു എന്ന് വരും. എന്നാലും നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ, നീ ഇവിടെ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന 3 കാര്യങ്ങൾ. 1, നിന്റെ ആത്മാവ് ഇന്നലെ വരെ നേടിയെടുത്ത ജ്ഞാനം അതുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. 2, നീ ഇന്നലെ വരെ ചെയ്തു കൂട്ടിയ ദാനധർമാദികൾ. ദാനം, ഏറ്റവും കൂടുതൽ ദാനം സക്കാത്ത് ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ സഹോദരങ്ങൾ. സന്തോഷം. ദാനങ്ങൾ വർദ്ധിപ്പിക്കൂ എന്നാണ് വിശുദ്ധ ഖുർആനിൽ ഞാൻ കണ്ടത്. നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങളുടെ ഉമ്മുമ്മമാരും ഉപ്പുപ്പമാരും വാപ്പമാരും 80 വയസ്സ് 70 വയസ്സ് 90 വയസ്സ് വരെ ആരോഗ്യ ദൃഢഗാത്രരായി കഴിഞ്ഞു എന്ന്. കേട്ടോളൂ, സത്യം സിമ്പിളാണ്. അവർ പഴയ ഉമ്മാമ്മമാർ ഉമ്മമാർ ഒരു റംസാൻ നോമ്പ് വന്നു കഴിയുമ്പോൾ, ഒറ്റ എക്സാമ്പിൾ പറയുന്നു, ഒരു റംസാൻ നോമ്പ് വന്നു കഴിയുമ്പോൾ ചരുവത്തിലും അണ്ടാവിലും എല്ലാം ചിക്കൻ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ അയൽവക്കത്തും നാട്ടിലും ഉള്ളിടത്ത് എല്ലാം കൊടുത്ത് മക്കളെ കഴിച്ച എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നാനാജാതി മതസ്ഥർക്കും അയൽവക്കത്തും കൊടുത്ത് എല്ലാവരെയും തീറ്റിപ്പോറ്റിയിരുന്നു. റൈറ്റ്? യെസ് ഓർ നോ? ഇന്ന് റംസാൻ നോമ്പ് വന്നു കഴിഞ്ഞാൽ പല വീട്ടിലും ചിക്കൻ ബിരിയാണി നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ പറയും, അപ്പുറത്ത് ഉള്ളവൻ ഹിന്ദുവാണ്, ഓണം വന്നപ്പോൾ പായസം വെച്ചപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പായസം വന്നില്ല, അതുകൊണ്ട് ചിക്കൻ ബിരിയാണി അങ്ങോട്ട് പോണ്ട. ഇപ്പുറത്തവൻ ക്രിസ്ത്യനാണ്, അവിടെ നിന്ന് കേക്ക് കഷ്ണം വന്നില്ല, അതുകൊണ്ട് ചിക്കൻ ബിരിയാണി പോണ്ട. എനിക്കും എൻ്റെ ഭർത്താവിനും മക്കൾക്കും കൂടെ ഈ ചരുവ മുഴുവൻ തിന്നു തീർക്കാം. സ്വാർത്ഥത. അതുകൊണ്ട് വേദശാസ്ത്രങ്ങളിൽ ഞാൻ കണ്ടു, ലോഭിയും കോപിയുമായ വ്യക്തി. ലോഭി എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും കൊടുക്കാത്തവൻ, സ്വാർത്ഥൻ. കോപി എന്ന് പറഞ്ഞാൽ നിമിഷം കൊണ്ട് ദേഷ്യം വരുന്നവൻ, മുൻകോപി. തൊട്ടതിനെല്ലാം പൊട്ടിത്തെറിക്കുന്ന വിവരം കെട്ടവൻ. ഇവന്മാർ 2 പേരും നിത്യരോഗിയായിരിക്കും എന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇന്ന് മാറ്റിയില്ലെങ്കിൽ നിന്നെ ഉണ്ടാക്കുന്ന പണം ആശുപത്രിയിൽ പോകും. മറക്കണ്ട. അപ്പം നമ്മൾ ചെയ്ത ദാനം. 3, നിന്റെ ആത്മാവ് ഇന്നലെ വരെ നേടിയെടുത്ത പ്രാർത്ഥന. നിന്റെ സ്വന്തം പ്രാർത്ഥനയല്ല കേട്ടോ, നിനക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിച്ചാൽ സ്വാർത്ഥതയല്ലേ? എനിക്ക് കോടിക്കണക്കിന് രൂപ തരണേ, എനിക്ക് മെഴ്സറസ് ബെൻസ് തരണേ, എൻ്റെ മോൻ, അല്ലെങ്കിൽ എനിക്ക് MBBS അഡ്മിഷൻ തരണേ എന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ പടച്ചോൻ തരുമോ സഹോദരി? ഇല്ല. അപ്പൊ നിനക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കണമെങ്കിൽ നീ ആരാകണം? നല്ല വ്യക്തിയാകണം. ദിസ് ഈസ് ദ സ്പിരിച്വൽ സീക്രട്ട്. ഞാൻ ഇന്ന് ഈ സ്റ്റേജിൻ്റെ പുറത്ത് നിൽക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും, യാതൊരു സംശയവും. ഇന്നു മുതൽ നിങ്ങളുടെ പലരുടെയും പ്രാർത്ഥനയിലും എന്നെ ഓർക്കപ്പെടും. എനിക്ക് വേണ്ടി പറയണ്ട, എന്നെ മനസ്സിൽ ഓർത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ ഓർത്താൽ മതി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ. അവിടെയാണ് അദ്ദേഹത്തിന് എല്ലാം കാണാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 6-ാം സൂറത്തിൽ പറയുന്നത്, നീ ആ നെഞ്ചത്തിനുള്ളിൽ ഒളിച്ചതും അകത്ത് നീ ഒളിച്ചു ചെയ്യുന്നതും മറച്ചു ചെയ്യുന്നതും എല്ലാം ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം ഈ പ്രപഞ്ച സൃഷ്ടി, ഈ പ്രപഞ്ച ശക്തി, അതാണ് പടച്ച തമ്പുരാൻ. മറക്കണ്ട. അപ്പൊ നമുക്ക് മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കാൻ പറ്റും സഹോദരങ്ങളെ, പക്ഷേ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റില്ല. അക്കാര്യം മറക്കണ്ട.
അതുകൊണ്ട് മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ സേവനങ്ങളും നന്മകളും ചെയ്യണം. അതുകൊണ്ടാണ് SNDP ശ്രീനാരായണ ഗുരുദേവൻ്റെ സേവനം എന്ന പേരിട്ടിരിക്കുന്നത്. അപ്പം സേവനം നടത്തണം നമ്മൾ. നിങ്ങൾ നിറയെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഏറ്റവും കൂടുതൽ നിങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം മനസ്സിലാക്കുക. ഇനി ഞാൻ നേരത്തെ ചോദിച്ചു, മൊബൈൽ ഫോൺ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവർക്ക് നല്ല മക്കളുണ്ടാകില്ല. 2, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ടൈറ്റ് ഡ്രസ്സും ജീൻസുകളും വാങ്ങിച്ചിട്ട് കൊടുത്താണ് നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്കും മക്കളുണ്ടാകില്ല. കൂടാതെ അതിൽ ചിലപ്പോൾ ചില പെൺകുട്ടികളുടെ ഡൈവേഴ്സും നടന്നിരിക്കും. ഞാൻ കണ്ടെത്തിയ സത്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ കളയാം കേട്ടോ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. ആദ്യം നമുക്ക് വിമൻസ് കോളേജിലെ പ്രശ്നം കഴിഞ്ഞപ്പോൾ ചിലർ എന്നോട് പറഞ്ഞാണ്, സാർ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റ് തന്നെയാണ്, പക്ഷെ പെൺകുട്ടികൾ ജീൻസ് ധരിക്കരുതെന്ന് പറഞ്ഞു. സാർ എന്തുകൊണ്ട് ആൺകുട്ടികളെ പറഞ്ഞില്ല? വിമൻസ് കോളേജിൽ കയറിയെന്ന് ഞാൻ എന്തിനാ ആൺകുട്ടിയെ കുറിച്ച് പറയണം? ഞാൻ ആൺകുട്ടികളുടെ കോളേജിൽ പറഞ്ഞിട്ടാണ് പെൺകുട്ടികളുടെ കോളേജിൽ വന്നത്. ഈ പറഞ്ഞു പോയി പെട്ടുപോയി, പിന്നെ ഇനി എവിടെയെങ്കിലും കിടന്ന് പിടിക്കണ്ടേ? സത്യം പറഞ്ഞത് തന്നെയാണ്, അതിന് യാതൊരു മാറ്റമില്ല. അതാ കേട്ടോളൂ. മാതാപിതാക്കൾ ആരുടെയെങ്കിലും വൈഫുമാരെ മക്കൾ നാട്ടിലാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്തോ ഒരു ആഢ്യത്യമാണ്, ഭയങ്കര ആഢ്യത്യമാണ്. അവനൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതുകൊണ്ട് അമേരിക്കൻ യൂറോപ്യൻ പെൺകുട്ടി ഇത്രയും ചെറിയ മിടിയാണ് ഇട്ടേക്കുന്നതുകൊണ്ട് അതിനേക്കാൾ എത്ര ചെറുതിടാമെന്നാണ് ചിലർ ആലോചിക്കുന്നത്. എനിക്കേറെ വിഷമം തോന്നിയൊരു കാഴ്ചയുണ്ട്. വിശുദ്ധ ഖുർആൻ പർദയെ റെക്കമെൻഡ് ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പർദയുടെ സയൻസ് പറയുന്നുവെങ്കിൽ, ആ പർദ അയഞ്ഞ വസ്ത്രങ്ങളുടെ രൂപത്തിൽ വരുന്നുവെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ നേരിട്ട് കണ്ടു ഒരു പർദയിട്ട സഹോദരി. ആ സഹോദരിയുടെ ബട്ടൺസ് ഒരുപക്ഷെ ഇവിടം വരെ ഈ പർദയുടേത് മാറിക്കിടന്നുകൊണ്ടാവാം, ഈ വണ്ടി ഉരുട്ടി ഇങ്ങനെ കാല് നീട്ടിവെച്ച് പോയപ്പോൾ ടൈറ്റ് ജീൻസാണ് അകത്തിട്ടിരുന്നത്. ഓർക്കുക, നിങ്ങളുടെ വിജയത്തിന് വേണ്ടി പറയുന്നു. ആരെയും ഒളിച്ചുകൊണ്ട് പർദയിട്ടിട്ട് അകത്ത് ടൈറ്റ് ജീൻസ് വിട്ടുകൊണ്ട് നടന്നാൽ അവരും കൂടെ ഇത് കേട്ടോളുക, മറക്കണ്ട. അതിനുവേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതൊന്ന് പടച്ചോൻ എൻ്റെ മുമ്പ് കാണിച്ചു തന്നാണ്, നീ ഇതുകൂടെ കണക്ട് ചെയ്ത് തരുമെന്ന്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ സേവകനാണ്, പറയാൻ വേണ്ടി വന്നതാണ്, പറഞ്ഞിട്ടേ പോകും. ആദ്യം നമുക്ക് മൊബൈൽ എടുക്കാം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ പലരെയും മുഖം കണ്ടാൽ അറിയാം, കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പറഞ്ഞാൽ കാര്യം മനസ്സിലാകും എന്ന്. ശ്രദ്ധിച്ചു കേട്ടോളൂ. മൊബൈൽ ഫോൺ നമ്മൾ കോൾ വരുമ്പോൾ ചെവിയിൽ പിടിച്ച് സംസാരിക്കും, റൈറ്റ്? കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പം ചൂടടിക്കാറുണ്ട്. യെസ് ഓർ നോ? യെസ്. ഈ ചൂടടിച്ച് കഴിയുമ്പോൾ ഈ ചൂടെന്താ? മൈക്രോവേവിൻ്റെ ചൂടാണ്. അറിയാലോ, നല്ല വിവരമുള്ള അമ്മമാർ മൈക്രോവേവ് ഓവനിലേക്ക് കൈ കയറ്റുന്ന പോലും ഗ്ലൗസ് ഇട്ടാണ്. സ്കിൻ ക്യാൻസർ വരും, അറിയാലോ. മൈക്രോവേവ് ഓവൻ നിങ്ങൾക്ക് എല്ലാം അറിയാം. കാരണം ഇന്നലെ ഒരു സാർ എൻ്റെ കൂടെ പറഞ്ഞു, സാറേ ഇതുകൂടെ ചേർക്കണേ. എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് ഭാര്യ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരാഴ്ച പഴയതാണ്. ഒരാഴ്ച ഉണ്ടാക്കി വെച്ചിട്ട് ഒരാഴ്ചക്ക് ചേർത്തുള്ളത് ഇങ്ങോട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കും, ഓവനിൽ കയറ്റും, ഓവനിൽ നിന്ന് എടുക്കും, ഫ്രിഡ്ജിൽ കയറ്റും, വീണ്ടും അവിടെ നിന്ന് എടുക്കും, ഇവിടെ കയറ്റും, ഇവിടെ ഇങ്ങനെ പഴയതും കൊഴുപ്പും തിന്നൊരു പരുവത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അവൾ വീട്ടിലാണ് ഇരിക്കുന്നത്, പക്ഷെ നല്ലതുണ്ടാക്കാൻ അവർ കുറ്റം പറഞ്ഞല്ല കേട്ടോ, ഞാനും ആലോചിച്ച് ശരിയാണ്. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടും, ഫ്രഷ് വെജിറ്റബിൾ കിട്ടും, എല്ലാം കിട്ടും. ഒരൽപ്പച്ച ഡെയിലി നല്ല ഫുഡ് ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം? എൻ്റെ സഹോദര, അവർ തന്നെ ചെയ്യണമെന്നില്ല, നിനക്കും ചെയ്യാം. നിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഈ ട്രൈഗ്ലിസറൈഡ് കൂടിക്കിടക്കുന്ന ഒരാഴ്ച 2 ആഴ്ച സീനിയാർട്ടി പഴക്കം വന്ന സാധനങ്ങൾ കഴിച്ച് നീ ഈ പണം ഉപയോഗിക്കാൻ പറ്റാത്തവനായി മാറരുത്. അതുകൊണ്ട് ഫ്രഷ് ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. കഴിവതും കടയിൽ പോയി തിന്നാതിരിക്കുക. പിന്നെ അവരറിഞ്ഞു, സാറേ ഞങ്ങളെല്ലാവരും വെള്ളിയാഴ്ച ആവാം, വ്യാഴാഴ്ച രാത്രി ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഭിക്ഷക്കാർ ക്യൂ നിൽക്കുന്ന കണക്ക് ചില കടകളുടെ നിടയിൽ ബുക്കും ചെയ്തിട്ട് ക്യൂ നിൽക്കുകയാണ്. എന്തിനാ? ഈ സാധനം, ഈ വേണ്ടാത്ത സാധനം എല്ലാം അകത്ത് കയറ്റിയിട്ട് രോഗമാക്കാൻ. കഞ്ഞിയും പയറും മതി വീട്ടിൽ, വേറെ ഒന്നും വേണ്ട. നന്നായി 100 വയസ്സ് വരെ ജീവിക്കണമെങ്കിൽ ഒരു നല്ല കഞ്ഞി, ഒരല്പ പയർ, ഒരു പപ്പടം, വേറെ ഒന്നും വേണ്ട. ഒരു ചമ്മന്തികൾ കൂട്ടിയാൽ ബെസ്റ്റ്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിളും നല്ലത് വാങ്ങിച്ച് കഴുകി പച്ചയ്ക്ക് തിന്നുക. 100 വർഷക്കാലം ജീവിച്ചിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ മൊബൈൽ ചെവി പിടിച്ച് സംസാരിക്കുമ്പോൾ ചൂടെടുക്കും. നമ്മുടെ ശരീരത്തിൽ കണ്ടോ? ഇത്രയും നോക്കിയാൽ മതി. അതിനൊരു അച്ഛൻ ആദ്യം കഴിയണം, ഒരു അമ്മയ്ക്ക് ആദ്യം കഴിയണം. ഇത് നോക്കൂല. ഈ നോട്ടം എവിടെ നോക്കും? ഭാര്യയോട് നോക്കും, ഭാര്യ ഭർത്താവിനോട് നോക്കും.
നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലവരാണ്, മിടുക്കരാണ്, ഫാസ്റ്റ് ബ്രെയിൻ തോട്ട്സ് ആണ്. പുതിയ തലമുറയെ ഞാൻ കണ്ടത് നിങ്ങളുടെ മക്കൾക്ക് ഭയങ്കര സ്പീഡാണ്, ഹൈ IQ ആണ്, വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സുകൾ പലയിടത്തും കേൾക്കുമ്പോൾ പെട്ടെന്നാണ് അവർ തിരിച്ചറിവിലെത്തുകയും പെട്ടെന്ന് കുട്ടികൾ തിരിച്ചു വരികയും ചെയ്യും. നമുക്ക് ഇവിടെയും കാണാം എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന്. അപ്പൊ ആ തിരിച്ചറിവ് വേണം. അപ്പൊ അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വഴിതെറ്റി പോവുകയും ചെയ്യുന്നത്. ജസ്റ്റ് ഒറ്റ കോള്, ജസ്റ്റ് 2 ദിവസം കണ്ടു, അവന്റെ ഒരു നോട്ടത്തിൽ അല്ലെ അവന്റെ സംസാരത്തിൽ ഞാൻ വീണുപോയി സാറിന്. എന്താ നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് വായിച്ചില്ലേ, M.Tech പഠിക്കുന്ന പെൺകുട്ടി 72 വയസ്സുള്ള അപ്പൂപ്പനെ കണ്ണൂരിലോ കോഴിക്കോടിലോ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ M.Tech യുവ കാമുകനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ പിടിച്ച് കോഴിക്കോട് ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തന്റെ യുവ കാമുകനെ കണ്ടതും വെട്ടിയിട്ടതുപോലെ അവിടെ താഴെ വീണു. 72 വയസ്സ്, ശബ്ദത്തിന്റെ മാധുര്യത്തോടെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അവസ്ഥ ആലോചിക്കുക സഹോദരങ്ങളെ. അപ്പം നമുക്ക് ജ്ഞാനം വർദ്ധിപ്പിക്കണം. അവിടെ കിടക്കട്ടെ. മൊബൈൽ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന പിറ്റ്യൂറ്ററി ആണല്ലോ, നമ്മുടെ ശരീരത്തിന്റെ മാസ്റ്റർ ഗ്ലാൻഡാണ് പിറ്റ്യൂറ്ററി. ഇവനാണ് ആശാൻ, ഇവനാണ് നമ്മുടെ ശരീരത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അല്പം മെഡിക്കൽ സയൻസ്, ബയോളജി. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റവും കൂടെയാണ്. ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം, നമ്മുടെ നെർവസ് സിസ്റ്റവും നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റവും പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു രോഗവും വരില്ല. ഓർത്തു വെച്ചോളൂ, ഇതിൽ എവിടെ ഡാമേജ് വന്നാലും പണിയാണ്. അപ്പൊ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റമായ അതിലെ മാസ്റ്റർ ഗ്ലാൻഡായ പിറ്റ്യൂറ്ററി ഇരിക്കുന്നത് 2 കണ്ണുകളുടെ മധ്യത്ത് ഉള്ളിൽ ഇതിന്റെ ബാക്കിലാണ്. ഇവിടെയാണ് നമ്മൾ ഏതാ ഒരു മർമ്മം പറയുന്നത്, അതിനെക്കുറിച്ച് അതിലോട്ട് ഞാൻ കയറുന്നില്ല. 2, നിങ്ങൾ ആൺകുട്ടികൾ അല്ലെങ്കിൽ ആണുങ്ങളുടെ സെക്സ് ഓർഗന്റെ പേരെന്താ? ടെസ്റ്റിസ്. ഇതൊന്നും സെക്സ് അല്ല, ഇതൊക്കെ 6ാം ക്ലാസ്സിന്റെ ICSE പുസ്തകത്തിൽ കിടപ്പുണ്ട്, 8ലും 9ലും കിടപ്പുണ്ട്, CBSE 8 കിടപ്പുണ്ട്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. എസ് ഓർ നോ? പഠിക്കുന്നവരെല്ലാം ഉണ്ടോ അവിടെ? ടീച്ചേഴ്സൊക്കെ ഉണ്ടാ? 8ലുണ്ട് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അല്ലേ? ആ 8ാം ക്ലാസ്സാണ് ഞാൻ ഈ പഠിപ്പിക്കുന്നത്, ഈ അപ്പൂപ്പന്മാർക്കും അമ്മമ്മമാർക്കും. ചിലർ പറയുന്നത് വൃത്തികേട് പറഞ്ഞു. എനിക്ക് മനസ്സിലാകുന്നില്ല ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ വൃത്തികേടാണോ എന്ന്. പരിപാവനവും പരിശുദ്ധവുമാണ്. അപ്പോ ടെസ്റ്റിസ് എന്ന് പറയുന്നത് എന്തിനാ സഹോദരന്മാരെ പടച്ചോൻ ശരീരത്തിനകത്ത് വെക്കാതെ എടുത്ത് വെളിയിൽ വെച്ചത്? മിടുക്കൻ. ബോഡി ടെമ്പറേച്ചർ 2 to 5 ഡിഗ്രി ഒരല്പം അറിയണം ബയോളജി. 2 മുതൽ 5 ഡിഗ്രി ചൂട് കുറച്ച് മാത്രമേ നമ്മുടെ ടെസ്റ്റിസിൽ അടിക്കാൻ പാടുള്ളൂ. കാരണം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ DNA ഡീനേച്ചർ ചെയ്യും. നമ്മുടെ ക്രോമസോമുകൾ DNA ആണെന്നറിയാലോ, DNA RNA. ഈ DNA ഡീനേച്ചർ ചെയ്യുകയും സ്പേമുകൾ ചാവുകയും സ്പേമുകൾക്ക് ആക്ടിവിറ്റി ഇല്ല, മോട്ടിലിറ്റി ഇല്ല, കൗണ്ട് ഇല്ലാത്ത തരത്തിൽ ഒരു തരം അടിച്ച് ഫിറ്റായ സ്പേം പോലെ ഇരിക്കും. ചൂടടിച്ചു കഴിഞ്ഞ് മൂവിയില്ല. ബോർഡ് ഉണ്ടായിരുന്നേ വരച്ച് കാണിക്കാൻ വേണ്ടി മറക്കണ്ട. ഇത് ആൺകുട്ടികളുടെ കാര്യത്തിൽ. പെൺകുട്ടികളുടെ സെക്സ് ഓർഗന്റെ പേരാണ് ഓവറി. അത് ലോവർ അബ്ഡമന്റെ താഴെ യൂട്രസിന്റെ 2 പൊസിഷനിലായി 2 വശത്തായിട്ട് വെച്ചിരിക്കുന്നു. ഇതാണ് സെക്സ് ഓർഗൻ, ടെസ്റ്റിസും ഓവറിയും. ബാക്കിയെല്ലാം നമ്മുടെ യൂറിനേഷനും മലവിസർജ്യങ്ങളും അതൊക്കെ നടത്താൻ വേണ്ടി പോകുന്ന അവയവങ്ങൾ മാത്രമാണ്. ഇതാണ് റീപ്രൊഡക്ടറി ഓർഗൻ, ഓവറിയും ടെസ്റ്റിസ്. ഇനി ആണാകുന്ന ഹോർമോൺ, ഒരു പുരുഷനാവണമെങ്കിൽ അവൻ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് ആൻഡ്രോജൻ, ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് ആൻഡ്രോജൻ. പെണ്ണാകുന്ന ഹോർമോണിന്റെ പേരാണ് ഈസ്ട്രോജൻ. മിടുക്കി, വിവരമുള്ള അമ്മമാരുണ്ട്. ഈസ്ട്രോജൻ. ആ ഈസ്ട്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ? ഓവറി. ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ? ടെസ്റ്റിസ്. ഇത്രയും മനസ്സിലായല്ലോ. പക്ഷെ ഇനിയാണ് പ്രശ്നം, ഇനിയാണ് പണി. ആ ടെസ്റ്റിസ് ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മകൻ്റെ ടെസ്റ്റിസ് ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്താലേ സ്പേം മെച്ചുറേഷൻ നടക്കൂ, സ്പേം പ്രൊഡക്ഷൻ നടക്കും. ഓവർ ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്താലേ എഗ് മെച്ചുറേഷൻ നടക്കൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒരു അടക്കവും ഒതുക്കവും വേണമെന്ന് പറഞ്ഞ് ഞാൻ വിമൻസ് കോളേജ് ഉൾപ്പെടെയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ പെൺകുട്ടികളുടെ കോളേജുകളിൽ പറയുന്നതിന് കാരണം ആൺകുട്ടികളോടും പറഞ്ഞു, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഞാൻ പറയുന്നു. അതിൽ ഒന്നുകൂടെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അടക്കവും ഒതുക്കവും വേണം എന്ന് ഞാൻ ആ വചനം, ആ സൂക്തം അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്ക് ഞാൻ തെളിയിക്കുകയാണ്. നിങ്ങൾ തീരുമാനിക്കുക, ഇത് കേട്ടിട്ട് സ്ത്രീകളാണോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതോ പുരുഷന്മാരാണോ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദ്യത്തിന് ഉത്തരം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ലാസ്റ്റിൽ പറഞ്ഞാൽ മതി, ശ്രദ്ധിച്ചു കേട്ടോളൂ. ടെസ്റ്റിസിന് ചൂടടിക്കുന്നതിന്റെ ഫലമായി പല സ്പേമുകളും ഇനാക്റ്റീവ് ആവുന്നു.
ആശുപത്രി കൊണ്ട് ചെല്ലുന്നു, കല്യാണം കഴിയുന്നു, കുഞ്ഞുണ്ടാകുന്നില്ല, കൗണ്ട് ഉണ്ടാകുന്നില്ല, ആക്ടിവിറ്റി ഇല്ല, മോട്ടിലിറ്റി ഇല്ല. 2, പടച്ചോൻ നിങ്ങൾക്കറിയാം നമ്മുടെ സെമനിൽ കോടിക്കണക്കിന് സ്പേംസ് ആണ് തന്നേക്കുന്നത്. ഒന്നല്ലെങ്കിൽ മറ്റതെടുക്കാം, അതല്ലെങ്കിൽ മറ്റതെടുക്കാം, അതറിയാമല്ലോ, കോടിക്കണക്കിന്. എന്നാൽ പെൺകുട്ടിക്ക്, സ്ത്രീക്ക് പടച്ചോൻ കൊടുത്തിരിക്കുന്നത് ഒരേ ഒരു അണ്ടം മാത്രമാണ്, എഗ്ഗ് മാത്രമാണ്. 1 മാസത്തിൽ 1 വെച്ച് ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് ഈ ഇരിക്കുന്ന കുഞ്ഞുമകൾ ഭാവിയിൽ ഉമ്മയാകണമെങ്കിൽ 1 വർഷം വെറും 12 പ്രാവശ്യം അല്ലെങ്കിൽ 13 പ്രാവശ്യം മാത്രമേ ചാൻസ് ഉള്ളൂ. പക്ഷേ പുരുഷൻ എന്ന് പറയുന്ന ആൺകുട്ടികൾക്ക് ത്രൂ ഔട്ട് സ്പേം പ്രൊഡക്ഷൻ ഉണ്ട്, മറക്കണ്ട. പക്ഷേ സ്പേമിന്റെ ആക്ടിവിറ്റി കുറവായി, മോട്ടിലിറ്റി കുറവായി. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഒരു ഓപ്പറേഷൻ നടന്നു, അത് +2 ബയോളജി പുസ്തകത്തിലുണ്ട്. കല്യാണം കഴിഞ്ഞു, അതിപ്പോ കോമൺ ആയി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്പേം ഉണ്ട്, പക്ഷെ ഗുണനിലവാരമുള്ള സ്പേം ഇല്ല. സ്പേം ഉണ്ടായാൽ മാത്രം പോരല്ലോ. എന്താ കാരണം? ഗുണനിലവാരമുള്ള സ്പേം കൂടെ ഉണ്ടാവണം. ഗുണനിലവാരം ഉള്ളത് ഉണ്ടാവാത്തതിന് കാരണം ഒരുപാടാണ്. ലഹരി പദാർത്ഥം. എന്താ ഖുർആൻ പഠിപ്പിച്ചത്? എല്ലാത്തരം ലഹരികളും നിഷിദ്ധമാണ് എന്ന്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ടെസ്റ്റിസ് പോവുക, അതുപോലെ തന്നെ അമിതമായി സ്പേംസ് പുറത്തു പോവുക, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഗുണനിലവാരം കുറഞ്ഞ സ്പേമുകളുടെ എണ്ണം കുറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, ഏതൊരു സ്പേമും ഒരുവിധം ജീവനുള്ള സ്പേം അണ്ടവുമായി ഫ്യൂസ് ചെയ്ത് കൊച്ചുണ്ടാവും. പക്ഷെ ആ കൊച്ചങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും. പക്ഷേ ഹൈ എഫിഷ്യന്റ്, ഏറ്റവും ഗുണനിലവാരമുള്ള ബീജമാണ് അണ്ടവുമായി ചേരുന്നെങ്കിൽ ആ മകൻ, ആ മകൾ കിടിലമായിരിക്കും, മറക്കണ്ട. അപ്പോ ഇത് സൃഷ്ടിക്കുന്ന ഗുണനിലവാരമുള്ള ബീജം ഉണ്ടാക്കുമ്പോൾ, ആ ബീജം ഒരു ചെടി വളരുമ്പോൾ, അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്, നാഥന്റെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നല്ല ഭൂമിയിലെ നല്ല മരങ്ങൾ വളരൂ എന്ന്. നിങ്ങളാകുന്നവർ നല്ല ഭൂമിയായ മാത്രമേ നിങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടി നടത്തൂ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ബീജത്തിന് വലിച്ചെടുത്ത് വളരാൻ ആവശ്യമായ തക്ക രീതിയിലുള്ള ജ്ഞാനമുണ്ടാകണം, ഉയർന്ന അറിവുകൾ ഉണ്ടാകണം, നല്ല കഴിവുണ്ടാകണം. അപ്പോൾ അത്രയും നോളജ് നമ്മുടെ സ്പേമിലേക്ക് എത്തിച്ചേർന്നിരിക്കും. ആ സ്പേം എന്ന് പറയുന്നത് കുഞ്ഞിലേക്ക് എത്തും. അപ്പൊ ഏറ്റവും മിടുക്കനായ കുട്ടിയുണ്ടാകും. ഇവിടെ ഗുണനിലവാരം കുറഞ്ഞതായപ്പോൾ ഓപ്പറേഷനല്ല, മൈക്രോസ്കോപ്പിലൂടെ ഗുണനിലവാരമുള്ള ബീജത്തിനെ കണ്ടെത്തി അതിനെ എഗ്ഗിനെ എടുത്ത് സൈറ്റോപ്ലാസത്തിൽ ഇഞ്ചക്ട് ചെയ്ത് അങ്ങനെ സൈഗോട്ടുണ്ടാക്കി കുഞ്ഞാക്കി ടെസ്റ്റ് ട്യൂബ് ബേബി. ഇതിന് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരും, മറക്കണ്ട. ഇൻട്രാസൈറ്റോപ്ലാസമിക് ഇഞ്ചക്ഷൻ എന്നാണ് അതിൻ്റെ പേര്. ഇനി പെൺകുട്ടിക്കാണ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഉള്ള ഒരണ്ടം ഗുണനിലവാരം കുറഞ്ഞു പോയതാണ് ആയാൽ വേറൊരണ്ടത്തിനെ മാറ്റിയെടുക്കാൻ ചാൻസ് ഉണ്ടാ സഹോദരി? നോ. അപ്പൊ ഏറെ ശ്രദ്ധിക്കേണ്ടത് ആര് എന്ന ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നിനക്ക് കിട്ടി. തീർന്നില്ല. 2. അപ്പോൾ ഈ പറഞ്ഞ സ്പേമും ടെസ്റ്റിസും ഓവറിയും ആൻഡ്രോജനും ഈസ്ട്രോജനും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ തലയിലെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് GnRH എന്ന് പറഞ്ഞ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ വരണം. അതാണ് അടിസ്ഥാനം. മൊബൈൽ നിരന്തരം ചെവിയിൽ പിടിച്ച് ചൂടടിച്ച് ഒരു ചൂടുള്ള അടുപ്പിന്റെ അടുത്ത് കപ്പ ഇരുന്നാൽ കപ്പ കിഴങ്ങ് ചൂടുകൊണ്ട് എന്ത് പറ്റുപോകും? വെന്തുപോകും. അതുപോലെ മൈക്രോവേവിന്റെ ചൂടടിച്ച് നിന്റെ പിറ്റ്യൂട്ടറി ഡാമേജ് ആകുന്നതോടുകൂടി പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരാനുള്ള GnRH എന്ന് പറഞ്ഞ ആ ഹോർമോണിന്റെ അളവ് കുറഞ്ഞാൽ ആൻഡ്രോജന്റെ അളവ്, ഈസ്ട്രോജന്റെ അളവ് കുറഞ്ഞാൽ സ്പേം പ്രൊഡക്ഷനും മെച്ചുറേഷനും കുറയും. പണിയായി. മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വിളിക്കുക, മാറ്റിവെക്കുക. അതൊരു ലോകമാണ്, വീട്ടിലെ ലാൻഡ് ഫോൺ അല്ല. കണ്ണിന്റെ കാഴ്ച പോകും, ബ്രെയിന് ക്ഷമയില്ല, മുൻകോപം കൂടും, ചെവിയുടെ കേൾവി പോകും. ഇതെല്ലാം വന്നുകൊണ്ട് ആ സാധനം നിങ്ങളെ നിത്യ ദുരിതത്തിലാക്കും. ശ്രദ്ധിച്ചുപയോഗിച്ചില്ല എങ്കിൽ, ഈ മോഡേൺ യുഗത്തിൽ അതൊക്കെ വേണം, പക്ഷേ ശ്രദ്ധിച്ചുപയോഗിച്ചില്ല എങ്കിൽ കണ്ണിന്റെ കാഴ്ച പോയി. അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. അടുത്ത സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സ്രഷ്ടാവ് എല്ലാം തന്നിട്ടുള്ളതിൽ ഞാൻ വിശുദ്ധ ഖുർആനിൽ കണ്ടു, നിന്റെ ഭാവിയുടെ ഭാഗധേയം തീരുമാനിക്കുന്നത് നീ തന്നെയാണ്. ഇവിടെ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചു. ആദ്യം വന്നപ്പോൾ ഇതിൽ 2 മക്കളുള്ളവർ കൈ പൊക്കാൻ പറഞ്ഞല്ലോ. ഞാൻ 2 ഓപ്ഷൻസ് പറയുകയാണ്. ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ കൈ പൊക്കും. ഒരിക്കലും 2 കുട്ടികളും ഒരുപോലെ ഇരിക്കില്ല, അതറിയാമല്ലോ. അങ്ങനെ ഒരുപോലെ ഇരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഇന്റർനാഷണൽ കള്ളത്തരമായിരിക്കും.
കാരണം ഐഡന്റിക്കൽ ട്വിൻസിന്റെ DNA ഫിംഗർ പ്രിന്റ് പോലും ഡിഫറൻ്റ് ആണ്. ഒറ്റ ഓപ്ഷൻ പറയുകയാണ്, നിങ്ങൾക്ക് കുറച്ച് കാര്യം അകക്കണ്ണ് തുറപ്പിച്ച് കാണിച്ചു തരാൻ. ഒന്നാമത്തത് ഞാൻ പറയുന്നു, ആദ്യത്തെ കുട്ടി എന്ന് പറയുന്നത് മൂത്ത കുട്ടിയാണ്. നിങ്ങളുടെ മൂത്ത കുട്ടി നിങ്ങളെ ഏറെ സ്നേഹിക്കുന്നു, നിങ്ങളെ അനുസരിക്കുന്നു, ബഹുമാനിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഇളയ കുട്ടി എന്ന് പറയുന്നത് സൂത്രക്കാരനോ സൂത്രക്കാരിയാണ്, പിടിവാശി കുറച്ച് കൂടുതലാണ്, അതിസാമർഥ്യക്കാരാണ് എന്ന് ഞാൻ പറയുന്നു. ഇത് സപ്പോർട്ട് ചെയ്യുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ സത്യമായെന്ന് കൈപൊക്കിയേ. ഓക്കെ, സന്തോഷം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നു, മൂത്ത കുട്ടിയാണ് പിടിവാശിയും സൂത്രവും കയ്യിലുള്ളത്, ഇളയ കുട്ടി എന്ന് പറയും. ഇളയ കുട്ടി തൊട്ടിൽ കിടക്കുന്നതിനല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. UPS LP ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന ആ തലത്തിലാണ്, ഒരു UP LP. ഇളയ കുട്ടിയാണ് കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുകയും മനസ്സിലാക്കി പെരുമാറുകയും സ്വാർത്ഥത, പിടിവാശി കുറവ് എന്നൊക്കെ പറയുന്നു. ഇത് ഉള്ളവർ സത്യമായി കൈപൊക്കുകയും. 4 കൈ. സന്തോഷം. ഇവിടെ ഒരു കൈയും കണ്ടില്ല, വളരെ സന്തോഷം. ഇനി കേട്ടോളൂ, ഈ 2 പിള്ളേരെയും സൃഷ്ടിച്ചത് ആര് തന്നെയാണ്? നിങ്ങൾ തന്നെയാണ്, ഒരു സംശയമില്ല. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ, ഇതിൽ കല്യാണം കഴിക്കാതെ ഇരിക്കുന്നവർ ഒന്ന് കൈപൊക്കി. ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർ, ബാച്ചിലേഴ്സ്, ഓക്കെ, കുറെ പേരുണ്ടല്ലോ, സന്തോഷം. ഓക്കെ, സന്തോഷം. അവർ കേട്ടോളൂ. ഇനി ഒന്നാമത്തെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് രണ്ടാമതിന് വേണ്ടി ഇരിക്കുന്നവരും കേട്ടോളൂ. നിങ്ങൾ വിചാരിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്തുകൊണ്ട് നിന്റെ ആദ്യത്തെ കാര്യം പറയണം, ആദ്യത്തെ കുട്ടി ഏറെ നന്മയുള്ളതും രണ്ടാമത്തെ കുട്ടി പിടിവാശിയുമുള്ളതെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ? ആ കണ്ടീഷനായത് കേട്ടോളൂ. സത്യമായി തന്നെ നിങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. എക്സെപ്ഷൻസ് ഉണ്ടാവും, പക്ഷേ ജനറലിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 2-3 മാസം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു 6 മാസത്തിനകത്ത് നിങ്ങൾ പ്രഗ്നന്റ് ആയി. ആദ്യത്തെ ഒരു 1.5 വർഷം കൊണ്ട് ആദ്യത്തെ കുട്ടി ഉണ്ടായി. ജനറലി യെസ് ഓർ നോ? യെസ്. രണ്ടാമത്തെ കുട്ടി ഉണ്ടായത് ഒരു 2 വർഷം 3 വർഷം ഗ്യാപ്പിനകത്തുനിന്ന് വെക്കുക. ജനറലി അത്രയും. ഈ ആദ്യത്തെ കുട്ടി നല്ലതായി, അല്ലെങ്കിൽ കൂടുതൽ സ്നേഹസമ്പന്നയായി, രണ്ടാമത്തെ കുട്ടി പിടിവാശിയായി. ഇതാണ് ഞാൻ പറയുന്നത്, സൂത്രക്കാരിയായത്. ഈ ആദ്യത്തെ കുഞ്ഞിനെ സൃഷ്ടിക്കുന്ന സമയത്ത് നിങ്ങളെന്ന് പറയുന്ന ഭർത്താവും ഭാര്യയും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. അതിനകത്ത് പിടിവാശിയും മുൻകോപവും കുറവായിരുന്നു. അമ്മ എന്ന് പറയുന്ന സഹോദരിയുടെ സൂത്രത്തരങ്ങളും പിടിയും വേണ്ടാത്ത രീതിയിലുള്ള അതിസാമർഥ്യ ചിന്തയുണ്ട്. അമ്മാവി പോര്, നാത്തൂൻ പോര്, ഗൂഢതന്ത്രങ്ങൾ, ഭർത്താവിനെ എങ്ങനെ കയ്യിൽ നിർത്താം, എങ്ങനെ ഇതിനെ ചുക്കാൻ പിടിക്കാം, ഇങ്ങനെ അകത്തുകൂടെ പോയ ഒരുപാട് ചിന്താഗതികൾ. 80% ആ സാധനങ്ങളും ഭർത്താവിൻ്റെ 20% സംഗതികളും ഈ സാധനങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതെല്ലാം കുറവായിരുന്നു. അങ്ങനെ ആദ്യത്തെ കുട്ടി നല്ല കുട്ടിയായി അനുസരണാശീലത്തോടെ പുറത്തേക്ക് വന്നു. ഈ 2 മുതൽ 3-4 വർഷം ഗ്യാപ്പിൻ്റെ ഇടയിൽ, അത് എത്ര ഗ്യാപ്പുണ്ടോ അത്രയും ഗംഭീരമായിരിക്കും. എത്ര ഗ്യാപ്പുണ്ടോ ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഭാര്യയായ എൻ്റെ സഹോദരി ഭർത്താവിന് എതിരെ ചിന്തിച്ചതെന്നല്ല, അമ്മാവി അമ്മയ്ക്കെതിരെ ചിന്തിച്ചതും നാത്തൂവിനെതിരെ ചിന്തിച്ചതും തന്ത്രങ്ങൾ പണിഞ്ഞതും ഭർത്താവിനെ വരച്ച വരയിലും പിടിച്ച പിടിയിലും നിർത്താനുള്ള സൂത്രങ്ങൾ ചിന്തിച്ചതും മൂത്ത കുട്ടിയെ നോക്കാൻ അനുഭവിച്ച ബുദ്ധിമുട്ടും രണ്ടാമതുള്ള മാനസിക വിഷമങ്ങളും അസ്വസ്ഥതകളും അകത്തൂടെ പോയ പല നെഗറ്റീവ് ചിന്തകളുടെ ഫലവും സൂത്രത്തരങ്ങളും, കുറച്ച് അച്ഛനിലൂടെ പോയ പിടിവാശികളും സൂത്രത്തരങ്ങളുമാണ് രണ്ടാമത്തെ കുട്ടി നിനക്കിപ്പോൾ പണി തന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചാൽ മതി, നിനക്ക് കാണാൻ പറ്റും. ശ്വാസം അങ്ങനെ നല്ലതായിട്ട് വിട്ടത് ഏറ്റവും നല്ലതായി. അത് കാരണം ഉൾക്കൊണ്ട് മനസ്സിലാക്കി എൻ്റെ സഹോദരിമാർ. അക്കടി പറ്റിപ്പോയി സാർ, ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ മക്കൾക്ക് കൗൺസിലിംഗ് പവർഫുൾ കൊടുത്ത് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ മാറ്റാൻ പറ്റുന്ന കുറേ ജീനുകളുണ്ട്, ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ജീനുകളുമുണ്ട്. മാറ്റാൻ പറ്റുന്ന ജീനുകൾ മാറ്റിയെടുക്കണം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞു, എന്താ? രണ്ടാമത്തെ കുട്ടി മൂത്ത കുട്ടിയേക്കാൾ ഏറെ സ്നേഹം, ഏറെ നന്മ, മാതാപിതാക്കളെ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കാര്യം എടുത്താലും മതി. നിങ്ങളുടെ സഹോദരന്മാരെ, മൂത്ത സഹോദരനെ, ഇളയ സഹോദരനെ, സഹോദരിയൊക്കെ എടുത്താൽ മതി. നിങ്ങൾക്ക് കിട്ടും ഉത്തരം കംപ്ലീറ്റ് ആയി. അപ്പം രണ്ടാമത് പറഞ്ഞ കൈപൊക്കിയുണ്ടല്ലോ, ഞാൻ പറയും എൻ്റെ സഹോദരങ്ങളെ, അവരുടെ കുടുംബമാണ് സ്വർഗം. അവരുടെ കുടുംബമാണ് സ്വർഗം. കാരണം ഇത്രയും നല്ല ഭർത്താവിനെ കിട്ടിയിൽ ആ ഭാര്യയും, ഇത്രയും നല്ല ഭാര്യയെ കിട്ടിയിൽ ആ ഭർത്താവും, അവർ ഹാപ്പിയാണ്. ചുമ്മാ വഴക്ക് കൂടിയാലും വാ കൊണ്ടുള്ള വഴക്ക് മാത്രമേ ഉള്ളൂ. വഴക്കിൻ്റെ പ്രശ്നം അകത്തേക്ക് എടുക്കാറില്ല. അകം കൂടുതൽ നന്മയുള്ളവരാണ് ആ ആൾക്കാർ.
അതിൻ്റെ ഫലമായിട്ടാണ് അവർ സൃഷ്ടി നടത്തിയപ്പോൾ അവർക്ക് ഏറെ നല്ല രണ്ടാമത്തെ കുട്ടി വന്നത്. അവർ ഇനിയും കൂടുതൽ നല്ലതായാൽ മൂന്നാമത്തെ കുട്ടി അതിനേക്കാൾ ഗംഭീരമായി മാറും. മറക്കണ്ട. അപ്പോൾ ഒരു സയന്റിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരിച്ചാൽ ഉറപ്പ്. ഇവിടെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള എന്താ അറിയാം, ചില അമ്മമാർ സഹോദരിമാർ ഗർഭിണിയാകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം അമേരിക്ക റിപ്പോർട്ട് ചെയ്തു, എൻ്റെ പേപ്പറുണ്ട്, അമ്മ ഗർഭിണിയാകുമ്പോൾ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് അമ്മയുടെ എല്ലാ ചിന്തകളും വികാരങ്ങളും വലിച്ചെടുക്കാൻ പറ്റുമെന്ന് അതായി പറഞ്ഞത്. അപ്പോൾ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന വിചാരങ്ങളും ചിന്തകളും അച്ഛൻ്റെ നിന്ന് വലിച്ചെടുക്കാൻ പറ്റുമോ? PVC പൈപ്പിട്ട്. അപ്പം അമ്മ ശ്രദ്ധിച്ചോ. അപ്പോൾ ഓർത്തോളൂ, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ആ അമ്മ എന്ന് പറയുന്ന കഥാപാത്രം നിങ്ങൾക്ക് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ചില സഹോദരിമാർ ഗർഭിണിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗർഭത്തിലേക്ക് ആവുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങളെയല്ല പറയുന്നത്, ചിലര്, എനിക്കൊരു വെളുത്ത് സുന്ദരിയായ മോനെയും കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. പടച്ചോ അത് തന്നെ തന്നു, അത് തന്നെ കിട്ടി. വെളുപ്പ്, സുന്ദരി, മനോഹരി, പക്ഷെ തലയ്ക്കകത്ത് വെളിവില്ല, വിവരമില്ല. യഥാർത്ഥത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണമായിരുന്നു? അനുസരണാശീലവും ദൈവഭക്തിയും നല്ല ജ്ഞാനവും നല്ല ബുദ്ധിയും കഴിവും ഒക്കെയുള്ള നന്മയുള്ള ഒരു കുഞ്ഞ്, കറുത്തതായാലും വെളുത്തതായാലും ഞങ്ങളെ മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിക്കുന്ന നല്ലൊരു കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടും കൂടെ ജനിപ്പിച്ചിരുന്നുവെങ്കിൽ ആ കുഞ്ഞ് തന്നെ വന്നേന്. ഞാൻ ഒന്നുകൂടെ പറയുന്നു സഹോദരങ്ങളെ, നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ഞാൻ കണ്ടെത്തിയത്, വേണമെങ്കിൽ എടുക്കാം. രണ്ടുപേരും ഐഡിയോളജിക്കലാവണം. രണ്ടുപേരുടെയും വേവ് ലെങ്ത് ഓഫ് തോട്ട് എന്ന് പറയുന്നത് സൈക്കോതെറാപ്പിയാണ്. രണ്ടും ഒരേ ചിന്താധാരയിലെത്തണം. ആദ്യത്തെ 1 വർഷം 2 വർഷം കൊണ്ട് ഹസ്ബൻഡും വൈഫും ഒന്നായി മാറണം. നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നാണ്, രണ്ടല്ല. അങ്ങനെ ഒന്നായി മാറുകയും ആ ആത്മബന്ധം അവിടെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ട് രണ്ടുപേരും കൂടെ ഒരു സയന്റിസ്റ്റിനെ സൃഷ്ടിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ ഏത് ടൈപ്പിൽ കുഞ്ഞ് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ അത് തന്നെ കിട്ടിയിരിക്കും. അങ്ങനെ ഇന്ത്യയിൽ ഒരെണ്ണം കിട്ടിയ ഒരു ആർട്ടിക്കിൾ പത്രത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. മറക്കണ്ട, അതിന് നിങ്ങൾ തമ്മിലുള്ള ഐക്യം വളരെ പ്രധാനമാണ്. മറക്കണ്ട. ദെൻ ഇനി ടൈറ്റ് ഡ്രസ്സിന്റെ കാര്യത്തിലേക്ക് പോകുന്നു. മൊബൈൽ മാറ്റിവെച്ചു, അതുകൂടെ ഇവിടെ നിർത്തുകയാണ്. ടൈറ്റ് ഡ്രസ് ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾ ടൈറ്റ് ഡ്രസ്, നമ്മുടെ കേരളത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ചൂട് അവിടെ കൂടിക്കഴിഞ്ഞു അല്ലേ? ആ ടൈറ്റ് ഡ്രസ്സ് വലിച്ചു കയറി ടൈറ്റാക്കി ഇട്ട് കഴിയുമ്പോൾ ഈ സെക്സ് ഓർഗനിൽ ചൂട് കൂടുവോ കുറയുവോ? കുറച്ചു പറയൂ. കൂടും. ചൂട് കൂടുന്നതിനനുസരിച്ച് AC ഇരിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്, നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് പറയുന്നത്, അനുകരണത്തിൽ നടക്കുന്നവരുടെ. ആ സെക്സ് ഓർഗനിൽ വിയർപ്പും കൂടുമോ കുറയുമോ? കുറച്ചു പറയൂ. നിങ്ങളുടെ വീട്ടിലൊരു ബ്രെഡ് എടുത്ത് നനച്ച് 2 ദിവസം തുറന്നു, 1 ദിവസം തുറന്നു വെച്ചാൽ അടുത്ത ദിവസം എന്തായിരിക്കും? പൂപ്പൽ പഠിച്ച് ഫംഗസ് പിടിക്കും അല്ലേ? സോ നമ്മുടെ സെക്സ് ഓർഗനിൽ ഈ ചൂടും വിയർപ്പും കൂടെ എന്താവും? ദ ബെസ്റ്റ് ബ്രീഡിംഗ് പ്ലേസ് ഫോർ ഫംഗസ്. നമ്മുടെ സെക്സ് ഓർഗനിലും ഇൻ ബിറ്റ്വീൻ ലെഗ്സിലും ഫംഗസ് എന്ന് പറയുന്ന പൂപ്പൽ ബാധ പലയിടത്തായിട്ടുണ്ടാകും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതേറെ ദോഷം ആൺകുട്ടിക്കാണോ പെൺകുട്ടിക്കാണോ എന്ന് കേട്ടോളൂ. ആൺകുട്ടിയെ സംബന്ധിച്ച് ഈ ഫംഗസ് എന്ന് പറയുന്ന പൂപ്പൽ ബാധ അവന്റെ പെനിസിന്റെ ദ്വാരത്തിലൂടെ കയറി പോവില്ല, കാരണം ഡിസ്റ്റൻസിൽ കിടക്കുന്നതുകൊണ്ട്. ഏനസ് എന്ന് പറഞ്ഞ മലവിസർജ്യത്തിന്റെ ദ്വാരത്തിലൂടെ ബാക്ടീരിയ ഉണ്ട് ആ ഏരിയയിൽ, ബാക്ടീരിയ. അപ്പൊ ബാക്ടീരിയ, ഫംഗസ്, ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസം അത് ഇരിക്കുന്ന സ്ഥലത്തിനെ അഴുക്കുമെന്നറിയാലോ, അഴിവിച്ച് കളയും. ഒരു തടിയിൽ കുമിള് പിടിച്ചിരിക്കുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ തടി അഴുവി തുടങ്ങും. ബ്രെഡിൽ പൂപ്പ് പിടിച്ചാൽ അത് അഴുകിക്കളയും. അതാണ്. അപ്പോ ആൺകുട്ടി അവിടെ നിന്നു സേഫായി, അവന്റെ പെനിസിലൂടെ ഈ ഫംഗസ് കയറാനുള്ള ചാൻസ് കുറവ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ സഹോദരിമാരെ, നിങ്ങളുടെ പെൺമക്കളെ ടൈറ്റ് ഡ്രസ് ഇട്ട് വളർത്തുമ്പോൾ ഓർത്തോളൂ, ഈ ഫംഗസ് എന്ന് പറയുന്ന ഒരുപാട് റീസൺസ് ഉണ്ട്. അതിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന റീസൺ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഫുഡുണ്ട്, ഇൻഹെറിറ്റൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. നമുക്ക് മാറ്റാൻ പറ്റുന്ന ഡ്രസ്സിന്റെ കാര്യം ഞാൻ പറയുന്നു. നിങ്ങളുടെ പെൺകുട്ടികളെ ധാരാളം വർഷം ഈ ടൈറ്റ് ഡ്രസ് ഇട്ട് വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചൂടടിച്ച് പൂപ്പൽ ഫംഗസ് വന്നു കഴിഞ്ഞാൽ അത് ആദ്യത്തെ ഹോള്, ഈ പറയുന്ന വജൈന എന്ന് പറയുന്ന ബോഡിയുമായി ചേർന്നായിരിക്കുന്നത്, അതിൻ്റെ ആദ്യത്തെ ദ്വാരത്തിലൂടെ യൂറിനറി ട്രാക്റ്റിന്റെ ഹോളാണ്. അതിലൂടെ ഫംഗസ് യൂറിനറി ബ്ലാഡറിൽ കയറുന്നതാണ്. ഇന്ന് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്ന രോഗം കോമൺ ആയി വന്നുകൊണ്ടിരിക്കുന്നത്. ആൺപിള്ളേർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വലുതായി വരാറില്ല, പോയി അന്വേഷിച്ചു നോക്ക്. അപ്പൊ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന കാരണങ്ങളിൽ ഒന്ന് ഈ ബാക്ടീരിയ ഫംഗസിന്റെ ഇൻഫെക്ഷനാണ്. 2, ഈ ഹോളും കല്ല തൊട്ടടുത്ത് 1 സെന്റിമീറ്ററിന്റെ ഡിസ്റ്റൻസിൽ വജൈനൽ ഹോൾ ഇരിക്കുകയാണ്. ഈ വജൈനൽ ഹോളിലൂടെ ഈ ഫംഗസ് അകത്തേക്ക് കയറുമ്പോൾ ഈ ഫംഗസ് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻ കെമിക്കൽ വജൈനൽ ട്രാക്റ്റിലെ
നമ്മുടെ ശരീരത്തിലെല്ലാം ക്യാൻസറിന്റെ ജീനുണ്ട്. ക്യാൻസറിന്റെ ജീൻ, നമ്മുടെ ബോഡിയിൽ ക്യാൻസറിന്റെ ജീനുകൾ ഇരിക്കുന്നത് പ്രോട്ടോ ഓങ്കോ ജീൻ എന്ന് പറഞ്ഞ് ഉറങ്ങിയാണ് ഇരിക്കുന്നത്. എല്ലാവരിലും ഉണ്ട്. എപ്പോഴാണോ അണ്ടർ സ്ട്രെസ് കണ്ടീഷൻ, ടെൻഷൻ, ചാരായം, ചില കെമിക്കലുകൾ, ഇങ്ങനെയുള്ള കെമിക്കലുകൾ ഇവൻ ചെന്ന് ഈ പ്രോട്ടോ ഓങ്കോ ജീനിനെ ഓങ്കോ ജീനായി കൺവേർട്ട് ചെയ്താൽ, നിങ്ങൾ കേട്ടിട്ടുണ്ട് സ്റ്റഡി ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന പേരാണ് ഓങ്കോളജി. ഈ സാധനം ക്യാൻസർ ആവും. എൻ്റെ സഹോദരിമാരെ, ഈ വജൈനൽ ട്രാക്റ്റിൽ കയറിയ ഫംഗസ് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻ അവിടുത്തെ പ്രോട്ടോ ഓങ്കോജീനെ ഓങ്കോജീനാക്കി മാറ്റുന്നതാണ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും സെർവിക്കൽ ക്യാൻസർ. ഗർഭപാത്രത്തിന്റെ മുൻവശത്ത് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ കോമൺ ആവുകയാണ്. അവിടെയും തീരൂല. ഫംഗസ് നേരെ അങ്ങ് യൂട്രസിനകത്ത് കയറും. ഫംഗസിന് അറിയില്ല ഇത് ഐശ്വര്യ റോയി ആണോ അതോ സാധാ നാടൻ പെണ്ണാണോന്ന്. ഫംഗസ് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് കയറിക്കൊണ്ടിരിക്കും. വെളിയിൽ നിന്ന് കാണാനും പറ്റില്ല. വെളിയിൽ മേക്കപ്പ് മോഹത്താണ് അടിച്ചുകൊണ്ട് കിടക്കുന്നത്, പക്ഷെ അകം ദോഷമായിക്കൊണ്ടിരിക്കുകയാണ്. യൂട്രസിനകത്തേക്ക് കയറുകയും ഫലോപ്പിയൻ ട്യൂബിലേക്ക് കയറും. ഇവിടെയാണ് കുഞ്ഞുണ്ടാകുന്നത്. ഇവിടെ ഫംഗസ് നെറ്റ് പോലെ ആകുകയും ഇവിടെ കൊഴുപ്പടിഞ്ഞുകൂടുകയും മറ്റ് പല രീതിയിലാവുമ്പോൾ ഈ ഫലോപ്പിയൻ ട്യൂബിലൂടെ സ്പേം കയറിപ്പോവും. പക്ഷേ കുഞ്ഞായി കഴിഞ്ഞാൽ ഇത് ഉരുണ്ട് എൻഡോമെട്രിയത്തിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല, ട്യൂബിൽ കുടുങ്ങും. നിങ്ങൾ കേൾക്കാറുണ്ട് കുഞ്ഞ് ട്യൂബിൽ കുടുങ്ങി, എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞത്. അപ്പൊ സർജറി നടത്തും, ഒരു ഓവറിയും പോവും, ഒരു ട്യൂബും പോവും. അതോടെ നമ്മുടെ പെൺകുട്ടികൾ ഭാവിയിൽ പ്രസവിക്കാനുള്ള ചാൻസ് ഒരു വർഷത്തിൽ പകുതി 6 പ്രാവശ്യമായി പടച്ചോൻ കുറച്ചു കൊടുക്കും. അഹങ്കാരിയുടെ ഭവനം തമ്പുരാൻ തകർക്കും. ഭവനം എന്ന് പറഞ്ഞാൽ ശരീരം, മറക്കണ്ട. ഇവിടെയും തീർന്നില്ല. ഇത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് എന്നെ വിളിച്ചിരുത്തി പഠിപ്പിച്ചു തന്നത്, വിത്ത് സോളിഡ് എവിഡൻസ്. എന്നെ പഠിപ്പിച്ച ടീച്ചറിന്റെ ഹസ്ബൻഡാണ്. ഡോക്ടറുടെ പേര് ഞാൻ പറയില്ല, പക്ഷെ വൈഫിന്റെ പേര് പറയാം. ട്രിവാൻഡ്രം MG കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറായ ഡോക്ടർ ആശ. സാർ എന്നോട് പറഞ്ഞു, എനിക്ക് ഫേമസ് ഒന്നും ആവണ്ട, എൻ്റെ പേര് പറയണ്ട. ഞാൻ സർജറി 19 വർഷം കൊണ്ട് എൻഡോസ്കോപ്പി ഈ ടൈറ്റ് ഡ്രസ്സിൻ്റെ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. തീർന്നില്ല. അവിടെ നിന്നും ഫംഗസ് എന്ന് പറയുന്നത് വയറിൻ്റെ അടിവയറിലേക്ക് ഇൻഫെക്റ്റ് ചെയ്ത് ഇവിടെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നാണ് രോഗത്തിൻ്റെ പേര്, വയറുവേദന. അവിടെയും കഴിഞ്ഞത് കിഡ്നിയിലും അറ്റാക്ക് ചെയ്യും. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നല്ല വെജിറ്റബിളും ഫ്രൂട്ട്സും ഫംഗസ് വന്ന് അഴുകി കഴിഞ്ഞാൽ എന്താ? ഫംഗസ് അറ്റാക്ക് ചെയ്താൽ എന്താ പറ്റുക? അഴുകും. അഴുകി കഴിയുമ്പോൾ എന്ത് പറ്റും? ഫൗൾ സ്മെല്ലെന്ന നാറ്റവും കൂടെ അടിക്കും. ഇനിയൊന്ന് ആലോചിച്ച് നോക്ക്. ഫംഗസ് വന്ന് അഴുകി ക്യാൻസർ വന്നാൽ വരാൻ പോകുന്ന തലമുറയിൽ പല പെൺകുട്ടികൾക്കും റിമൂവൽ ഓഫ് യൂട്രസ്, കയ്യിലുള്ള ഗർഭപാത്രം നഷ്ടപ്പെടും. പിന്നെ ഭർത്താവിന് കൂടെ ജീവിക്കാൻ പറ്റില്ല, നാറിയിട്ടെടുക്കാൻ പറ്റില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു വൃത്തിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. ഇനി നിങ്ങൾ ആലോചിക്കൂ, ടൈറ്റ് ഡ്രസ്സുകൾ ഇട്ടാൽ സാധാ AC-യിലല്ലാതെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ നമ്മുടെ നാടുകളിൽ ജീവിച്ചാൽ പെൺകുട്ടികൾക്കാണോ ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരാൻ പോകുന്നത് അതോ ആൺകുട്ടിക്കാണോ എന്ന് യു ഡിസൈഡ്. എന്നിട്ട് എന്നെ കൂക്കിട്. ഇനി ഒന്നുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഇന്ന് ഞാൻ കേരളത്തിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ നിന്ന് പൈസ വാരിക്കെട്ടി അയക്കും, മക്കൾ ആമ്പിള്ളേർ ചുമക്കുന്ന കണക്ക് തന്നെ പെൺകുട്ടികൾ ഈ മുതുവിൽ വലിയ ബാഗ് ചുമക്കാറുണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒന്ന് കൂനിപ്പോവാറുണ്ട് 10-30 കിലോ. ആണുങ്ങളുടെ ശരീരം സ്ട്രോങ് മസിലാണ്, അവർക്ക് വെയിറ്റ് താങ്ങാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പുരുഷനെ ഞാൻ ഒരു സ്റ്റെപ്പ് മുമ്പിൽ നിർത്തിയിരിക്കുന്നു. എന്തിന്? ഭാര്യയെ കുനിച്ചു നിർത്തി ഇടിക്കാനല്ല, മക്കളെയും കുടുംബത്തിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് സോഫ്റ്റ് ബോഡിയുള്ള നിങ്ങൾ അതിൻ്റെ മുമ്പേ ചെന്ന് കയറി നിൽക്കുമെന്ന് പറഞ്ഞാൽ പോയി നില്ല്, വാങ്ങിച്ചോണ്ട് പോകും. അപ്പൊ ഈ ബാഗും തൂക്കി നടക്കുമ്പോൾ എന്തു പറ്റും? ഈ പെടലി വേദനയും നട്ടല് രോഗിയും ആവും. എപ്പോഴാ? കല്യാണം കഴിച്ച് ഡെലിവറി കഴിയുന്നതോടുകൂടി പെൺകുട്ടി സ്ത്രീ നട്ടല് രോഗിയായി മാറും. ഒരു പുരുഷൻ ചത്താലും പോട്ടെ എന്ന് വിചാരിക്കാം, ഒരു കുടുംബത്തിന് പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയും. കാരണം ഒരമ്മ കിടന്നുപോയാൽ ഭർത്താവിന് ആഹാരമില്ല, മക്കളെ നോക്കാൻ ആരുമില്ല, കുടുംബം തന്നെ അനാഥമാവും. അതുകൊണ്ട് പുരുഷനേക്കാൾ ഉയർന്ന തലത്തിലാണ് സ്ത്രീ ഇരിക്കുന്നത്. അവരെ വേദം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ശ്രദ്ധയോടെ ജീവിക്കുന്നവർക്ക്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സൂക്തമുണ്ട്, അതുകൂടെ പറഞ്ഞു നിർത്തുന്നു. സുഹൃതം ചെയ്യുക, സൂക്ഷ്മതാബോധത്തിൽ ജീവിക്കുക. സൂക്ഷ്മതയാകുന്ന വസ്ത്രം ധരിക്കുക. സൂക്ഷ്മതാബോധം, നമ്മുടെ ഓരോ പ്രവൃത്തിയിലും സൂക്ഷ്മതാബോധത്തിലൂടെ പോവുക. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദയവ് ചെയ്ത് നിങ്ങളുടെ ഭാര്യമാരായ സഹോദരിമാരെ സംശയിക്കരുത്. ദയവ് ചെയ്ത് നിങ്ങളുടെ ഭർത്താക്കന്മാരെ സംശയിക്കരുത്. ചാടിപ്പോണമെന്നുള്ളവർ എങ്ങനെയും ചാടിപ്പോവും, പക്ഷെ അങ്ങനെ ഒന്നും പലരും പോകുന്നില്ല. പക്ഷെ സംശയിച്ച് നിങ്ങൾ രോഗിയായി മാറും.
നിങ്ങൾ രോഗിയായാൽ നിങ്ങൾക്ക് നഷ്ടം. നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ ശ്രദ്ധിച്ചു വളർത്തൂ, ഇല്ലെങ്കിൽ ജീവിതം പരാജയപ്പെടും. ഇങ്ങനൊരു അവസരം തന്നതിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട്, ഈ കഴിവ് തന്ന ദൈവത്തിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പക്ഷേ ഇത് നിർത്തുന്നതിന് മുമ്പ് ഒരൊറ്റ ചോദ്യം എനിക്കുണ്ട്. ഒരു ചോദ്യം ബാക്കി വെച്ചിട്ടുണ്ട്. ഇരിക്കുന്ന നേരത്തെ കൈപൊക്കിയ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും കൈപൊക്കാത്ത കുട്ടികളോടും. കുട്ടികൾ ശ്രദ്ധിച്ച് കേൾക്കുക. കുട്ടികൾ എന്ന് പറഞ്ഞാൽ 22 വയസ്സിൽ 24 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഇന്നു മുതൽ നിങ്ങൾ മരിക്കുന്നത് വരെ സ്വന്തം ഉമ്മയോടും വാപ്പയോടും കള്ളത്തരങ്ങൾ പറയില്ല എന്ന് ഉറപ്പിച്ച് സത്യം ചെയ്യാൻ കഴിയുന്ന മക്കളുണ്ടെങ്കിൽ സത്യമായി ദൈവത്തിന്റെ നാമത്തിലൊന്ന് ഇപ്പൊ കൈപൊക്കിയേ. അവിടെ മോളെ കണ്ടില്ല. ഓക്കെ, കണ്ടോ? ഇത് തന്നെയാണ് മാനസാന്തരം. കണ്ടോ, ഇത് തന്നെയാണ് മാനസാന്തരം. ആരായി മാനസാന്തരപ്പെടുത്തിയത്? ഞാനല്ല. ഇൻഷാ അല്ലാഹ് അദ്ദേഹം വന്നു, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകുമ്പം നിങ്ങളോടൊപ്പം അദ്ദേഹവും വരും. അതാണ് സത്യം. താങ്ക് യു.